മൂന്നാമത്തെ ക്ലാസ്സാണ്. തേർഡ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന ടോപ്പിക്ക് ബുദ്ധിസമാണ്. ബുദ്ധിസത്തിൻ്റെ കേസിലോട്ട് വരുമ്പോൾ ബുദ്ധിസം സെയിം ടൈം ഒരു സ്പിരിച്വൽ ആയിട്ടുള്ളതും അതുപോലെ തന്നെ ഫിലോസഫിക്കൽ ആയിട്ടുള്ള ഒരു ട്രഡീഷനാണ്. ഫിലോസഫിക്കൽ എന്ന് പറയുമ്പം ഈ നേച്ചറിനെ പറ്റി അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ മൈൻഡിനെ പറ്റി അണ്ടർസ്റ്റാൻഡ് ചെയ്യാനൊക്കെ ബുദ്ധിസം ശ്രമിക്കുന്നുണ്ട്. അറ്റ് ദ സെയിം ടൈം സ്പിരിച്വൽ എന്ന രീതിയിൽ നമ്മുടെ ലൈഫിൻ്റെ ഈ സഫറിങ് ഒക്കെ എൻഡ് ചെയ്തിട്ട് നമുക്ക് ഒരു സൈക്കോളജിക്കൽ ആയിട്ടുള്ള ലിബറേഷന് വേണ്ടിയിട്ട് നമ്മൾ റീബർത്തിൻ്റെ സൈക്കിളിനെയൊക്കെ ബ്രേക്ക് ചെയ്തിട്ട് അങ്ങനെ ഒരു ലിബറേഷൻ അല്ലെങ്കിൽ നിർവ്വാണ അച്ചീവ് ചെയ്യാൻ വേണ്ടി പറ്റണം എന്നുള്ള തരത്തിലൊരു സ്പിരിച്വൽ ആയിട്ടുള്ള സൈഡും ബുദ്ധിസത്തിന് ഉണ്ട്. അപ്പോൾ നമ്മുടെ യൂണിവേഴ്സിനെ പറ്റിയിട്ടും അറ്റ് ദ സെയിം ടൈം മനുഷ്യൻ്റെ ആ ഒരു സഫറിങ്ങിനെ പറ്റിയിട്ടും അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടും അതിനെ എങ്ങനെ ഓവർകം ചെയ്യാൻ വേണ്ടി പറ്റും എന്നൊക്കെ മനസ്സിലാക്കാനാണ് നമ്മൾ ബുദ്ധിസം ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ ബുദ്ധിസം ഒരു നോൺ തീയിസ്റ്റിക് ആയിട്ടുള്ള സിസ്റ്റമാണ്. നോൺ തീയിസ്റ്റിക് എന്ന് പറയുമ്പം തീയിസ്റ്റ് അല്ലാത്തത്. തീയിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിനെ വിശ്വസിക്കുന്ന ഒരു ക്രിയേറ്റർ ആയിട്ടുള്ള ഗോഡ് ഉണ്ട് എന്നുള്ള ഒരു വിശ്വാസമൊന്നും ആർക്കില്ല, ബുദ്ധിസത്തിനില്ല. ബുദ്ധിസത്തിൻ്റെ ഐഡിയോളജി ഒറിജിനൽ ആയിട്ടുള്ള ഐഡിയ അനുസരിച്ചിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഒരു സൈക്കോളജിക്കൽ ലിബറേഷൻ മാത്രമാണ്. അല്ലാതെ ഒരു ഐഡലായിട്ട് ഒരാളെ ഇന്നാൾ ദൈവം എന്ന് പറഞ്ഞിട്ട് വോർഷിപ്പ് ചെയ്യുക എന്നുള്ളതൊന്നും ബുദ്ധിസത്തിൻ്റെ തുടക്കത്തിലുള്ള ഒരു ഐഡിയോളജി അല്ലായിരുന്നു. അപ്പോൾ ബുദ്ധിസം എന്ന് പറയുമ്പോൾ ഒരു സ്പിരിച്വൽ ആൻഡ് ഫിസിക്കൽ ആയിട്ടുള്ള ട്രഡീഷനാണ്. ആൻഡ് അതൊരു നോൺ തിയസ്റ്റിക് ആയിട്ടുള്ള സിസ്റ്റമാണ്. ആൻഡ് ബുദ്ധിസം വളർന്നു വരുന്നത് നമ്മുടെ സിദ്ധാർത്ഥ ഗൗതമ ബുദ്ധ ആവുമ്പോഴാണ് അത് ബുദ്ധിസമായിട്ട് മാറുന്നത്. അപ്പോൾ സിദ്ധാർത്ഥ ഗൗതമ ഈ ലുംബിനി ഫോറസ്റ്റ്, നമ്മുടെ ഇപ്പോഴത്തെ നേപ്പാളിൻ്റെ ബോർഡറിലായിട്ട് വരുന്ന ഒരു ഏരിയ ആണ്. അവിടെ ഈ 563 BC ഈ കാലഘട്ടത്തിലാണ് ആൾ ജനിക്കുന്നത്. അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു ട്രൈബായിരുന്നു ഈ ഒരു ഷാക്യ ട്രൈബ്. ഈ ഷാക്യ ട്രൈബിൻ്റെ ഹെഡിൻ്റെ മകനായിട്ടാണ് നമ്മുടെ സിദ്ധാർത്ഥ ഗൗതമ ജനിക്കുന്നത്. സിദ്ധാർത്ഥ ഗൗതമിക്ക് അതുകൊണ്ട് തന്നെ ഭയങ്കര ഒരു റോയൽ ഫാമിലിയിലൊക്കെ ജനിച്ചത് കൊണ്ട് തന്നെ ഒരു ലക്ഷറസ് ആയിട്ടുള്ളൊരു ലൈഫ് സ്റ്റൈലായിരുന്നു ആൾക്ക് ഉണ്ടായിരുന്നത്. പക്ഷേ ഈ കംഫോർട്ട് എല്ലാം കിട്ടുന്ന സമയത്തും പുള്ളിക്ക് എന്താണ് ലൈഫ് എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. ഈ ഒരു പാലസിൻ്റെ പുറത്തുള്ള വേൾഡ് എന്താണെന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആൾക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ആൾ പുറത്ത് പോയപ്പം ആൾ 4 കാര്യങ്ങൾ എൻകൗണ്ടർ ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ഈ എൻകൗണ്ടർ ചെയ്ത 4 കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ അതിനെ നമ്മൾ 4 സൈറ്റ് എന്ന് പറയും. ഈ 4 സൈറ്റിലെ ഒന്നാമത്തത് ഭയങ്കര പ്രായമായിട്ടുള്ളൊരു മനുഷ്യൻ, അതായത് നമ്മുടെ യുവത്വം എല്ലാം നശിക്കും, അങ്ങനെ നമുക്കും പ്രായമാകും എന്നുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ്ങിലോട്ട് നമ്മുടെ ഗൗതമ അവിടെ നിർത്തുകയാണ്. രണ്ടാമത്തെ ആളായിരുന്നു ഒരു സിക്മാൻ. കാരണം നമ്മുടെ ബോഡി എന്ന് പറയുന്നത് എപ്പോൾ വേണേലും വയ്യാണ്ടാകാം, നമുക്ക് അസുഖം വരാം. സിക്മാൻ അതായിരുന്നു റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അതൊരു ശവം. അപ്പോൾ നമ്മളെപ്പോൾ വേണേലും എന്ത് ചെയ്യാനും പറ്റും, മരിക്കാൻ വേണ്ടിയിട്ടും പറ്റും. നമ്മളൊരു പെർമനൻ്റ് ആയിട്ടുള്ളൊരു ലൈഫൊന്നും അല്ല നമുക്കുള്ളത്. ഇതൊക്കെയായിരുന്നു പുള്ളിക്ക് ലൈഫ് എന്ന് പറഞ്ഞ ആ ഒരു സഫറിങ് എന്ന എലമെൻറ്റിനെ മനസ്സിലാക്കി കൊടുത്തത്. ആൻഡ് പുള്ളി 4ാമത് കണ്ടതായിരുന്നു ഒരു അസെൻറ്റി. അസെൻറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ സന്യാസിമാരൊക്കെ പോലെ ഇങ്ങനെ നടന്നു പോകുന്ന ആൾക്കാരുണ്ടാവുമല്ലോ, ലൈഫിലുള്ള എല്ലാ സാധനങ്ങളും ഉപേക്ഷിച്ചിട്ട് ലൈഫിൻ്റെ മീനിങ്ങും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും, അല്ലെങ്കിൽ ഇതിലൊന്നും മീനിങ് ഇല്ല, നമ്മൾ ഈ കുറേ പൈസ ഉണ്ടാക്കുന്നതിലും കുറേ കാര്യങ്ങൾ നമ്മൾ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യുന്നതിൽ അർത്ഥമില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നടക്കുന്ന പോലത്തെ ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പം അങ്ങനത്തെ ആൾക്കാരെയും കണ്ടു. ഈ 4 സൈറ്റിൽ നിന്നാണ് പുള്ളി അവസാനം ആളുടെ 29ാമത്തെ വയസ്സിൽ എന്താണ് ഈ സഫറിങ് ഒക്കെ കോസ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ആളുടെ ആ ഒരു വെൽത്തും ഫാമിലീനെയും ആളുടെ അടിപൊളിയായിട്ടുള്ള ലൈഫ് സ്റ്റൈലും ഇതൊക്കെ വിട്ടിട്ട് ആള് ഒരു സന്യാസിനെ പോലെ ഈ ഒരു ആൻസറിന് വേണ്ടിയിട്ട് നടക്കാൻ വേണ്ടി തുടങ്ങി. ആൻഡ് കുറേ കാലം ഇങ്ങനെ അലഞ്ഞ് നടന്ന് കുറേ കാര്യങ്ങൾ ആൾ ചെയ്ത് നോക്കി, കുറേ കാര്യങ്ങൾ മനസ്സിലായി. അവസാനം ഈ ബോധ്ഗയ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തുള്ള ഒരു അരയാൽ മരത്തിൻ്റെ ചുവട്ടിലിരുന്നിട്ട് പുള്ളി തീരുമാനിച്ചു, ഓക്കെ, ഞാൻ ഇനി ഈ ട്രൂത്ത് എന്താണെന്ന് അറിയുന്നത് വരെ ഞാൻ ഇവിടുന്ന് മാറില്ല എന്ന് പറഞ്ഞ് പുള്ളി കുറേ നേരം മെഡിറ്റേറ്റ് ചെയ്ത് അവിടെ വെച്ചിട്ടാണ് പുള്ളിക്ക് ആ എൻലൈറ്റ്മെൻറ്റ് ഉണ്ടാവുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു ട്രീനെ ബോധി ട്രീ എന്ന് വിളിക്കുന്നത്, ട്രീ ഓഫ് അവേക്കനിങ്. അപ്പം ഈ ഒരു ട്രീ എക്സാക്റ്റ് ട്രീ അല്ല, കാരണം ഇതിന് എൻലൈറ്റ്മെൻറ്റ് ഉണ്ടാവുന്നത് ഓൾമോസ്റ്റ് 2500ഓളം വർഷങ്ങൾക്ക് മുന്നേ ഉള്ള കേസാണ്. പക്ഷേ അതിൻ്റെ പിന്നീട് ഉണ്ടായി വന്നിട്ടുള്ള ആ ഒരു അരയാൽ മരം ഇപ്പോഴും ഈ ബോധ്ഗയ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊട്ടക്ട് ചെയ്ത് വരുന്നുണ്ട്. അങ്ങനെ ആളുടെ 35ാമത്തെ വയസ്സിലാണ് ആൾക്ക് ഈ ഒരു ബോധി ട്രീൻ്റെ ചുവട്ടിലിരുന്നിട്ട് ഇലുമിനേഷൻ അല്ലെങ്കിൽ എന്താ പറയുക, ആളൊരു ബുദ്ധയായിട്ട് മാറുന്നത്. ബുദ്ധ എന്ന വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇലുമിനേറ്റഡ് വൺ അല്ലെങ്കിൽ എൻലൈറ്റഡ് വൺ എന്നാണ്. ഈ ഫൈനലി എല്ലാ ഹാർഡ്ഷിപ്പിനും ശേഷം നമ്മൾ ലൈഫിൻ്റെ എസെൻസ് എന്താണ് അല്ലെങ്കിൽ ഹ്യൂമൻ ലൈഫിൻ്റെ വാല്യൂ എന്താണെന്ന് മനസ്സിലാക്കിയിട്ടുള്ള, അങ്ങനെ നമ്മൾ ആ സംസാരേനെ അല്ലെങ്കിൽ ലൈഫിൻ്റെയും റീബർത്തിൻ്റെയും ഒരു സൈക്കിൾ ഉണ്ടാവുമല്ലോ,
നമ്മൾ ജനിക്കുന്നു, കുറെ കാലം ജീവിക്കുന്നു, മരിക്കുന്നു, പിന്നെ നമ്മുടെ കർമ്മഫലമായിട്ട് നമ്മൾ വീണ്ടും ജനിക്കുന്നു. എഗെയിൻ നമ്മൾ ഈ കാര്യം ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക എന്നാണ് ബുദ്ധിസം പറയുന്നത്. അപ്പൊ ഇതിൽ നിന്നൊക്കെ നമ്മുടെ ബുദ്ധ പുറത്തേക്ക് വരുന്നതിനെയാണ് നമ്മൾ ആ ഒരു ബുദ്ധയുടെ എൻലൈറ്റ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ എൻലൈറ്റ്മെന്റ് എക്സ്പീരിയൻസ് ചെയ്ത് കഴിയുമ്പോഴാണ് ഒരു പേഴ്സൺ ബുദ്ധയായിട്ട് മാറുന്നത്. അങ്ങനെയാണ് എൻലൈറ്റ്മെന്റ് കിട്ടിയതിന് ശേഷം നമ്മുടെ സിദ്ധാർത്ഥ ഗൗതമ ബുദ്ധയായിട്ട് മാറുന്നത്. പിന്നെ കുറേ വർഷങ്ങൾ ആളുടെ ബുദ്ധിസത്തെ പറ്റിയിട്ടും ഐഡിയോളജീസിനെ പറ്റിയിട്ടൊക്കെ ഇങ്ങനെ പഠിപ്പിച്ചും അങ്ങനെ അങ്ങനെ സമയം പോയി. ഒരു 80 വയസ്സെത്തുന്ന സമയത്താണ് ആൾക്ക് ഈ മഹാപരിനിർവാണ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. മഹാപരിനിർവാണ എന്ന് പറയുമ്പം ഈ എൻലൈറ്റ്മെന്റ് സംഭവിച്ചിട്ടുള്ള ആൾക്കാരുണ്ടാവുമല്ലോ, നിർവാണ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒരു പേഴ്സണ് സ്റ്റിൽ അയാളുടെ ബോഡി അയാളുടെ കൂടെ തന്നെ ഉണ്ടാകും. അങ്ങനെ കുറെ കാലം കഴിഞ്ഞ് ഫൈനലി അയാൾ മരിക്കുമല്ലോ. അങ്ങനെ മരിക്കുന്ന സമയത്ത് ആള് ആ ബോഡിയിൽ നിന്നും ആൾക്ക് ആ ഒരു എസ്കേപ്പ് പോസിബിൾ ആയി മാറും. അപ്പോഴാണ് അത് മഹാപരിനിർവാണയാകുന്നത്. അതായത് പിന്നെ ബോഡി റിലേറ്റഡ് ആയിട്ടും ആളെന്തല്ല ഈ ഒരു വേൾഡിൽ നിൽക്കുന്നില്ല. കംപ്ലീറ്റ് ആയിട്ട് വീണ്ടും അയാൾക്കൊരു റീബർത്ത് ഇല്ല. അയാൾ അതിൽ നിന്ന് രക്ഷപ്പെട്ട് ഈ ഒരു സഫറിങ്ങിൽ നിന്നൊക്കെ മോക്ഷം കിട്ടിയിട്ട് പോവുകയാണ്. അതാണ് ഈ മഹാപരിനിർവാണയായിട്ട് വരുന്നത്. ഇത് സംഭവിക്കുന്നത് ആളുടെ 80ാമത്തെ വയസ്സിൽ കുസിനര എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്ത് വെച്ചിട്ടായിരുന്നു. അപ്പോൾ ബുദ്ധയുടെ ഫൈനൽ വേർഡ് എന്ന് പറയുന്നത് എല്ലാ സാധനങ്ങളും ഡീക്കേ ആകും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു നിർവ്വാണം അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നല്ലൊരു ലൈഫിന് വേണ്ടിയിട്ടൊക്കെ ഭയങ്കരമായിട്ട് നമ്മൾ സ്ട്രൈവ് ചെയ്യുക എന്നുള്ളതായിരുന്നു പുള്ളിയുടെ ഫൈനൽ വേർഡ്സ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. ബുദ്ധ ആദ്യം ഭയങ്കര ഒരു പ്രിൻസ് ആയിട്ട് ജനിക്കുന്നു, അതിനുശേഷം ആൾ ആ ഫോർസൈറ്റ്സ് കാണുന്നു, പിന്നെ പലതരത്തിലുള്ള എക്സ്ട്രീംസിലൂടെ ആൾ കടന്നു പോകുന്നു. എന്താണ് ശരിക്കും നമുക്ക് എങ്ങനെ ഈ സഫറിങ്ങിനെ എൻഡ് ചെയ്യാം എന്നറിയാൻ വേണ്ടിയിട്ട്. അങ്ങനെ അങ്ങനെ ആൾക്ക് ആളുടെ 35ാമത്തെ വയസ്സിൽ അവേക്കനിങ് സംഭവിക്കുന്നു. ആ അവേക്കനിങ്ങിന് ശേഷം 80ാമത്തെ വയസ്സിൽ അവസാനം ആള് മരിക്കുന്നു. അങ്ങനെ മഹാപരിനിർവാണി എക്സ്പീരിയൻസ് ചെയ്യുന്നു. അപ്പൊ ആളുടെ ഒരു ലൈഫിൽ നിന്ന് ആൾ എത്തിച്ചേർന്നിട്ടുള്ള ഒരു പാത്താണ് ഈ മിഡിൽ പാത്ത് എന്ന് പറയുന്നത്. മിഡിൽ പാത്ത് അല്ലെങ്കിൽ മാധ്യമക. മിഡിൽ പാത്ത് പറയുന്നത് നമ്മൾ രണ്ട് എക്സ്ട്രീംസിലും ആയിരിക്കരുത് നിൽക്കേണ്ടത്. ഇപ്പൊ ബുദ്ധയുടെ കേസ് എടുക്കുകയാണെങ്കിൽ ബുദ്ധ 2 എക്സ്ട്രീംസ് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. ആൾ ജനിച്ചു വീണത് ഭയങ്കര വെൽത്തി ആയിട്ടുള്ള ഒരു ഫാമിലിയിലായതുകൊണ്ട് തന്നെ എല്ലാ തരത്തിലുള്ള സെൻസറി ആയിട്ടുള്ള പ്ലഷേഴ്സും കാര്യങ്ങളും പുള്ളിക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. പുള്ളി ആ ഒരു പ്ലഷറും കാര്യങ്ങളും അല്ലെങ്കിൽ ആ ലൈഫ് സ്റ്റൈൽ ഉപേക്ഷിച്ചിട്ട് പിന്നെ കുറേ സന്യാസിമാരുടെ കൂടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന സമയത്ത് ആൾ അടുത്ത ഒരു എക്സ്ട്രീം ആയിട്ടുള്ള ഈ സെൽഫ് മോട്ടിഫിക്കേഷനും എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മൾ ഭയങ്കരമായിട്ട് ഫാസ്റ്റ് ചെയ്യുക, ഫുഡൊന്നും കഴിക്കാതിരിക്കുക, വെള്ളം കുടിക്കാതിരിക്കുക, അല്ലെങ്കിൽ നമ്മൾ എക്സ്ട്രീം ആയിട്ട് നമുക്ക് തന്നെ ബോഡിക്ക് തന്നെ പെയിൻ കോസ് ചെയ്യുക, അങ്ങനെ പലതരത്തിൽ നമ്മൾ എക്സ്ട്രീം ആയിട്ടുള്ള ആ ഒരു ഫിസിക്കൽ സെൻസേഷൻസിലൂടെ കടന്നു പോകുന്ന ആ ഒരു സിസ്റ്റത്തിലൂടെയും ബുദ്ധ കുറെ കാലം മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ 2 സാധനം എക്സ്പീരിയൻസ് ചെയ്തതിൽ നിന്ന് ആൾക്ക് മനസ്സിലായത് ഇതുമല്ല വേണ്ടത്, എക്സ്ട്രീംസ് അല്ല, 2 എക്സ്ട്രീം അല്ല നമുക്ക് വേണ്ടത്, ഇതിന്റെ ഇൻബിറ്റ്വീൻ ആണ് നമുക്ക് വേണ്ടത്. ആ ഇൻബിറ്റ്വീനെയാണ് നമ്മൾ മാധ്യമക എന്ന് പറയുന്നത്. നമുക്ക് എക്സ്ട്രീം ആയിട്ടുള്ള ഒരു സ്റ്റാവേഷനും കാര്യങ്ങളല്ല വേണ്ടത്, അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് ഈ പ്ലഷറും കാര്യങ്ങളും എക്സ്പീരിയൻസ് ചെയ്യുമല്ല വേണ്ടത്. ഇൻബിറ്റ്വീൻ നമുക്ക് ജീവിക്കാനും നമ്മുടെ ഗോൾസ് എന്ന് പറയുമ്പോൾ നിർവ്വാണയിലോട്ടൊക്കെ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള ഫുഡ് കാര്യങ്ങളൊക്കെ നമ്മൾ കിട്ടണം. എന്നാലും നമ്മൾ ഫുഡിന്റെ ടേസ്റ്റിന് വേണ്ടിയിട്ട് ആ പ്ലഷറിന് വേണ്ടിയിട്ട് അങ്ങനെ നമ്മൾ ഫുഡും കാര്യങ്ങളും എന്തും ആയിക്കോട്ടെ അങ്ങനത്തെ സാധനങ്ങളിലോട്ട് മാത്രം ഫോക്കസ് ചെയ്യാനും പാടില്ല എന്നുള്ളതാണ് ബുദ്ധയുടെ ഒരു മിഡിൽ പാത്തായിട്ട് വരുന്നത്. പുള്ളി ആളുടെ ഡിസിപ്ലിൻസിന്, അതായത് ബുദ്ധിസം ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ലേ പേഴ്സൺസ് ഉണ്ടാകുമല്ലോ, ലേമൻ ആയിട്ടുള്ള ആൾക്കാർ, സാധാരണ ആൾക്കാർ, ബുദ്ധിസം ഒരു മോങ്കായിട്ട് അല്ലെങ്കിൽ ഒരു കംപ്ലീറ്റ് ആയിട്ട് ബുദ്ധിസം ഫോളോ ചെയ്യുന്നുണ്ടാവില്ല, സാധാരണ ആയിട്ടുള്ള ആൾക്കാരുണ്ടാവില്ല. അപ്പൊ ഇവർക്ക് 2 കൂട്ടർക്ക് വേണ്ടിയിട്ടും ബുദ്ധ സെറ്റ് ചെയ്തിട്ടുള്ള ചില ഡിസിപ്ലിൻസ് ഉണ്ട്. ഈ മിഡിൽ പാത്തിന്റെ പാർട്ടായിട്ട് പുള്ളി സെറ്റ് ചെയ്തിട്ടുള്ള അഞ്ച് അങ്ങനത്തെ പെർസ്പെക്ട്സിനെയാണ് നമ്മൾ ഈ പഞ്ചശീല എന്ന് പറയുന്നത്. അപ്പൊ പുള്ളി പറയുന്ന 5 പെർസെപ്റ്റ്സ് എന്ന് പറയുന്നത്, ഒന്നാമതാണ് വയലൻസ് പാടില്ല. അതായത് നമ്മൾ മറ്റൊരാളെ ഉപദ്രവിക്കാനോ ഹാം ചെയ്യാനോ അല്ലെങ്കിൽ കില്ല് ചെയ്യാനൊന്നും പാടില്ല. നോൺ വയലൻസ് അല്ലെങ്കിൽ അഹിംസ എന്നുള്ളതാണ് ഒന്നാമത്തെ പെർസെപ്റ്റ്. രണ്ടാമത്തതാണ് സ്റ്റീലിങ്, മോഷ്ടിക്കാൻ വേണ്ടി പാടില്ല. നമ്മുടേതല്ലാത്ത ഒരു സാധനവും നമ്മൾ എടുക്കാൻ വേണ്ടി പാടില്ല, മറ്റൊരാളുടെ സാധനങ്ങളൊന്നും മോഷ്ടിക്കാൻ വേണ്ടി പാടില്ല. സെക്ഷൽ മിസ്കണ്ടക്ട് പാടില്ല. അതുപോലെ തന്നെ നമ്മൾ കള്ളം പറയുക, ഗോസിപ്പ് പറയുക, മറ്റൊരാളെ പറ്റിയിട്ട് തെറ്റായിട്ടുള്ള ഇൻഫർമേഷൻസ് സ്പ്രെഡ് ചെയ്യുക, അതൊന്നും നമ്മൾ ചെയ്യാൻ വേണ്ടി പാടില്ല. അതുപോലെ തന്നെ ഡ്രഗ്സ് ആയിക്കോട്ടെ, അങ്ങനത്തെ ഒരു തരത്തിലുള്ള ഇൻടോക്സിക്കേഷൻസും പാടില്ല എന്നുള്ളതാണ് ബുദ്ധയുടെ പഞ്ചശീലയായിട്ട് വരുന്നത്. ഇത് ആര് ഫോളോ ചെയ്യണം? ബുദ്ധിസം ഫോളോ ചെയ്യുന്ന മോങ്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ സാധാ ഓർഡിനറി പീപ്പിൾ ആയിക്കോട്ടെ, ഇവർ രണ്ട് കൂട്ടരും ഈ പഞ്ചശീല ഫോളോ ചെയ്യണം എന്നുള്ളതായിരുന്നു ബുദ്ധയുടെ ഐഡിയോളജി.
അപ്പം ഇതാണ് ഈ പഞ്ചശീല എന്ന് പറഞ്ഞിട്ടുള്ള ഐഡിയ വരുന്നത്. ആൻഡ് പിന്നെ വരുന്നതാണ് ബുദ്ധിസത്തിലെ ത്രിജ്വൽസ്, ത്രിരത്ന എന്ന് പറയും. 3 ജ്വൽസ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്, ഒന്നാമത്തേത് ബുദ്ധ ആണ്. ബുദ്ധ എന്ന് പറയുമ്പം ആ ഒരു ഹിസ്റ്റോറിക്കൽ ഫിഗർ ആയിട്ടുള്ള നമ്മുടെ ബുദ്ധനെ, സിദ്ധാർത്ഥ ഗൗതമ എന്ന് പറഞ്ഞിട്ടുള്ള ടീച്ചറിനെ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ വേണ്ടി പറ്റും. രണ്ടാമത്തെ ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ബുദ്ധ നേച്ചർ എന്ന് പറയാം. ബുദ്ധ നേച്ചർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് എല്ലാവർക്കും ഒരു പൊട്ടൻഷ്യൽ ഉണ്ട്. ഈ ലൈഫിൻ്റെ സഫറിങ്ങിൽ നിന്ന് ലിബറേറ്റഡ് ആവാൻ വേണ്ടിയിട്ടുള്ള എൻലൈറ്റ്മെൻറ്റ് അല്ലെങ്കിൽ നിർവ്വാണ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു പൊട്ടൻഷ്യൽ നമ്മുടെ എല്ലാവരുടെയും ഉള്ളിലുണ്ട്. അതിനാണ് ഈ ബുദ്ധ നേച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ 3 ജ്വൽസിലെ ബുദ്ധ എന്നത് ആ ഒരു ടീച്ചിങ്ങിനെ ആകാം, ടീച്ചിങ് അല്ല, ടീച്ചർ എന്ന ബുദ്ധേനെ ആകാം ആ ഒരു ഒറിജിനൽ ആയിട്ടുള്ള ബുദ്ധ നേച്ചറിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. രണ്ടാമത്തെ ജ്വല്ലായിട്ട് വരുന്നതാണ് ധമ്മ ഓർ ധർമ്മ. ഈ ഒരു വേർഡ്സ് ഒക്കെ വരുന്നത് പാലിയിൽ നിന്നാണ്. കാരണം ബുദ്ധിസം ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് പ്രധാനമായിട്ടും 2 ലാംഗ്വേജസിലാണ്. ഒന്ന് പാലി, രണ്ടാമത്തേതായിരുന്നു സംസ്കൃതം. അപ്പോൾ പാലിയിൽ വരുന്ന സാധനങ്ങളുടെ പ്രൊനൗൺസിയേഷൻ കുറച്ചും കൂടെ ഡിഫറെൻ്റ് ആയിരിക്കാം. ഇത് സംസ്കൃതത്തിൽ നിന്നാണ് ധർമ്മ എന്ന് പറഞ്ഞിട്ട് വരുന്നത്. അപ്പോൾ ഈ ധമ്മ എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ധർമ്മ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ടീച്ചിങ്സും കാര്യങ്ങളൊക്കെയാണ്. അതായത് ധർമ്മയിൽ പറയുന്നത് ഈ കോസ്മിക് ലോസ് എങ്ങനെയാണ്, എന്ത് വെച്ചിട്ടാണ് യൂണിവേഴ്സ് ബിൽഡ് ആയിട്ടുള്ളത്, യൂണിവേഴ്സിൻ്റെ ബേസിക് എലമെൻറ്റ്സ്, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ബുദ്ധിസം റിലേറ്റഡ് ആയിട്ടുള്ള കോസ്മിക് ലോസിൽ വരുന്നത്. അതുപോലെ തന്നെ 4 നോബിൾ ട്രൂത്ത്സ്, 8 ഫോൾഡ് പാത്ത്, യൂണിവേഴ്സിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന വേരിയസ് ആയിട്ടുള്ള പ്രാക്ടീസസ്, ഇതൊക്കെയാണ് ഈ ഒരു ധമ്മയുടെ പാർട്ടായിട്ട് വരുന്നത്. അതാണ് രണ്ടാമത്തെ ജ്വല്ല്. മൂന്നാമത്തതാണ് സംഘ. സംഘ എന്ന് പറയുന്നത് ഈ ബുദ്ധിസ്റ്റ് കമ്മ്യൂണിറ്റീനെയാണ് നമ്മൾ സംഘ എന്ന് പറയുന്നത്. അവിടെ ഉണ്ടാകുന്ന ഈ മോങ്സ് ആൻഡ് നൺസ് ഉണ്ടാവുമല്ലോ, ഭിക്ഷൂസ് ആൻഡ് ഭിക്ഷുണി എന്ന് പറയും. തലയിലാവുമ്പോൾ അത് ഭിക്കു ആൻഡ് ഭിക്കുണി എന്ന് പറയും. അപ്പം ഈ നമ്മളിപ്പം കുറച്ചും കൂടെ ബ്രോഡർ ആയിട്ടൊരു സെൻസ് എടുക്കുകയാണെങ്കിൽ ഈ ബുദ്ധിസത്തിനെ സപ്പോർട്ട് ചെയ്യുന്നതും ആ ഒരു സ്പിരിച്വൽ ജേർണിയുടെ പാർട്ടായിട്ടുള്ള എല്ലാ ആൾക്കാരെയും കൂടെ ചേരുമ്പോഴാണ് നമ്മൾ സംഘ എന്ന് പറയുന്നത്. ഈ 3 എണ്ണമാണ് ത്രിജ്വൽസ്, അല്ലെങ്കിൽ നമ്മുടെ 3 ജ്വൽസ് ആയിട്ടുള്ള ത്രിരത്നയായിട്ട് കൺസിഡർ ചെയ്യുന്നത്. അതിനുശേഷം വരുന്നത് അടുത്ത 3 സാധനങ്ങളാണ് 3 മാർക്സ് ഓഫ് എക്സിസ്റ്റൻസ്. അതിനെ നമ്മൾ തിലഖാന അല്ലെങ്കിൽ ത്രിലക്സാന എന്ന് പറയും. ഇത് ഈ ഒരു ഫണ്ടമെൻ്റൽ നേച്ചറാണ്. എല്ലാ റിയാലിറ്റി, നമ്മൾ പെർസീവ് ചെയ്യപ്പെടുന്ന എല്ലാ റിയാലിറ്റീൻ്റെയും ഫണ്ടമെൻ്റൽ നേച്ചറെ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ് 3 മാർക്സ് ഓഫ് എക്സിസ്റ്റൻസ്. എക്സിസ്റ്റൻസിൻ്റെ 3 മാർക്കുകളാണ്. ഒന്നാമത്തേതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇംപെർമനൻസ്, അനിക്ക എന്ന് പറയും. അനിക്ക കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഒരു സാധനങ്ങൾ ഈ വേൾഡിൽ അല്ലെങ്കിൽ ഈ യൂണിവേഴ്സിൽ നമ്മൾ അറിയപ്പെടുന്ന ഒരു സാധനങ്ങൾ ഉണ്ടല്ല, സ്റ്റാറ്റിക് അല്ല, മാറ്റം ഇല്ലാതെ കണ്ടിന്യൂ ചെയ്യുന്ന സാധനങ്ങളല്ല. ഈ എല്ലാ ഫിസിക്കൽ ആൻഡ് മെൻ്റൽ ആയിട്ടുള്ള സ്റ്റേറ്റുകളും ഭയങ്കര പെട്ടെന്ന് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അത് ഉണ്ടായി വരുന്നു, കുറച്ച് നേരം സ്റ്റേ ചെയ്യുന്നു, ഒരു കുറച്ച് ഡ്യൂറേഷനിലോട്ട് സ്റ്റേ ചെയ്യുന്നു, പിന്നെ അത് ഇല്ലാണ്ടാകുന്നു. നമ്മളൊരു മെഴുകുതിരി കത്തിക്കുകയാണെങ്കിൽ നമുക്കൊരു മെഴുകുതിരി ഇങ്ങനെ എപ്പോഴും അതിൻ്റെ തീനാളം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കത്തുന്നത് പോലെ നമുക്ക് തോന്നും. പക്ഷെ അവിടെ എന്താ സംഭവിക്കുന്നത്, ഒരു ഫ്ലെയിം ഉണ്ടാവുന്നു, ആ ഫ്ലെയിം അപ്പം തന്നെ അവിടെ അവസാനിച്ചിട്ട് അടുത്ത ഫ്ലെയിം അവിടെ വരികയാണ്. പക്ഷെ നമ്മളെ കണ്ണിൽ അതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു ഫ്ലെയിം ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുന്നതായിട്ട് ഫീൽ ചെയ്യുന്നു എന്ന് മാത്രം. ഇങ്ങനെ എല്ലാ സാധനങ്ങളും എന്താണ്, ഈ ഒരു കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ കാലത്തും സ്റ്റാറ്റിക് ആയിട്ട് നിൽക്കുന്നതല്ല, എല്ലാ സാധനങ്ങളും ചേഞ്ച് ചെയ്യുന്നതാണെന്നുള്ളതാണ് ഇംപെർമനൻസ് പറയുന്നത്. പെർമനൻ്റ് ആയിട്ടൊന്നുമില്ല, എല്ലാ സാധനങ്ങളും ചേഞ്ച് ചെയ്യും. പിന്നെ വരുന്നതാണ് സഫറിങ് അല്ലെങ്കിൽ ദുഃഖ എന്ന് പറഞ്ഞിട്ടുള്ള എലിമെൻറ്റ്. ദുഃഖം കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് ഇൻഹറൻ്റ് ആയിട്ട് തന്നെ മനുഷ്യ ലൈഫിൻ്റെ അല്ലെങ്കിൽ മനുഷ്യന്മാരുടെ ലൈഫിൻ്റെ പാർട്ടായിട്ട് വരുന്നതാണ് ഈ ദുഃഖം. ദുഃഖം എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഫിസിക്കൽ പെയിൻ മാത്രമല്ല, നമ്മളിപ്പോൾ ഇന്ന് പറയുന്ന ഈ ഒരു എക്സിസ്റ്റൻഷ്യൽ ആൻസൈറ്റി അടക്കമുള്ള എല്ലാ സാധനങ്ങളും നമുക്ക് ഈ ദുഃഖയുടെ എലമെൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാം. ഈവൻ നമുക്കൊരു ഹാപ്പി ആയിട്ടുള്ള മൊമെൻ്റ് ആയിരിക്കും, ആ ഹാപ്പി മൊമെൻ്റ് എൻഡ് ചെയ്യുന്നുള്ള തോന്നൽ വരെ നമുക്കൊരു ദുഃഖമായിരിക്കും. നമ്മളിപ്പോൾ സ്കൂളിൽ നിന്ന് ട്രിപ്പ് പോവാണ്, അല്ലെങ്കിൽ നമ്മൾ കോളേജിൽ നിന്ന് ട്രിപ്പ് പോവാണ്, ഫ്രണ്ട്സിൻ്റെ കൂടെ ട്രിപ്പ് പോവാണെന്ന് എടുത്തോ, 3 ദിവസമാണ് ട്രിപ്പ് പ്ലാൻ ചെയ്തത്. ആൻഡ് രണ്ടാമത്തെ ദിവസം രാത്രി ആകുമ്പോൾ തന്നെ നമുക്കൊരു വിഷമം വരാൻ വേണ്ടി തുടങ്ങും. നാളെ കൊണ്ട് ഇത് തീരുമല്ലോ, ഈ ഹാപ്പി മൊമെന്റ്സ് ഒക്കെ എൻഡ് ചെയ്യാൻ വേണ്ടി പോവുകയാണല്ലോ, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഒരു കോളേജ് ലൈഫൊക്കെ, ഇഷ്ടമില്ലാത്ത കോളേജ് ലൈഫ് അല്ല, ഇഷ്ടമുള്ള കോളേജ് ലൈഫൊക്കെ ആണെങ്കിൽ നമുക്ക് ആ കോളേജ് ലൈഫ് എൻഡ് ചെയ്യാൻ പോകുകയാണല്ലോ എന്ന് ഓർക്കുമ്പോൾ ഒരു സങ്കടം വരും. ആ സങ്കടം എല്ലാം എന്തിൻ്റെ പാർട്ടാണ്, നമ്മുടെ ഈ ഒരു ദുഃഖയുടെ പാർട്ടാണ്. കാരണം ഇഷ്ടമുള്ള സാധനങ്ങൾ, പ്ലഷർ ഉണ്ടാക്കുന്ന സാധനങ്ങളെ വിട്ട് കളയാൻ വേണ്ടി നമുക്ക് തോന്നില്ല, നമ്മൾ ഇതിലോട്ട് ഭയങ്കര അറ്റാച്ച്ഡ് ആയി മാറും. അപ്പോൾ അതെന്താണ്, ദുഃഖയാണ്. മൂന്നാമത്തേതാണ് നമ്മുടെ നോൺ സെൽഫ് അല്ലെങ്കിൽ അനാഥ. അനാഥ കൊണ്ട് പുള്ളി ഉദ്ദേശിച്ചത്, അല്ലെങ്കിൽ നോൺ സെൽഫ് കൊണ്ട് ബുദ്ധിസ്റ്റുകൾ ഉദ്ദേശിക്കുന്നത്
നമുക്ക് പെർമനന്റ് ആയിട്ടുള്ള അൺചേഞ്ചിങ് ആയിട്ടുള്ള ഒരു സോൾ അല്ലെങ്കിൽ സെൽഫ് ഇല്ല. അതായത് നമുക്ക് തീരെ ഒരു സെൽഫ് അല്ലെങ്കിൽ ഐ എന്ന് പറയുന്ന സാധനം ഇല്ല എന്നുള്ളതല്ല. പക്ഷെ ഈ ഐ എന്ന് പറയുന്ന സാധനം അല്ലെങ്കിൽ ഞാൻ എൻ്റെ സെൽഫ് എന്ന് വിശ്വസിക്കുന്നത് എന്തല്ല, കോൺസ്റ്റന്റ് ആയിട്ടുള്ള പെർമനന്റ് ആയിട്ടുള്ള ഒരു സാധനമല്ല. അത് ഒരു ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന മെന്റൽ ആൻഡ് ഫിസിക്കൽ പ്രോസസ്സിന്റെ ഒരു കളക്ഷനാണ്. എൻ്റെ തോട്ട് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഞാൻ എന്ന് പറയുന്നത് എൻ്റെ കുറേ മെമ്മറീസും എൻ്റെ കുറേ തോട്ട്സും എൻ്റെ കുറേ ഐഡിയാസും ഇതെല്ലാം എന്നെ ഞാനാക്കുന്നത്. ഇതൊന്നും എന്തല്ല, കോൺസ്റ്റന്റ് അല്ല. ഇതെല്ലാം ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന മെന്റൽ ആൻഡ് ഫിസിക്കൽ ആയിട്ടുള്ള പ്രോസസ്സാണ്. ഈ മെന്റൽ ആൻഡ് ഫിസിക്കൽ ചേഞ്ചിങ് ആയിട്ടുള്ള മെന്റൽ ആൻഡ് ഫിസിക്കൽ പ്രോസസ്സിനെയാണ് നമ്മൾ 5 അഗ്രിഗേറ്റ്സിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഈ 5 അഗ്രിഗേറ്റ്സ് എന്ന് പറയുമ്പോൾ അതിനെ നമ്മൾ പഞ്ചസ്കന്ധ എന്നും പറയും. ഇതാണ് ബുദ്ധിസ്റ്റ് ഫിലോസഫി സജസ്റ്റ് ചെയ്യുന്ന ഫിസിക്കൽ ആൻഡ് മെന്റൽ ആയിട്ടുള്ള എക്സ്പീരിയൻസ്. ഒന്നാമത്തേതാണ് രൂപ. ഇത് പലപ്പോഴും ക്വസ്റ്റ്യൻസ് ചോദിച്ച് കാണാറുള്ള ഒരു ഏരിയ ആണ്. ഈ പഞ്ച സ്കന്ധയിൽ വരുന്നത് ഒന്നാമത്തേത് രൂപ. രൂപ അല്ലെങ്കിൽ ഫോം കൊണ്ട് ഉദ്ദേശിക്കുന്നത് മെറ്റീരിയൽ ആയിട്ടുള്ള അഗ്രിഗേറ്റ് ആണ്. നമ്മുടെ ഫിസിക്കൽ ആയിട്ടുള്ള ബോഡി, നമ്മുടെ സെൻസറി സിസ്റ്റം, സെൻസറി ഓർഗൻസ്, അതുപോലെ തന്നെ നമ്മൾ ഈ സെൻസറി ഓർഗൻസിലൂടെ പുറത്ത് ഉണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്ന ആ ഒരു മെറ്റീരിയൽ ആയിട്ടുള്ള വേൾഡ്, ഇതൊക്കെയാണ് ഈ ഫോം അല്ലെങ്കിൽ രൂപയുടെ ഉള്ളിൽ വരുന്നത്. രണ്ടാമത്തേതാണ് സെൻസേഷൻ അല്ലെങ്കിൽ വേദന. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഒരു ഫീലിംഗ് ടോൺ ഉണ്ടല്ലോ. നമ്മളൊരു കാര്യം എക്സ്പീരിയൻസ് ചെയ്യുമ്പം നമ്മുടെ മൈൻഡിൽ ഇൻസ്റ്റന്റ് ആയിട്ട് നമ്മൾ അതിനെ കാറ്റഗറൈസ് ചെയ്യുന്നുണ്ടാകും. പ്ലസന്റ് എന്നോ അൺപ്ലസന്റ് എന്നോ ന്യൂട്രൽ എന്നോ പറഞ്ഞിട്ട്. നമ്മളിപ്പോൾ നല്ല ഒരു ബിരിയാണിയുടെ സ്മെല്ലടിക്കുകയാണെങ്കിൽ നമുക്ക് ഭയങ്കര പ്ലസന്റ് എന്നൊരു ഫീൽ വരും പെട്ടെന്ന് തന്നെ. അതേ സ്ഥാനത്ത് നമ്മളൊരു ബാഡ് സ്മെല്ലാണ് എക്സ്പീരിയൻസ് ചെയ്യുന്നതെങ്കിൽ നമുക്കൊരു അൺപ്ലസന്റ് ആയിട്ടുള്ള ഫീലിംഗ് ഉണ്ടാകും. പിന്നെ ചില സ്മെല്ലൊക്കെ അടിക്കുമ്പോൾ നമുക്ക് ഒരു കുഴപ്പമുണ്ടാവില്ല, പ്ലസന്റും ഉണ്ടാവില്ല അൺപ്ലസന്റും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഉണ്ടാകുന്ന ആ ഒരു എക്സ്പീരിയൻസിന്റെ പാർട്ടായിട്ട് വരുന്ന ആ ഒരു ഫീലിംഗ് ആണ് സെൻസേഷൻ അല്ലെങ്കിൽ വേദന. മൂന്നാമത്തെ എലമെന്റ് ആയിട്ട് വരുന്നതാണ് പെർസെപ്ഷൻ അല്ലെങ്കിൽ സംജ്ഞ. സംജ്ഞ അല്ലെങ്കിൽ പെർസെപ്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് റെക്കഗ്നിഷനാണ്. നമ്മളിപ്പോൾ ഒരു കാര്യം കാണുമ്പോൾ ഈ ഒരു സാധനം കണ്ടാൽ ഇതൊരു പെന്നാണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റുന്ന എന്താണ്, നമുക്കൊരു കാര്യം കണ്ട് അതിനെ ലേബിൾ ചെയ്യാൻ വേണ്ടിയിട്ടും ഐഡന്റിഫൈ ചെയ്യാനൊക്കെ പറ്റുന്നുണ്ട്. ആ ഒരു എലമെന്റിനെയാണ് നമ്മൾ പെർസെപ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പെർസെപ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് ഇപ്പം കിട്ടുന്ന ഒരു കറണ്ട് സെൻസറി ഇൻപുട്ടിനെ നമ്മൾ പലപ്പോഴും നമ്മുടെ പാസ്റ്റ് മെമ്മറി ആയിട്ട് ലിങ്ക് ചെയ്യുന്നതായിരിക്കും. അതാണ് നമ്മുടെ പെർസെപ്ഷൻ. പെർസെപ്ഷന് ശേഷം നാലാമത് വരുന്നതാണ് മെന്റൽ ഫോർമേഷൻ. മെന്റൽ ഫോർമേഷൻ അല്ലെങ്കിൽ സംസ്കാര അല്ലെങ്കിൽ സങ്കര എന്നൊക്കെ പറയും. ഇത് എന്താന്ന് വെച്ചാൽ നമ്മുടെ ഒരു വിൽഫുൾ ആയിട്ടുള്ള ഒരു അല്ലെങ്കിൽ ഒരു കാർമിക് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ഉണ്ടാവും മൈൻഡിന്റെ. ഇപ്പൊ നമ്മുടെ ഹാബിറ്റ്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ പ്രെജുഡിസ് ആയിക്കോട്ടെ, ഡിസയേഴ്സ്, ഡിസിഷൻസ്. ഇപ്പൊ നമ്മളൊരു സൗണ്ട് കേൾക്കുകയാണ് പുറത്തുനിന്ന്, അപ്പൊ അതെന്താന്ന് നമ്മളിങ്ങനെ ശ്രദ്ധിക്കുകയാണെങ്കിൽ അത് നമ്മുടെ വില്ലാണ്. നമുക്കറിയാനുള്ള ഒരു ആഗ്രഹത്തിന് പുറത്ത് വരുന്നൊരു കാര്യമാണ്. നമുക്കിങ്ങനെ എന്തെങ്കിലും ഒരു ഒച്ച കേട്ടാൽ തന്നെ അപ്പോൾ ഭയങ്കര ദേഷ്യം വരുന്ന ഒരാളാണ് അല്ലെങ്കിൽ അനോയിഡ് ആയിട്ട് ഫീൽ ചെയ്യുന്നതാണെങ്കിൽ അത് നമ്മുടെ ഒരു ഹാബിറ്റാണ്. അപ്പൊ ഇങ്ങനത്തെ എലമെന്റ്സ് ഒക്കെയാണ് നമ്മുടെ മെന്റൽ ഫോർമേഷൻ അല്ലെങ്കിൽ ശങ്കരയുടെ അകത്ത് വരുന്നത്. അഞ്ചാമത്തേതാണ് നമ്മുടെ കോൺഷ്യസ്നെസ് അല്ലെങ്കിൽ വിചിനന. ഈ എലമെന്റ് വരുന്നത് കോൺഷ്യസ്നെസ് എന്ന് പറയുമ്പം നമുക്കറിയാം നമ്മളൊരു കാര്യം ഒബ്സർവ് ചെയ്യുന്നുണ്ട്, നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. ആ ഞാൻ അറിയുന്നു എന്നതിൻ്റെ ആ ഒരു അവയർനെസ്സിന്റെ ബേസ്, ആ ഒരു ബേസ് അവയർനെസ്സിനെയാണ് നമ്മൾ കോൺഷ്യസ്നെസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം നമ്മളിപ്പോൾ ഒരു സാധനം കാണുമ്പോൾ ഇത് പെന്നാണെന്ന് റെക്കഗ്നൈസ് ചെയ്യുന്നത് പെർസെപ്ഷൻ ആണ്. ഇതിനോട് നിങ്ങൾക്ക് ഒരു ഇഷ്ടക്കേടൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അത് സെൻസേഷൻ ആണ്. പക്ഷേ ഇതെല്ലാം നിങ്ങളുടെ ഉള്ളിൽ നടക്കുന്നുണ്ട് എന്ന നിങ്ങളുടെ അവയർനെസ് ഉണ്ടല്ലോ, ആ അവയർനെസ്സിനെയാണ് നമ്മൾ കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടുത്തെ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പല സഫറിങ്ങും ഉണ്ടാവുന്നത് നമ്മൾ ഈ 5 ചേഞ്ചിങ് ആയിട്ടുള്ള അഗ്രിഗേറ്റ്സ് വഴി ക്രിയേറ്റ് ആകുന്ന നമ്മുടെ സെൽഫ് എന്ന ഒരു പെർസെപ്ഷന്, ഇതാണ് ഞാൻ, ഇതെന്റെയാണ് എന്നൊക്കെയുള്ള ആ പെർസെപ്ഷൻസിനെ അല്ലെങ്കിൽ ആ ഐഡിയാസിനെ നമ്മൾ ഹോൾഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നതാണ് നമ്മുടെ സഫറിങ്ങിന് കാരണം എന്നുള്ളതാണ് ബുദ്ധിസം പറയുന്നത്. അപ്പൊ 5 അഗ്രിഗേറ്റ്സ് ആയിട്ട് നമുക്ക് വരുന്നത് ഫോം വരുന്നുണ്ട്, സെൻസേഷൻ വരുന്നുണ്ട്, പെർസെപ്ഷൻ വരുന്നുണ്ട്, മെന്റൽ ഫോർമേഷൻ വരുന്നുണ്ട്, ആൻഡ് കോൺഷ്യസ്നെസ് വരുന്നുണ്ട്. ഇതൊക്കെയാണ് ഞാൻ എന്ന് വിചാരിക്കുന്നത്, എന്ന് തെറ്റായിട്ട് ചിന്തിക്കുന്നതാണ് നമ്മുടെ സഫറിങ്ങിന്റെ റൂട്ട് കോസ് ആയിട്ട് വരുന്നത്. പിന്നെ നമുക്ക് വരുന്നത് സൈക്കിൾ ഓഫ് സംസാരമാണ്. നേരത്തെ പറഞ്ഞ പോലെ ബുദ്ധിസം പറയുന്ന അനുസരിച്ചിട്ട് നമ്മുടെ ഒരു പ്രശ്നം, നമ്മൾ ജനിക്കുന്നു, അതിനുശേഷം കുറേ എന്തിലൊക്കെയോ കടന്നു പോകുന്നു, കുറേ ചീത്ത കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നു, നല്ല കാര്യങ്ങൾ ചെയ്യുന്നു, അതിൻ്റെയൊക്കെ ഫലമായിട്ട് നമ്മൾ വീണ്ടും വേറൊരു ടൈമിൽ വീണ്ടും ജനിക്കും. എഗെയിൻ നമ്മൾ ഈ പ്രോസസ്സ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടേ പോകും എന്നുള്ളതാണ് ഈ സംസാരം. സംസാര എന്നുള്ള വേർഡ് വരുന്നത് സംസ്കൃതത്തിൽ നിന്നാണ്. അതിന്റെ മീനിങ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് വാണ്ടറിങ് അല്ലെങ്കിൽ സൈക്കിൾ ഓഫ് റീബർത്ത് എന്നുള്ളതാണ്.
അപ്പോൾ നമ്മൾ ഈ ഒരു ബർത്ത്, ഡെത്ത്, റീബർത്ത് എന്ന് പറഞ്ഞിട്ടുള്ള എൻലെസ് ആയിട്ടുള്ള സൈക്കിളിനെ വിളിക്കുന്ന ഒരു പേരാണ് സംസാരം. അപ്പോൾ സംസാരയുടെ കേസിൽ ബുദ്ധിസം പറയുന്ന അനുസരിച്ചിട്ട് നമ്മൾ ആദ്യം ജനിക്കും, കുറെ കാലം സഫർ ചെയ്യും, അതിനുശേഷം നമുക്ക് പ്രായമാകും, അങ്ങനെ നമ്മൾ മരിച്ചു പോകും, വീണ്ടും നമ്മൾ ജനിക്കും. അപ്പൊ നമ്മൾ ജനിക്കുന്ന സമയത്ത് ഈ ഒരു ലൈഫ് ടൈമിൽ നമ്മുടെ കർമ്മയുടെ ഫലമായിട്ട് നമ്മൾ വേറൊരു ഫോമിലായിരിക്കാം അടുത്ത പ്രാവശ്യം നമ്മൾ ജനിക്കുന്നത്. ആൻഡ് നമ്മൾ ഈ ഒരു സംസാരയിൽ ഇങ്ങനെ നിന്നു പോകാൻ, അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു സൈക്കിള് ബ്രേക്ക് ചെയ്യാൻ പറ്റാത്തതിന്റെ റീസൺ എന്ന് പറയുന്നത് നമ്മുടെ 3 റീസൺസ് ആണ് പറയുന്നത്. ഒന്ന് നമ്മുടെ ഇഗ്നോറൻസ് ആണ്. ഇഗ്നോറൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അവിദ്യ. നമുക്ക് നമ്മുടെ നേച്ചർ എന്താണ്, നമ്മൾ എന്ന് പറഞ്ഞ ഒരു പെർമനന്റ് സെൽഫ് ഇല്ല, അല്ലെങ്കിൽ വേൾഡിലുള്ള സാധനങ്ങളൊന്നും പെർമനന്റ് അല്ല, അങ്ങനത്തെ അണ്ടർസ്റ്റാൻഡിംഗ് ഒന്നും ഇല്ലാത്തതാണ് ഈ അവിദ്യ. രണ്ടാമത്തെ ക്രേവിങ്, അല്ലെങ്കിൽ നമ്മൾ തൻഹ എന്ന് പറയും. നമുക്ക് ഈ പ്ലസന്റ് ആയിട്ടുള്ള സാധനങ്ങൾ വീണ്ടും വീണ്ടും വേണം എന്നുള്ള ഒരു ആഗ്രഹം, അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് തൻഹയുടെ പാർട്ടായിട്ട് വരിക. മൂന്നാമത്തതാണ് അറ്റാച്ച്മെന്റ്. ഈ എലമെന്റ്സ് ഒക്കെയാണ് നമ്മൾ ഈ ഒരു സംസാരയിൽ ഈ ജനിക്കുക, വീണ്ടും മരിക്കുക, വീണ്ടും ജനിക്കുക എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സൈക്കിളിൽ പിടിച്ചിടുന്നത് എന്നുള്ളതാണ് ബുദ്ധിസത്തിന്റെ സൈക്കിൾ ഓഫ് സംസാര പറയുന്നത്. അതുപോലെ ബുദ്ധിസത്തിന്റെ ഉള്ളിൽ ഒരു സോഷ്യൽ ഓർഡർ ഉണ്ട്. സോഷ്യൽ ഓർഡർ എന്നുകൊണ്ട് ഇവർ ഉദ്ദേശിക്കുന്നത് നമുക്കൊരു ഒരു സ്ട്രക്ചർ ഉണ്ടാവുമല്ലോ, അവരുടെ കമ്മ്യൂണിറ്റിയുടെ ഒരു സ്ട്രക്ചർ. ഈ ബുദ്ധിസത്തിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് ഉണ്ടായിരുന്ന ബ്രാഹ്മണിക് കൾച്ചറൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ ബുദ്ധിസ്റ്റ് കൾച്ചറിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ അവർക്ക് ഇൻഹെറിറ്റഡ് ആയിട്ടുള്ള ഒരു ഹയറാർക്കി സിസ്റ്റം ഇല്ല. ഇപ്പൊ ബ്രാഹ്മണിക് സിസ്റ്റത്തിലൊക്കെ വരികയാണെങ്കിൽ നമ്മൾ ജാതി ബേസ് ചെയ്തിട്ടുള്ള ഒരു സിസ്റ്റം ഒക്കെ ഉണ്ടല്ലോ, അതൊന്നും ബുദ്ധിസത്തില്ല. ബുദ്ധിസം പറയുന്ന അനുസരിച്ചിട്ട് ഭയങ്കര ഇൻക്ലൂസീവ് ആണ്. അവരുടെ കാസ്റ്റ് കുഴപ്പമില്ല, സോഷ്യൽ സ്റ്റാറ്റസ് കുഴപ്പമില്ല, ജെൻഡർ കുഴപ്പമില്ല, ആരായാലും നിങ്ങൾ കുഴപ്പമില്ല, നിങ്ങളുടെ ആക്ഷൻസിനനുസരിച്ചിട്ടൊക്കെയാണ് നിങ്ങളുടെ ആ ഒരു ഹയറാർക്കി ക്രിയേറ്റ് ആവുള്ളൂ എന്ന രീതിയിലാണ് ബുദ്ധിസം ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അല്ലാതെ ബൈ ബർത്ത് നമുക്കൊരു ഹയറാർക്കി ഒന്നും ഇല്ല. അപ്പോൾ ബുദ്ധിസ്റ്റ് സോഷ്യൽ ഓർഡറിൽ ഒരു ടീമാണ് നമ്മുടെ സംഘ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ ഒരു മൊണാസ്റ്റിക് ഓർഡർ, അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി എന്ന് പറയുമ്പം ബുദ്ധിസം വിശ്വസിക്കുന്ന, അതിൻ്റെ കാര്യങ്ങൾ ഫോളോ ചെയ്യുന്ന, അതിനു വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്ന, ബുദ്ധയുടെ ടീച്ചിങ് സ്പ്രെഡ് ചെയ്യുന്ന ആൾക്കാരെല്ലാം കൂടെ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് ഈ സംഘ എന്ന് പറയുന്നത്. പിന്നെയുള്ള എലമെന്റ്സ് ആണ് ഭിക്ഷൂസ് അല്ലെങ്കിൽ ഭിക്കൂസ്. ഭിക്കൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ മോങ്സ് അല്ലെങ്കിൽ സന്യാസിമാർ പോലെ ഉണ്ടാവില്ല, ബുദ്ധ സന്യാസിമാർ. അപ്പൊ ഇവര് ഈ മിഡിൽ പാത്ത് ഫോളോ ചെയ്തിട്ട് എക്സ്ട്രീം സിംപ്ലിസിറ്റിയിലായിരിക്കും അവർ ജീവിക്കുന്നുണ്ടാകുക. അവരെ സംബന്ധിച്ച് അവർ ഫുഡിന് വരെ ആൾക്കാരുടെ അടുത്ത് ബെഗ് ചെയ്തിട്ടായിരിക്കും ഫുഡ് കഴിക്കുന്നത്. പിണ്ടപാത എന്നാണ് അതിന് പറയാം. അപ്പോൾ ഇവർ ഭയങ്കര ഹമ്പിൾ ആയിട്ടായിരിക്കും റിമൈൻ ചെയ്യുന്നത്, കമ്മ്യൂണിറ്റിയിൽ ഭയങ്കര കണക്റ്റഡ് ആയിട്ടായിരിക്കും പോകുന്നത്. ഇതിനെയാണ് നമ്മൾ ഈ ഭിക്ഷു അല്ലെങ്കിൽ ഭിക്കു എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ നേരത്തെ പറഞ്ഞതുപോലെ വുമണിനെയും അലൗഡ് ആണ് ഈ ഒരു ബുദ്ധിസത്തിലുള്ളിൽ. അപ്പൊ ഈ ബുദ്ധിസത്തിലെ വുമൺ ആയിട്ടുള്ള നൺസിനെയാണ് നമ്മൾ ഭിക്ഷുണീസ് എന്നല്ലെങ്കിൽ ഭിക്കുണീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവരെ സംബന്ധിച്ച് ഈ ഓർഡിനേറ്റഡ് ആയിട്ടുള്ള വുമൺ ആണ് നമ്മുടെ ഭിക്കുണീസ് ആയിട്ട് വരുന്നത്. ആൻഡ് അവർ ക്രിയേറ്റ് ചെയ്യുന്നതാണ് ഈ ഭിക്കുണി സംഘം. ഇവർ വുമൺ ആയിട്ടുള്ള ബുദ്ധിസ്റ്റ് സന്യാസിമാർ ചേരുന്നതാണ് ഭിക്കുണി സംഘ. പിന്നെ വരുന്നതാണ് ഉപസകാസു ഉപസികാസു. ഇതാണ് ലേ പീപ്പിൾ. അതായത് ഇവര് ഒരു ഫുൾ ടൈം ആയിട്ടുള്ള ഒരു മോങ് ആയിട്ടൊന്നും മാറിയിട്ടുണ്ടാവില്ല, പക്ഷേ ഇവര് ബുദ്ധയുടെ 5 പെർസെപ്റ്റ്സ് ഫോളോ ചെയ്യുന്നുണ്ടാകും. അതുപോലെ തന്നെ ഈ നമ്മുടെ ബുദ്ധിസ്റ്റ് സന്യാസിമാർ മോങ്സിന് വേണ്ടിയിട്ടുള്ള 4 നെസസിറ്റീസ്, പ്രത്യേകിച്ച് ഫുഡ്, ക്ലോത്തിങ്, ഷെൽട്ടർ, മെഡിസിൻ, ഈ 4 നെസസിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്ന ആൾക്കാരാണ് ഈ ലൈ പീപ്പിൾ. തിരിച്ച് ഇവർക്ക് മോങ്സിന്റെ കയ്യിൽ നിന്ന് സ്പിരിച്വൽ ഗൈഡൻസും അതുപോലെ തന്നെ എഡ്യൂക്കേഷനും കിട്ടും. 5ാമത്തെ എലമെന്റ് ആയിട്ട് വരുന്നതാണ് ഈ പിൽഗ്രിംസ്. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബുദ്ധിസ്റ്റുകൾ ട്രാവൽ ചെയ്യുന്ന ഒരു സർക്യൂട്ട് ഉണ്ടാകും, അല്ലെങ്കിൽ 4 ഹോളി സൈറ്റ്സ് എന്ന് പറയാം. ബുദ്ധയുടെ ലൈഫുമായിട്ട് റിലേറ്റഡ് ആയിട്ട് കിടക്കുന്ന 4 പ്ലേസസ് ആണ് ഇത് വരുന്നത്. ലുംബിനി നമുക്കറിയാം, അവിടെയാണ് നമ്മുടെ ബുദ്ധ ജനിക്കുന്നത്. ആൻഡ് ബോധ്ഗയയിൽ വെച്ചിട്ടാണ് പുള്ളിക്ക് എൻലൈറ്റ്മെന്റ് ഉണ്ടാകുന്നത്. സർനാഥ് വരുന്നത് പുള്ളി ആദ്യം പുള്ളിയുടെ ക്ലാസ് ഒക്കെ പോലെ ഇവരെല്ലാവരും കൂടെ ഇങ്ങനെ ഇരുന്ന് ക്ലാസ് ഒക്കെ എടുക്കുമല്ലോ, അങ്ങനത്തെ സെറ്റപ്പ് ഒക്കെ നടന്ന ഒരു സ്ഥലമാണ് ഈ സർനാഥ്. പിന്നെ വരുന്നതാണ് കുസിനര. അവിടെ വെച്ചിട്ടാണ് പുള്ളിക്ക് മഹാപരിനിർവാണ എക്സ്പീരിയൻസ് ചെയ്യുന്നത്, നമ്മുടെ ബുദ്ധ മരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ജേർണി വഴി അവർക്ക് ഈ മെഡിറ്റേഷൻ ആക്റ്റീവ് ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ സ്പിരിച്വൽ ആൻഡ് ഗ്രോത്തിന് വേണ്ടിയിട്ടൊക്കെ ഇങ്ങനെ ഒരു ട്രാവലൊക്കെ അവർ ചെയ്യാറുണ്ട്. പിന്നെ നമ്മുടെ ബുദ്ധിസത്തിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എലമെന്റ്സ് ആണ് ഈ 4 നോബിൾ ട്രൂത്ത്സ്. ഈ
4 നോബൽ ട്രൂത്ത്സ് എന്ന് പറയുമ്പം ഈ നോബൽ ട്രൂത്ത്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ട്രൂത്ത്സ് അല്ല നോബിൾ. അതായത് ഈ ട്രൂത്ത്സ് അല്ല നോബിൾ, പക്ഷേ ഈ ട്രൂത്ത്സ് ഐഡന്റിഫൈ ചെയ്ത ആൾക്കാർ നോബിളാണ്. അവര് നോബിൾ ആയിട്ടുള്ള ആൾക്കാർ ഐഡന്റിഫൈ ചെയ്തതായതുകൊണ്ടാണ് ഇതിനെ നമ്മൾ നോബൽ ട്രൂത്ത്സ് എന്ന് പറയുന്നത്. ഒന്നാമതാണ് നമ്മൾ ഡയഗ്നോസിസ് എന്ന് പറയും. ഡയഗ്നോസിസ് എന്ന് പറയുമ്പോൾ എന്താണ് സഫറിങ്, ആ ഒരു സഫറിങ്ങിന്റെ കാര്യം അല്ലെങ്കിൽ അതിന്റെ ഒരു എന്താണ് സഫറിങ് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യുന്നതാണ് ഒന്നാമത്തെ നോബൽ ട്രൂത്ത്. അപ്പം അതിനെ നമ്മൾ ദുഃഖ എന്ന് പറയും. ഈ ദുഃഖ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിസിക്കൽ ആയിട്ടുള്ള പെയിൻ മാത്രമല്ല, നമ്മുടെ ഒരു സാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ള ഒരു ഫീലിംഗ് നമുക്ക് കിട്ടാത്തത് ലൈഫിനെ കൊണ്ട്, അത് തന്നെ എന്താണ് നമ്മുടെ സഫറിങ് അല്ലെങ്കിൽ ദുഃഖമാണ്. ഇതിന്റെ പാർട്ടായിട്ട് നമ്മുടെ ബർത്ത്, ഏജിങ്, ഇൽനെസ്, ഡെത്ത്, അതുപോലെ തന്നെ സൈക്കോളജിക്കലായിട്ട് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഡിസ്ട്രെസ്, നമുക്ക് ഇഷ്ടപ്പെട്ട സാധനത്തിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യപ്പെടുമ്പോൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഡിസ്ട്രെസ്, ഇതൊക്കെ നമുക്ക് എന്താണ് ദുഃഖമാണ്. അതുപോലെ നമുക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം ചെയ്യേണ്ടി വരുമ്പോൾ അതിൽ സ്റ്റക്കായി നിൽക്കുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ, ഇതൊക്കെ ദുഃഖമാണ്. അപ്പൊ ദുഃഖേനെ നമുക്ക് 3 തരത്തിൽ ഡിവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ഒന്നാമത്തേതാണ് ദുഃഖ എന്ന് വെച്ച് കഴിഞ്ഞാൽ സഫറിങ് ഓഫ് സഫറിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സാധാരണ ഓർഡിനറി ആയിട്ടുള്ള പെയിൻ. സാധാരണ പെയിൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫിസിക്കൽ ഇഞ്ചുറി ആയിക്കോട്ടെ, നമ്മുടെ ഇൽനെസ്, പ്രായമാകുന്നത്, ഡയറക്റ്റ് ആയിട്ടുള്ള ഇമോഷണൽ ഗ്രീഫ്, സാഡ്നെസ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് ദുഃഖ. അതേ സ്ഥാനത്ത് വിപരിണാമ ദുഃഖ എന്ന് പറയുമ്പോൾ സഫറിങ് ഓഫ് ഓൾട്ടറേഷൻ. ഇത് ക്രിയേറ്റ് ആവാനുള്ള കാരണം ഇംപെർമനൻസ് ആണ്. അതായത് ഒരു സാധനവും പെർമനന്റ് അല്ല, പ്രത്യേകിച്ച് ഹാപ്പിനെസ്. നമുക്ക് ഇന്ന് ഭയങ്കര നമ്മൾ ഹാപ്പി ആണെങ്കിൽ നമുക്ക് അറിയാം നാളെ ഈ ഒരു ഹാപ്പിനെസ് എൻഡ് ചെയ്യുന്നുള്ളത്. ആ ഒരു തോട്ട് തന്നെ നമുക്കൊരു ഫ്രസ്ട്രേഷൻ അല്ലെങ്കിൽ സാഡ്നെസ് ക്രിയേറ്റ് ചെയ്യും. അതാണ് വിപരിണാമ ദുഃഖം. വിപരിണാമം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചേഞ്ച്. അപ്പോൾ ചേഞ്ച് സംഭവിക്കുമല്ലോ എന്ന് ഓർത്തിട്ട് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന ബുദ്ധിമുട്ടുകളൊക്കെയാണ് വിപരിണാമ ദുഃഖയിൽ വരിക. പിന്നെയുള്ളതാണ് ശങ്കര ദുഃഖ എന്ന് വെച്ച് കഴിഞ്ഞാൽ സഫറിങ് ഓഫ് എക്സിസ്റ്റൻസ്. സിംപ്ലി നമ്മൾ പറയുകയാണെങ്കിൽ നമുക്ക് നമ്മളെന്ന് പറയുന്ന ഒരു പേഴ്സൺ ഈ 5 അഗ്രിഗേറ്റ്സ് മാത്രമാണ്. നമ്മൾ ചേഞ്ചിങ് ആയിട്ടുള്ള പാർട്സ് വെച്ചിട്ടാണ് നമ്മൾ ബിൽഡ് ചെയ്തേക്കുന്നത്. എനിക്ക് ഒരു പെർമനന്റ് ആയിട്ടുള്ള സെൽഫ് ഇല്ല, അല്ലെങ്കിൽ അങ്ങനത്തെയൊക്കെ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടല്ലോ, ആ അണ്ടർസ്റ്റാൻഡിങ്ങിൽ നിന്നൊക്കെ നമുക്ക് ക്രിയേറ്റ് ആവുന്നതാണ് ഈ ഒരു ശങ്കര ദുഃഖ. അങ്ങനെ 3 തരത്തിലുള്ള ദുഃഖമാണ് നമുക്കുള്ളത്. അങ്ങനെ നമ്മൾ കോസ് ഡയഗ്നോസിസ് സംഭവിച്ചു, എന്താണ് നമ്മുടെ ഈ ഒരു ദുഃഖ എന്നുള്ളത് നമുക്ക് ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടി പറ്റി. അതിനുശേഷം നമുക്ക് പറയേണ്ടത് എവിടെ നിന്നാണ് ഇത് സംഭവിക്കുന്നത്, അതിൻ്റെ എറ്റിയോളജി അല്ലെങ്കിൽ കോസ് എന്താണ്. അതാണ് ഈ സമുദായ എന്ന് പറഞ്ഞിട്ടുള്ള എലമെന്റ്. അപ്പൊ നമുക്ക് ഈ കോസ് ആയിട്ട് മനസ്സിലായിട്ടുള്ള ഒരെണ്ണാണ് തൻഹയുടെ ഡയറക്റ്റ് മീനിങ് തേഴ്സ്റ്റ് എന്നുള്ളതാണ്. ഉദ്ദേശിക്കുന്നത് നമ്മുടെ ക്രേവിങ്സ് ആണ്. നമുക്ക് പ്ലഷർ തരുന്ന സാധനങ്ങളോട് നമുക്ക് ഭയങ്കരമായിട്ട് ഇനി വേണം എന്നൊരു തോന്നലൊക്കെ ഉണ്ടാവും. അതൊക്കെ എന്താണ് തൻഹയാണ്. അതുപോലെ നമുക്ക് അങ്ങനത്തെ സാധനങ്ങളോട് ഒരു അറ്റാച്ച്മെന്റ് ഫീൽ ചെയ്യും. ഇതൊക്കെ എന്താണ് നമ്മുടെ ദുഃഖയുടെ ഒറിജിനാണ്. നമുക്ക് സെൻഷ്വൽ ആയിട്ടുള്ള ഒരു പ്ലഷർ തരുന്ന അല്ലെങ്കിൽ നമ്മുടെ ഒരു എക്സിസ്റ്റൻസ് പെർമനന്റ് ആണെന്ന് ഫീൽ ചെയ്യിക്കുന്ന എന്തൊരു സാധനം കിട്ടിയാലും അതിനെ ഗ്രാബ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു ടെൻഡൻസി ഉണ്ടാകും. ആ ഒരു മിസ്റ്റേക്കനായിട്ടുള്ള ബിലീഫ് നമുക്ക് ഒരു 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 കുറച്ച് കാലത്തേക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ തരും. പക്ഷെ അതെന്തല്ല, കറക്റ്റ് അല്ല. ആ ഒരു സാധനമൊക്കെ എന്താണ് നമ്മുടെ ഒരു സഫറിങ്ങിന്റെ കോസാണ്. അപ്പോൾ സഫറിങ് പലപ്പോഴും നമ്മൾ ഇംപെർമനന്റ് ആയിട്ടുള്ള സാധനങ്ങളെ പെർമനന്റ് ആയിട്ട് കാണുന്നത് കൊണ്ടാണ്. അതുപോലെ തന്നെ സെൽഫ് അല്ലാത്ത സാധനങ്ങളെ നമ്മൾ ഫിക്സ്ഡ് ആയിട്ടുള്ള സെൽഫ്, നമ്മൾ ഈ 5 അഗ്രിഗേറ്റ്സിനെ നോക്കിയിട്ട് ഇതാണ് എൻ്റെ എന്നുള്ള ആ തോന്നലുകളാണ് നമുക്ക് സഫറിങ് കോസ് ചെയ്യുന്നത്. ആൻഡ് ഇതിൻ്റെയൊക്കെ ഒരു പ്രധാനപ്പെട്ട റീസൺ എന്താണ്? ഇഗ്നോറൻസ്, അല്ലെങ്കിൽ നമുക്ക് അറിവില്ലായ്മ, കാര്യങ്ങൾ അണ്ടർസ്റ്റാൻഡ്, ഈ ഒരു എക്സാക്ട് ആയിട്ടുള്ള ട്രൂത്ത് എന്താണെന്നുള്ള യൂണിവേഴ്സിനെ പറ്റിയിട്ട് നമ്മളെ പറ്റിയിട്ടുള്ള ഒരു പ്രോപ്പർ അണ്ടർസ്റ്റാൻഡിങ് ഇല്ലാത്തതാണ്. ഇഗ്നോറൻസ് ആണ് മറ്റൊരു റീസൺ ആയിട്ട് വരുന്നത്. അപ്പം നമുക്ക് തൻഹയുടെ കേസിൽ പറഞ്ഞു. അപ്പൊ തൻഹ 3 തരത്തിലുള്ള തൻഹയുണ്ട്. ഒന്നാമത്തതാണ് കാമതൻഹ എന്ന് വെച്ച് കഴിഞ്ഞാൽ സെൻഷ്വൽ ആയിട്ടുള്ള പ്ലഷറിന് വേണ്ടിയിട്ട് നമ്മുടെ 5 സെൻസസിൽ കൂടെ കിട്ടുന്ന പ്ലഷറിന് വേണ്ടിയിട്ടുള്ളതാണ് ഈ കാമതൻഹ. നമുക്ക് ഭയങ്കര നല്ല ഫുഡ് കഴിക്കാൻ വേണ്ടി തോന്നുന്നത്, അതുപോലെ തന്നെ ഫിസിക്കൽ കംഫോർട്ടിന് വേണ്ടിയിട്ട്, അതുപോലെ നമുക്ക് എന്റർടൈൻമെന്റിന് വേണ്ടിയിട്ടുള്ള ആഗ്രഹങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെയാണ് കാമതൻഹ എന്ന് പറയുന്നത്. രണ്ടാമത്തെ ടൈപ്പാണ് ഈ ഭാവതൻഹ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിക്കമിങ്ങിനോടുള്ള ക്രേവിംഗ് ആണ്. അതായത് നമ്മുടെ അംബീഷൻസ് ഉണ്ടാവുമല്ലോ, നമ്മുടെ ഡ്രൈവ്സ്, ഒരു പേഴ്സൺ ആയിത്തീരുക. എനിക്കിപ്പം ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആണോ, അല്ലെങ്കിൽ എനിക്ക് ഇന്ന ആളാകണം, അല്ലെങ്കിൽ എനിക്കൊരു സർട്ടൈൻ സ്റ്റാറ്റസ്, എനിക്കൊരു അപ്പർ മിഡിൽ ക്ലാസ്സിലോട്ട് അല്ലെങ്കിൽ എനിക്ക് അപ്പർ ക്ലാസ്സിലോട്ട് എത്തിച്ചാൽ അങ്ങനെ എനിക്കൊരു സ്റ്റാറ്റസ് വേണം, അല്ലെങ്കിൽ എനിക്ക് ഇന്ന ഒരു പേഴ്സൺ ആവണം, ഇന്ത്യ അറിയപ്പെടുന്ന ഒരു റിസർച്ചർ ആവണം. അങ്ങനത്തെയൊക്കെ നമ്മുടെ കുറേ ആഗ്രഹങ്ങളും കാര്യങ്ങളൊക്കെയാണ്
നമ്മുടെ ഒരു ഐഡന്റിറ്റിക്ക് വേണ്ടിയിട്ടുള്ള ഫെയിം, പവർ, ഫോർ എവർ ആയിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ആഗ്രഹം, ഇതൊക്കെയാണ് നമ്മുടെ ഭാവതൻഹയുടെ ഉള്ളിൽ വരിക. പിന്നെയുള്ളതാണ് വിഭാവ തൻഹ, അതായത് ക്രേവിങ് ഫോർ നോൺ ബിക്കമിങ്. നോൺ ബിക്കമിങ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ബിക്കമിങ്ങിന്റെ നേരെ ഓപ്പോസിറ്റ്. മറ്റോടത്ത് നമുക്ക് ഇന്ന ആളാകണം, അങ്ങനെ ആവണം, ഇങ്ങനെ ആവണം, അങ്ങനെ എക്സിസ്റ്റ് ചെയ്യണം, ഇങ്ങനെ എക്സിസ്റ്റ് ചെയ്യണം എന്നൊക്കെ ഉള്ളതാണ് ആഗ്രഹമെങ്കിൽ, ഇവിടെ നമുക്ക് ഉണ്ടാകുന്നത് ഈ ലൈഫ് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒന്നും ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും. നമ്മുടെ ആ ഒരു ഐഡന്റിറ്റിയിൽ നിന്നോ അല്ലെങ്കിൽ നമ്മുടെ സിറ്റുവേഷൻസിൽ നിന്നോ എസ്കേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ടെൻഡൻസി ആയിരിക്കും ഇവിടെ ഉണ്ടാവുക. അപ്പോൾ ഇവിടെ നമുക്ക് അവേർഷൻ, അതുപോലെ തന്നെ സെൽഫ് ലോതിങ് ഒക്കെ ആയിരിക്കും ഉണ്ടാവുക. നമുക്ക് ചില സമയത്ത് ഷെയിംഫുൾ ആയിട്ടുള്ള, നമ്മൾ എന്തെങ്കിലും ഒരു പറഞ്ഞ് നാണം കെട്ടാലൊക്കെ അവിടെ നിന്ന് പെട്ടെന്ന് ഡിസപ്പിയർ ആവാൻ വേണ്ടി തോന്നുന്നുണ്ടാകും. ലൈഫ് മടുക്കുമ്പോൾ സൂയിസൈഡ് ചെയ്യാൻ വേണ്ടി തോന്നുന്നുണ്ടാകും. നമ്മുടെ പെയിൻഫുൾ ആയിട്ടുള്ള ഇമോഷൻസിനെയൊക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, നമുക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പോവുകയാണെന്ന് മനസ്സിലായാൽ ആ സിറ്റുവേഷനിൽ നിന്ന് എങ്ങനെയെങ്കിലും പെട്ടെന്ന് അങ്ങോട്ട് മാറാൻ വേണ്ടിയിട്ട് നമുക്കൊരു തോന്നലുണ്ടാകും. അതൊക്കെയാണ് നമ്മുടെ വിഭാവ തൻഹയുടെ ഉള്ളിൽ വരിക. കാമതൻഹയുണ്ട്, ഭാവതൻഹയുണ്ട്, ആൻഡ് വിഭാവ തൻഹയുണ്ട്. ഇതാണ് 3 തരത്തിലുള്ള തൻഹ. തൻഹയോട് റിലേറ്റഡ് ആയിട്ട് വരുന്ന ഒരു കാര്യമാണ് ഈ ചന്ത. ചന്ത എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഇന്റൻഷൻ അല്ലെങ്കിൽ ആസ്പിരേഷൻ ആണ്. അതായത് നമ്മുടെ ഡിസയർ ഉണ്ടാവില്ല, ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ഡിസയർ. ആ ഡിസയർ അല്ലെങ്കിൽ ഇന്റൻഷൻ, ആസ്പിരേഷൻ എന്ന് പറയുന്ന സംഭവം പോസിറ്റീവ് ആകാം, നെഗറ്റീവ് ആകാം, ആൻഡ് ന്യൂട്രൽ ആകാം. അതിലിപ്പോൾ പോസിറ്റീവ് ആണെങ്കിൽ അതിനെ നമ്മൾ കുശല ചന്ത എന്ന് പറയും. കുശല ചന്തയുടെ കേസ് എടുക്കുകയാണെങ്കിൽ നമുക്കൊരു പർപ്പസ്ഫുൾ ആയിട്ടുള്ള ഒരു എനർജി ആയിരിക്കും. അതായത് നമുക്ക് ഗോൾസമായിട്ടുള്ള ഗോൾസ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട്, എൻലൈറ്റ്മെന്റ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഈ ഒരു ഇന്റൻഷൻ, ഗുഡ് ഇന്റൻഷൻ അല്ലെങ്കിൽ കുശല ചന്തയായിട്ട് വരിക. ഇപ്പം നമുക്ക് ഒരു വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എനർജി വേണം. അതായത് നമ്മൾക്കിപ്പം എൻലൈറ്റഡ് ആവണം. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ മോട്ടിവേറ്റഡ് ആണ്. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഫുഡ് ആവശ്യമാണ്. നമുക്ക് മരിച്ചു പോകാൻ വേണ്ടി പറ്റില്ല. അപ്പം നമ്മുടെ ജീവൻ നിലനിർത്താനും കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഭക്ഷണം ആവശ്യമാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി തോന്നുകയാണെങ്കിൽ അത് നമ്മുടെ ചന്ത അല്ലെങ്കിൽ കുശല ചന്തയാണ്. അതേ സ്ഥാനത്ത് നല്ല ടേസ്റ്റ് ആണ് ഫുഡ്, ഒരു മന്തി, ഫുൾ മന്തി എടുത്തിട്ട് അങ്ങോട്ട് കഴിക്കാം, അടിപൊളി ടേസ്റ്റ് ആണല്ലോ, അപ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും എന്ന് വിചാരിച്ചിട്ട് കഴിക്കുകയാണെങ്കിൽ അതെന്താണ്, തൻഹയായിട്ട് മാറും. അതാണ് നമ്മുടെ ഒരു തൻഹ ആൻഡ് ചന്ത ഏരിയയിൽ വരുന്നത്. പിന്നെ ഈ ഒരു എലമെന്റ്സിൽ നമ്മുടെ സഫറിങ്ങിന്റെ കാരണങ്ങളായിട്ട് വരുന്നതിൽ ഒന്നാണ് 3 പോയിസൺസ്, 3 വിഷാസ് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ഈ 3 പോയിസൺസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ അൺവോൾസം ആയിട്ടുള്ള ചീത്ത കർമ്മ ക്രിയേറ്റ് ചെയ്യുന്നത്, അതുപോലെ തന്നെ നമ്മുടെ മെന്റൽ സഫറിങ്ങിന്റെ കാരണമാണ് ഈ 3 പോയിസൺസ്. ഒന്നാമത്തേതാണ് ഇഗ്നോറൻസ് അല്ലെങ്കിൽ ഡെലൂഷൻ എന്ന് പറയും, അവിദ്യ, മോഹ. ഇതുകൊണ്ട് മീൻ ചെയ്യുന്നത് നമുക്ക് അറിയത്തില്ല, അല്ലെങ്കിൽ നമ്മൾ തെറ്റായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാണ് എന്താണ് നേച്ചറിന്റെ റിയാലിറ്റിയുടെ നേച്ചർ എന്താണെന്ന് നമുക്ക് അറിയത്തില്ല, അല്ലെങ്കിൽ നമ്മളത് തെറ്റായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പെർമനന്റ് അല്ലാത്ത സാധനങ്ങൾ നോക്കി അത് പെർമനന്റ് ആണെന്നും നമുക്കൊരു ഫിക്സ്ഡ് ആയിട്ടുള്ള സെൽഫ് ഉണ്ട് എന്നുള്ള തോന്നലൊക്കെ ക്രിയേറ്റ് ആവുന്നുണ്ടെങ്കിൽ അത് ഇഗ്നോറൻസ് അല്ലെങ്കിൽ ഡെലൂഷൻ ആണ്. ഇതെന്ത് ചെയ്യും, നമ്മൾ ഈ നോബിൾ ട്രൂത്ത്സ് കാണാതെ ഇത് പ്രിവെന്റ് ചെയ്യും. ഒരു ഫോഗ് പോലെ ആക്ട് ചെയ്തിട്ട് നമുക്ക് ഈ ഇഗ്നോറൻസ് അല്ലെങ്കിൽ ഡെലൂഷൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ നോബിൾ ട്രൂത്ത്സ് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. ഇതിനെ സിമ്പിൾ ചെയ്യുന്നത് ഒരു പിഗിനെ വെച്ചിട്ടാണ്. പിന്നെ വരുന്നതാണ് നമ്മുടെ ഗ്രീഡ് അല്ലെങ്കിൽ അറ്റാച്ച്മെന്റ്, അതിനെ രാഗ, ലോഭ എന്ന് പറയും. ഇതാണ് നമുക്ക് പ്ലഷറബിൾ ആയിട്ടുള്ള സാധനങ്ങൾ ചെയ്യാൻ വേണ്ടി നമ്മളെ പുള്ള് ചെയ്യുന്നത്. ഇങ്ങനെ വലിച്ചുകൊണ്ടിരിക്കുന്ന സാധനം നമ്മുടെ ഗ്രീഡ് ആൻഡ് അറ്റാച്ച്മെന്റ് ആണ്. എനിക്കത് വേണം, ഐ വാണ്ട്, എനിക്കത് വേണം, എനിക്കിത് വേണം, എനിക്ക് അങ്ങനെ വേണം, ആ ഒരു തോന്നലാണ് നമ്മുടെ ഗ്രീഡ് ആൻഡ് അറ്റാച്ച്മെന്റ്. ഇതാണ് നമ്മുടെ ലസ്റ്റ്, പാഷൻ, സാധനങ്ങളെ ലെറ്റ് ഗോ ചെയ്യാനുള്ള ഇന്നബിലിറ്റി ഒക്കെ ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ഇതിനെ സിമ്പിൾ ചെയ്യുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റൂസ്റ്റർ ആണ്. മൂന്നാമത്തേതാണ് ഹേട്രഡ് ആൻഡ് അവേർഷൻ, നമ്മൾ ദ്വേഷ എന്ന് പറയും, വിദ്വേഷ എന്ന് പറയില്ല, അതിൻ്റെ ദ്വേഷം. അപ്പോൾ ഈ ഹേട്രഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളെ പുഷവേ ചെയ്യുന്ന സാധനങ്ങളാണ്. മറ്റേ സാധനം പുള്ള് ചെയ്യുവാണെങ്കിൽ ഇത് നമ്മളെ പുഷവേ ചെയ്യുന്നതാണ്. നമ്മൾ അൺപ്ലസന്റ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ നിന്ന് നമ്മൾ പുഷവേ ചെയ്യുന്ന ആ ഫീലിംഗ് ആണ് നമ്മുടെ അവേർഷൻ എന്ന് പറയുന്നത്. എനിക്ക് വേണ്ട, എനിക്ക് സങ്കടപ്പെടണ്ട, എനിക്ക് ബുദ്ധിമുട്ട് വേണ്ട, എനിക്ക് കഷ്ടപ്പാട് വേണ്ട, അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇത് മാനിഫെസ്റ്റ് ചെയ്യാൻ നമ്മുടെ ആങ്കർ ആയിട്ട്, അഗ്രഷൻ ആയിട്ട്, റിസെന്റ്മെന്റ് ആയിട്ട്, അതുപോലെ തന്നെ ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ള സാധനങ്ങൾ നശിപ്പിക്കാനായിട്ടുള്ള ആ ഒരു തോന്നലൊക്കെ ആയിട്ടാണ് നമുക്ക് വരിക. പിന്നെ ഉള്ളതാണ് അതിൻ്റെ ഒരു സിമ്പിളായിട്ട് വരുന്നതാണ് ഈ സ്നേക്ക്. ഈ 3 എണ്ണമാണ് നമ്മുടെ ഈ ഒരു 3 പോയിസൺസ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. അറ്റാച്ച്മെന്റ് ഉണ്ട്, അവേർഷൻ ഉണ്ട്, ഇഗ്നോറൻസ് ഉണ്ട്.
പിന്നെ നമ്മുടെ മൂന്നാമത്തെ നോബിൾ ട്രൂത്ത് ആയിട്ട് വരുന്നത്, ഇതിനൊരു പ്രോഗ്നോസിസ് അല്ലെങ്കിൽ ചേഞ്ച് പോസിബിൾ ആണ്. നമുക്ക് എന്ത് മനസ്സിലായി? സഫറിങ് ഉണ്ട്, സഫറിങ്ങിന്റെ കാരണവും മനസ്സിലായി, സഫറിങ് എൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും, ഒരു പ്രോഗ്നോസിസ് പോസിബിൾ ആണ് എന്ന ഐഡിയ ആണ് നമ്മുടെ നിരോധ. അതാണ് നമ്മുടെ മൂന്നാമത്തെ നോബിൾ ട്രൂത്ത്. അപ്പോൾ ഈ ഒരു നിരോധ പറയുന്നത് അനുസരിച്ചിട്ട് നമ്മൾ സഫറിങ് അവസാനിപ്പിച്ച് ലിബറേഷൻ വരെ എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ക്രേവിങ്സ് എക്സ്റ്റിങ്ക്യൂഷ് ചെയ്യുന്ന സമയത്താണ്, ക്രേവിങ്സിനെ ഇല്ലാണ്ടാക്കുന്ന സമയത്താണ് നമുക്ക് ഈ ഒരു സഫറിങ് എൻഡ് ചെയ്തിട്ട് ലിബറേഷൻ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി പറ്റുക. അപ്പൊ ഇതെന്ന് പറയുമ്പോൾ നമ്മൾ മറ്റുള്ളവരെ ഫോഴ്സ് ചെയ്ത് ഉണ്ടാക്കേണ്ട ഒരു ബിലീഫ് അല്ല, ഇതൊരു കൊഗ്നിറ്റീവ് റിയലൈസേഷൻ ആണ്. അതായത് നമുക്ക് സ്വന്തമായിട്ട് ഇൻസൈറ്റ് ഉണ്ടാക്കാൻ വേണ്ടി എനിക്ക് ഇന്ന് ഇൻസൈറ്റ് വേണം എന്ന് വിചാരിച്ച് എനിക്ക് ഒറ്റയ്ക്ക് ഇന്ന് കുത്തിയിരുന്നിട്ട് ഇൻസൈറ്റ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റില്ല. ഇൻസൈറ്റ് ഉണ്ടാവുന്നത് നാച്ചുറലി സംഭവിക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ ഡീപ്പ് റിഫ്ലക്ഷനും ഈ ഒരു നേച്ചറിനെ പറ്റിയിട്ടൊക്കെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന സമയത്ത്, നമ്മുടെ ഡിസൈഴ്സിനെ പറ്റിയിട്ട്, നമ്മളെ പറ്റിയിട്ട്, മറ്റുള്ള സാധനങ്ങളെ പറ്റിയിട്ട് ഇതിനൊക്കെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് ഡെവലപ്പ് ചെയ്യേണ്ട ഒരു സാധനമാണ് ഇൻസൈറ്റ്. അപ്പം അങ്ങനെ ഒരു ഇൻസൈറ്റ് ഉണ്ടായി നമ്മുടെ ക്രേവിങ്സിനെയൊക്കെ നമുക്ക് എക്സ്റ്റിങ്ക്വിഷ് ചെയ്യാൻ പറ്റിയാൽ നമുക്ക് ലിബറേഷൻ പോസിബിൾ ആണ്. ആൻഡ് നാലാമത്തെ ട്രൂത്ത് പറയുന്നത് അതിലേക്കുള്ള മാർഗമാണ്. അതാണ് ദ ട്രൂത്ത് ഓഫ് ദ പാത്ത്. പാലിയിൽ പറയുമ്പോൾ മഗ്ഗ എന്ന് പറയും, മാർഗ എന്നുള്ളത് സംസ്കൃതത്തിലുണ്ട്. അപ്പോൾ നമ്മുടെ ഫോർത്ത് ട്രൂത്ത് എന്ന് പറയുന്നത് പ്രിസ്ക്രിപ്ഷൻ ആണ്. നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ഈ ഒരു ലിബറേഷൻ അച്ചീവ് ചെയ്യാൻ, എൻലൈറ്റ്മെന്റ് കിട്ടാൻ വേണ്ടി എന്താണ് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് പറയുന്നതാണ് ഈ ഒരു 8 ഫോൾഡ് പാത്ത്. ഇതാണ് നമ്മുടെ മിഡിൽ വേ. എക്സ്ട്രീംസിനെ അവോയ്ഡ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു മിഡിൽ ആയിട്ടുള്ള ഒരു പ്രോപ്പർ പാത്തിലൂടെ നടന്നു പോയിട്ട് സഫറിങ്ങിനെ എൻഡ് ചെയ്യുന്നു. ഇങ്ങനെയാണ് 4 നോബിൾ ട്രൂത്ത്സ് വരുന്നത്. ആദ്യം നമ്മൾ എന്ത് ചെയ്തു, ഡയഗ്നോസ് ചെയ്തു, ഒരു ദുഃഖം ഉണ്ട്, സഫറിങ് ഉണ്ട് എന്നുള്ളത് മനസ്സിലായി. രണ്ടാമത് നമുക്ക് അതിന്റെ കാരണം മനസ്സിലായി, അതാണ് സമുദായ. അതിനുശേഷം നമുക്ക് മനസ്സിലായി ഇത് ചേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റും, ആണ് നിരോധം. പിന്നെ നമുക്ക് മനസ്സിലായി എന്ത് ചെയ്തിട്ടാണ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റുക, ആണ് നമ്മുടെ മാർഗ ആയിട്ട് വരുന്നത്. അങ്ങനെയാണ് നമ്മുടെ 4 നോബിൾ ട്രൂത്ത്സ്. അപ്പം നോബിൾ ട്രൂത്ത് പറയുന്ന അനുസരിച്ച് നമ്മൾ 8 ഫോൾഡ് പാത്ത് ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എവിടെ എത്താൻ വേണ്ടി പറ്റും, നമുക്ക് എൻലൈറ്റ്മെന്റിൽ എത്താൻ വേണ്ടി പറ്റും. 8 ഫോൾഡ് പാത്തിലെ ആദ്യത്തെ കാറ്റഗറിയാണ് വിസ്ഡം. വിസ്ഡം അല്ലെങ്കിൽ വിസ്ഡത്തിൽ വരുന്നത് ഈ ഒരു ഇന്റലക്ച്വൽ ആയിട്ടുള്ള, ഇൻഡ്യൂട്ടീവ് ആയിട്ടുള്ള ആം എന്ന രീതിയിലാണ് വിസ്ഡം ആക്ട് ചെയ്യുക. ഇതാണ് നമുക്കൊരു കറക്റ്റ് ആയിട്ടുള്ള പെർസ്പെക്റ്റീവും അതുപോലെ തന്നെ എക്സിസ്റ്റൻസിന്റെ നേച്ചറൊക്കെ മനസ്സിലാക്കി തരുന്നത്. വിസ്ഡത്തിന്റെ പാർട്ടായിട്ട് വരുന്ന ഒന്നാമത്തെ പാർട്ടാണ് റൈറ്റ് അണ്ടർസ്റ്റാൻഡിങ്, സമദിത്തി. സമദിത്തി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്കൊരു ക്ലിയർ വിഷൻ ഉണ്ടാവണം, റിയാലിറ്റി എന്താണെന്നുള്ളതിനെ പറ്റിയിട്ട്. പ്രത്യേകിച്ച് നമ്മൾ ആ 4 നോബിൾ ട്രൂത്ത്സ് എന്താണെന്ന് അറിഞ്ഞിരിക്കണം, കോസ് ആൻഡ് എഫക്റ്റ്, കർമ്മ അറിഞ്ഞിരിക്കണം, അതുപോലെ തന്നെ നമ്മുടെ നേരത്തെ പറഞ്ഞ 3 മാർക്സ് ഓഫ് എക്സിസ്റ്റൻസ്, ലൈഫിലൊന്നും പെർമനന്റ് അല്ല, സഫറിങ് എന്ന് പറയുന്ന സാധനം ഉണ്ട്, നമുക്കൊരു പെർമനന്റ് ആയിട്ടുള്ള സെൽഫ് ഇല്ല. ഈ കാര്യങ്ങൾ അണ്ടർസ്റ്റാൻഡ് ചെയ്തിരിക്കണം. അതാണ് റൈറ്റ് അണ്ടർസ്റ്റാൻഡിങ് അല്ലെങ്കിൽ സമദിത്തിയിൽ വരുന്നത്. പിന്നെ വരുന്നത് റൈറ്റ് തോട്ടാണ്, സമസങ്കല്പ. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഇന്റൻഷൻ അല്ലെങ്കിൽ മെന്റൽ എനർജി, നമ്മുടെ ആക്ഷൻസിന്റെ ബിഹൈൻഡിലുള്ള മെന്റൽ എനർജി കറക്റ്റ് ആയിരിക്കണം. അപ്പം നമുക്കൊരു ഡിറ്റാച്ച്മെന്റ്, ഗുഡ് വില്ല്, ഹാംലെസ്നെസ്, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ആയിരിക്കണം നമ്മുടെ ഇന്റൻഷൻ ആയിട്ട് വരേണ്ടത്. ഇപ്പോൾ ബുദ്ധയുടെ കേസ് എടുക്കുമ്പോൾ അല്ലെങ്കിൽ ബുദ്ധിസത്തിന്റെ കേസ് എടുക്കുമ്പോൾ പലപ്പോഴും കർമ്മയുടെ കേസിൽ അവർ പറയുക നമ്മുടെ ആക്ഷൻസ് അല്ല, നമ്മൾ ചെയ്ത ആക്ഷന്റെ പിന്നിലുള്ള ഇന്റൻഷൻ ആണ് മാറ്റർ ചെയ്യുന്നത്. നമ്മൾ ഒരാളെ അറിയാതെ തൊഴിക്കുന്നതും മനഃപൂർവ്വം തൊഴിക്കുന്നതും, അയാളെ വേദനിപ്പിക്കാൻ വേണ്ടി തൊഴിക്കുന്നതും ഡിഫറെന്റ് ആണ്. ഒന്ന് മിസ്റ്റേക്കിലി ചെയ്തതാണെങ്കിൽ അതിന് വലിയ കർമ്മിക് റിസൾട്ട് ഉണ്ടാവില്ല. പക്ഷെ നമ്മുടെ ഇന്റൻഷനെ പാടാണെങ്കിൽ നമുക്കതിന് വലിയ വില കൊടുക്കേണ്ടി വരും. അതാണ് ഈ ഒരു റൈറ്റ് തോട്ടിന്റെ പാർട്ടായിട്ട് വരിക. രണ്ടാമത്തെ കാറ്റഗറിയിലാണ് എത്തിക്കൽ കണ്ടക്ട് അല്ലെങ്കിൽ ശീല വരുന്നത്. അപ്പൊ എങ്ങനെയാണ് നമ്മൾ എക്സ്റ്റേണൽ വേൾഡുമായിട്ട് ഇന്ററാക്ട് ചെയ്യേണ്ടതെന്നാണ് എത്തിക്കൽ കണ്ടക്ട് വരുന്നത്. ഇതൊരു മെന്റൽ കാമിന്റെ ഫൗണ്ടേഷൻ ആയിട്ട്, അടുത്ത സെറ്റ് വരുന്നത് മെന്റൽ റിലേറ്റഡ് ആയിട്ടുള്ള സാധനമാണ്. അപ്പൊ അതിന്റെ ഫൗണ്ടേഷൻ ആയിട്ട് ഈ എത്തിക്കൽ കണ്ടക്ട് ആക്ട് ചെയ്യും. ഒന്നാമത്തത് റൈറ്റ് സ്പീച്ച് ആണ്. റൈറ്റ് സ്പീച്ച് എന്ന് പറയുമ്പോൾ സമവാച. അപ്പൊ സമവാചാല് നമുക്കുണ്ടാവുന്നത് കള്ളം പറയാതിരിക്കുക, അതുപോലെ തന്നെ നമ്മൾ ഹാഷ് വേർഡ്സ് യൂസ് ചെയ്യാതിരിക്കുക, ഗോസിപ്പ് ചെയ്യാതിരിക്കുക. ഇത് മാത്രമല്ല, ഇതിന് കൂടെ നമ്മൾ എന്ത് ചെയ്യണം, സത്യമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം സംസാരിക്കുക, അഫെക്ഷനേറ്റ് ആയിട്ട് സംസാരിക്കുക, മറ്റുള്ളവർക്ക് ഹെൽപ്ഫുൾ ആവുന്ന കാര്യങ്ങൾ സംസാരിക്കുക. അപ്പൊ ചീത്തത് പറയാതിരിക്കുക എന്നുള്ളത് മാത്രമല്ല, നല്ലത് പറയുക എന്നുള്ളതും കൂടെയാണ് റൈറ്റ് സ്പീച്ച്. റൈറ്റ് സ്പീച്ചിന് ശേഷം വരുന്നതാണ് റൈറ്റ് ആക്ഷൻ, സമ കമ്മന്ത.
റൈറ്റ് ആക്ഷൻ്റെ കേസ് വരികയാണെങ്കിൽ ഇത് ഫിസിക്കലായിട്ടുള്ള കണ്ടക്റ്റാണ്. ഫിസിക്കലായിട്ട് നമ്മൾ എങ്ങനെയാണ് ബിഹേവ് ചെയ്യേണ്ടത്. ഇത് നമ്മൾ ഈ മറ്റുള്ളവരെ ഹാം ചെയ്യുന്നത്, വയലൻസിനെ പ്രൊഹിബിറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സ്റ്റീൽ ചെയ്യുന്നത്, സാധനങ്ങൾ മോഷ്ടിക്കുന്നതായിക്കോട്ടെ, സെക്ഷൽ ആയിട്ടുള്ള മിസ്കണ്ടക്ട്, ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യരുതെന്ന് പറയുന്നതാണ് റൈറ്റ് ആക്ഷൻ. റൈറ്റ് ആക്ഷന് ശേഷം വരുന്നതാണ് റൈറ്റ് ലൈവ്ലിഹുഡ് അല്ലെങ്കിൽ സമ അജൈവം. ഈ കേസിൽ നമ്മൾ ചൂസ് ചെയ്യുന്ന പ്രൊഫഷൻ എന്തായിരിക്കണം? മറ്റുള്ളവരെ ഹാം ചെയ്യാത്തതായിരിക്കണം. ഇപ്പം നമ്മൾ വെപ്പൺസ് ഡീൽ ചെയ്യുന്നത്, മനുഷ്യന്മാരെ വെച്ചിട്ട് സ്ലേവറി പോലത്തെ കാര്യങ്ങൾ, ആനിമൽസിനെ കൊല്ലുന്നത്, ഇൻടോക്സിക്കൻസ്, ഡ്രഗ്സ് ഡീൽ ചെയ്യുന്നത്, പോയിസൺസ് ഡീൽ ചെയ്യുന്നത്, ഇതൊന്നും ചെയ്യാൻ വേണ്ടി പാടില്ല എന്നുള്ളതാണ് എത്തിക്കൽ കണ്ടക്റ്റിൽ വരുന്നത്. പിന്നെ നമുക്ക് വരുന്നത് മെൻ്റൽ ഡിസിപ്ലിൻ ആണ്. മെൻ്റൽ ഡിസിപ്ലിൻ അല്ലെങ്കിൽ സമാധിയുടെ കേസിൽ നമുക്ക് നമ്മുടെ മൈൻഡിൻ്റെ ഒരു ഇൻറ്റേർണൽ മാസ്റ്ററി നമ്മുടെ കയ്യിലോട്ട് കിട്ടുകയാണ്. ഇത് നമ്മുടെ വിസ്ഡം ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അതിൽ ഒന്നാമത്തതാണ് റൈറ്റ് എഫേർട്ട്, സമ വ്യായാമ. സമ വ്യായാമ റൈറ്റ് എഫേർട്ടിൽ നമ്മളെ കോൺഷ്യസ്നെസ്സിനെ നമ്മളെ എങ്ങനെ മാറ്റിയെടുക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അൺവോൾസം ആയിട്ടുള്ള സ്റ്റേറ്റ് ഓഫ് മൈൻഡ് വരുന്നത് പ്രിവെൻറ്റ് ചെയ്യണം. അൺവോൾസം സ്റ്റേറ്റ് ഓഫ് മൈൻഡിനെയാണ് നമ്മൾ അകുശല ചിത്ത എന്ന് പറയുക. അകുശല ചിത്ത കൊണ്ട് ഉദ്ദേശിക്കുന്നത് നേരത്തെ പറഞ്ഞിട്ടുള്ള 3 വിഷം പോയിസൺസ് ഉണ്ടായിരുന്നല്ലോ, ആ 3 വിശ്വാസമൊന്നും വരാത്ത കാര്യങ്ങൾ, ഹേറ്റ്രഡ്, അങ്ങനത്തെ ആ 3 വിശ്വാസമൊന്നും നമ്മുടെ മൈൻഡിൽ ഉണ്ടാവാൻ വേണ്ടി പാടില്ല. അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഇനി അഥവാ നമുക്ക് ഓൾറെഡി അങ്ങനെ ആ 3 പോയിസൺസ് നമ്മുടെ മൈൻഡിൽ ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ അബാൻഡൻ ചെയ്യണം. അതിനുശേഷം നമ്മൾ ഓൾസം സ്റ്റേറ്റ്, കുശല ചിത്ത, നല്ല ഒരു മൈൻഡിനെ ക്രിയേറ്റ് ചെയ്തെടുക്കണം. ആ ക്രിയേറ്റ് ചെയ്ത മൈൻഡിനെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. റൈറ്റ് എഫോർട്ടിന് ശേഷം വരുന്നതാണ് റൈറ്റ് മൈൻഡ്ഫുൾനെസ്, സമസത്യം. സമസത്യയിൽ നമുക്ക് വരുന്നത് നമ്മളെ ബോഡീനെ പറ്റിയിട്ടുള്ള അവയർനെസ്, ഫീലിങ്സിനെ, മൈൻഡിനെ, ധർമാസിനെ പറ്റിയിട്ടൊക്കെയുള്ള, ഫിനോമിനാസിനെ പറ്റിയിട്ടുള്ള പ്രോപ്പർ ആയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവുക, അവയർനെസ് ഉണ്ടാവുക. നമ്മളെ ഇപ്പോഴത്തെ എന്താ പറയുക, മൈൻഡ്ഫുൾനെസ് പറയും. മൈൻഡ്ഫുൾനെസ്സിൽ നമ്മൾ എന്താ ചെയ്യുക, നമ്മുടെ തോട്ട്സിനെ പറ്റിയിട്ട്, ഇമോഷൻസിനെ പറ്റിയിട്ട്, നമ്മുടെ ബോഡീനെ പറ്റിയിട്ട്, ഇതിലേക്കൊക്കെ നമ്മൾ അവയർനെസ് കൊടുക്കുന്നതാണല്ലോ മൈൻഡ്ഫുൾനെസ്. ആ സെയിം സാധനമാണ് ബുദ്ധിസത്തിലെ ഈ റൈറ്റ് മൈൻഡ്ഫുൾനെസ് എന്ന് പറഞ്ഞിട്ടുള്ള പാത്ത് പറയുന്നത്. ആൻഡ് ലാസ്റ്റത്തെ പാത്തായിട്ട്, 10th പാത്തായിട്ട് വരുന്നതാണ് റൈറ്റ് കോൺസെൻട്രേഷൻ, സമാധി. ഇതാണ് നമ്മുടെ ഒരു വൺ പോയിന്റഡ്നെസ് എന്ന് പറഞ്ഞിട്ടുള്ള സാധനം നമ്മൾ മൈൻഡിൽ ക്രിയേറ്റ് ചെയ്യണം. അതായത് ഒരു കാര്യത്തിലോട്ട് നമുക്ക് ഫോക്കസ് ചെയ്യാൻ വേണ്ടി പറ്റുക. ഇത് നമുക്ക് ധ്യാന എന്ന് പറഞ്ഞിട്ടുള്ള നമുക്കൊരു ഡീപ്പ് അബ്സോർപ്ഷൻ അല്ലെങ്കിൽ മെഡിറ്റേറ്റീവ് ആയിട്ടുള്ള സ്റ്റേറ്റ് ഒക്കെ ഉണ്ടല്ലോ, അങ്ങോട്ടൊക്കെ എത്തിച്ചേരാൻ വേണ്ടിയിട്ട് ഈ റൈറ്റ് കോൺസെൻട്രേഷൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അവിടെ ഈ ഒരു ധ്യാനയിൽ എത്തുന്ന സമയത്ത് നമുക്ക് നമ്മുടെ മൈൻഡിനെ ക്വയറ്റ് ആൻഡ് സ്റ്റില്ലായിട്ട് ഹൈലി ലൂസിഡ് ആയിട്ടൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി പറ്റും. അങ്ങനെയാണ് നമ്മുടെ 8-fold പാത്ത് വരുന്നത്. എത്തിക്കൽ കണ്ടക്റ്റിൽ റൈറ്റ് സ്പീച്ച്, റൈറ്റ് ആക്ഷൻ, റൈറ്റ് ലൈവ്ലിഹുഡ്. ആൻഡ് മെൻ്റൽ ഡിസിപ്ലിൻ്റെ പാർട്ടായിട്ട് വരുന്ന സാധനങ്ങളിൽ റൈറ്റ് എഫേർട്ട്, റൈറ്റ് മൈൻഡ്ഫുൾനെസ്, റൈറ്റ് കോൺസെൻട്രേഷൻ. ആൻഡ് വിസ്ഡത്തിൻ്റെ പാർട്ടായിട്ട് റൈറ്റ് തോട്ട്, റൈറ്റ് അണ്ടർസ്റ്റാൻഡിംഗ് ആണ് വരുന്നത്. പിന്നെ വരുന്നത് ബുദ്ധിസത്തിൻ്റെ പാർട്ടായിട്ടുള്ള മെറ്റാഫിസിക്കൽ ആയിട്ടുള്ള ചില ഐഡിയാസ് ഉണ്ട്. അതിലൊന്നാണ് ഈ ഡിപ്പെൻഡൻറ്റ് ഒറിജിനേഷൻ, പ്രത്യത്യ സമുത്പാദ. അപ്പോൾ പ്രത്യത്യ സമുത്പാദ പറയുന്നത് 2 സാധനങ്ങളുണ്ട്. ഈ സ്വാസ്വത്വാദയുടെയും അതുപോലെ ഉച്ചത്വാദയുടെയും രണ്ടിനെയും കൂടെ നടുക്കുള്ള ഒരു മിഡിൽ പാത്താണ് നമ്മുടെ പ്രത്യത്യ സമുത്പാദ. അപ്പോൾ ഈ ശാശ്വത്വവാദ പറയുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും എറ്റേണൽ ആണ്, അൺകോസ്ഡ് ആണ്, അതുപോലെ ഇൻഡിപെൻഡൻ്റ് ആണ്. ഫുൾ ഒരു സാധനം ഉണ്ടെങ്കിൽ അതിനെ ഒന്നും കോസ് ചെയ്തതല്ല, അത് ഇൻഡിപെൻഡൻ്റ് ആണ്, അതുപോലെ തന്നെ അത് എല്ലാ കാലം നീണ്ടു നിൽക്കും എന്ന് പറയുന്നതാണ് ശാശ്വത്വവാദം. അതേ സ്ഥാനത്ത് ഉച്ചദ്വാദ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധനങ്ങൾ ഡിസ്ട്രക്ഷൻ സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഒന്നും റിമൈൻ ചെയ്യുന്നില്ല, അതെല്ലാം വാനിഷ് ആയി പോകും എന്ന് പറയുന്നതാണ് ഉച്ചദ്വാദ. അപ്പോൾ ഇവരുടെ രണ്ടിൻ്റെയും കൂടെ നടുക്ക് വരുന്നതാണ് നമ്മുടെ ഈ ഒരു ഡിപ്പെൻഡൻ്റ് ഒറിജിനേഷൻ. ഡിപ്പെൻഡൻ്റ് ഒറിജിനേഷൻ പറയുന്നത് എല്ലാ സാധനങ്ങളും ഉണ്ടാകുന്നത് ഡിപ്പെൻഡൻ്റ് ആയിട്ടാണ്, ഒരു കോസ് ആൻഡ് എഫക്റ്റ് കണ്ടീഷൻസിലൂടെയാണ് എല്ലാ സാധനങ്ങളും ക്രിയേറ്റ് ആകുന്നത്. അതുപോലെ തന്നെ എല്ലാ സാധനങ്ങളും എക്സ്റ്റേണൽ അല്ല. അതുപോലെ ഉച്ചദ്വാദ പറയുന്നത് പോലെ ഇവരെ പെട്ടെന്ന് അങ്ങ് നശിച്ച് വാനിഷ് ആയി പോകുന്നുമില്ല, പെട്ടെന്ന് ഇല്ലാണ്ടായി പോകുന്നുമില്ല, എന്നാൽ അത് എക്സ്റ്റേണലും അല്ല എന്നൊക്കെ പറയുന്ന ഒരു മിഡിൽ ആയിട്ടുള്ള ഐഡിയ ആണ് ഡിപ്പെൻഡൻ്റ് ഒറിജിനേഷൻ. പ്രധാനമായിട്ടും പറയുന്നത് കോസ് ആൻഡ് എഫക്റ്റ്, ഡിപ്പെൻഡൻ്റ് ആയിട്ടാണ് എല്ലാ സാധനങ്ങളും കിടക്കുന്നത്, ഒന്നിൽ നിന്നാണ് അടുത്തത് ഡെവലപ്പ് ആകുന്നത്. അപ്പം ഇതിൻ്റെ ബേസിലാണ് നമ്മുടെ ഈ ഒരു വീൽ ഓഫ് ബിക്കമിങ് വരുന്നത്.
വീൽ ഓഫ് ബിക്കമിങ് അല്ലെങ്കിൽ ഭാവചക്ര എന്ന് പറയും. ഇത് ഈ ഒരു പെയിന്റിങ് അല്ലെങ്കിൽ ഈ ഒരു സാധനം നമ്മുടെ ഈ ബുദ്ധിസ്റ്റ് സംഖ്യകളിലൊക്കെ ഭിത്തിയിലൊക്കെ പൊതുവെ ഉണ്ടാവാറുണ്ട്. അപ്പൊ ഇതിൽ ഇവർ ഉദ്ദേശിക്കുന്നത് നമ്മുടെ എക്സിസ്റ്റൻസ് ഉണ്ടല്ലോ, നമ്മുടെ സംസാരം, സൈക്കിൾ ഓഫ് എക്സിസ്റ്റൻസ്, അതിനെ എങ്ങനെയാണ് ഒരാൾ ജനിച്ചിട്ട് അയാളുടെ എന്തൊക്കെ ബിഹേവിയേഴ്സ് ആണ് അയാളെ വീണ്ടും ആ റീബർത്തിലോട്ട് ലീഡ് ചെയ്യുന്നത് എന്നൊക്കെയാണ് ഈ വീൽ ഓഫ് ബിക്കമിങ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ ഡിപ്പെൻഡന്റ് ഒറിജിനേഷനുമായിട്ട് ക്ലോസ്ലി ലിങ്ക്ഡ് ആണ്. കാരണം എങ്ങനെയാണ് നമ്മുടെ ഇന്നത്തെ ലൈഫ് നമ്മുടെ പാസ്റ്റ് ലൈഫ് കോസ് ചെയ്തത്, അതുപോലെ നമ്മുടെ പ്രസന്റ് ലൈഫ് എങ്ങനെയാണ് നമ്മുടെ ഫ്യൂച്ചർ ലൈഫിനെ കോസ് ചെയ്യാൻ പോകുന്നത് എന്നൊക്കെ നമ്മുടെ ഈ ഒരു വീൽ ഓഫ് ബിക്കമിങ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരും. അപ്പൊ ഈ ഭാവചക്ര ട്രഡീഷണലി ഒരു സർക്കുലർ ഡയഗ്രാം ആയിട്ടാണ് ഉണ്ടാവുക. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ വോൾസിലൊക്കെ ഇങ്ങനെ ഇട്ടിട്ടുണ്ടാകും. അപ്പൊ ഇതിന് ഓരോ ലെയേഴ്സ് കാണാൻ വേണ്ടി പറ്റും. നടുക്ക് ഇവിടെ ഒരു ലെയർ ഉണ്ടാകും, അതിന് പുറത്ത് അടുത്തൊരു ലെയർ ഉണ്ടാകും, പിന്നെ ഒരു ലെയർ, പിന്നെ ഒരു ലെയർ ഉണ്ടാകും. ആൻഡ് പുറത്ത് ഇവിടെ ഒരു ബുദ്ധൻ പുറത്ത് ഒരു മൂണിലോട്ട് ഇങ്ങനെ ചൂണ്ടിക്കാണിച്ചിട്ട് നിൽക്കുന്നുണ്ടാകും. അന്ന് ഇത് ഹോൾഡ് ചെയ്തേക്കുന്നത് നമ്മൾ മരണത്തിന്റെ ഒക്കെ ദൈവം ഒക്കെ പറയുന്നത് യമയാണ് ഈ ഒരു സാധനം ഹോൾഡ് ചെയ്ത് നിൽക്കുന്നത്. ഇത്രയും എലമെന്റ്സ് ആണ് ഈ ഒരു വീൽ ഓഫ് ബിക്കമിങ്ങിൽ ഉണ്ടാവുക. ആൻഡ് ഈ ഓരോ സാധനത്തിനും എന്തുണ്ട്, മീനിങ് ഉണ്ട്. യമ മീൻ ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ ആർക്കും ഈ ഒരു സാധനത്തിനെ എസ്കേപ്പ് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. എല്ലാവരും യമയുടെ ആ മരണത്തിലോട്ട് എല്ലാവരും എത്തും. ആ മരണത്തിന് ശേഷം റീബർത്ത് സംഭവിക്കും എന്നുള്ളതാണ് ഈ ഒരു സർക്കിൾ റെപ്രസെന്റ് ചെയ്യുന്നത്. ആൻഡ് ഇവിടെ നിൽക്കുന്ന ബുദ്ധ റെപ്രസെന്റ് ചെയ്യുന്നത് അങ്ങനെ നമുക്ക് എൻലൈറ്റ്മെന്റ് പോസിബിൾ ആണ്. നമുക്ക് ഡെത്തിന് ശേഷം റീബർത്തിനെ അവോയ്ഡ് ചെയ്ത് എൻലൈറ്റഡ് ആവുകയാണെങ്കിൽ റീബർത്ത് അവോയ്ഡ് ചെയ്തിട്ട് നമുക്കൊരു ലിബറേഷൻ പോസിബിൾ ആണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ബുദ്ധ പുറത്ത് ആ മൂണിലോട്ട് ചൂണ്ടിക്കാണിച്ചിട്ട് നിൽക്കുന്നത്. അപ്പം നമ്മൾ പറഞ്ഞതുപോലെ ഇതിന്റെ സെന്ററിൽ ഏറ്റവും നടുക്ക് വരുന്നതാണ് ഈ 3 പോയിസൺസ്, 3 വിഷാസ് അല്ലെങ്കിൽ ക്ലേശാസ് എന്നൊക്കെ നമ്മൾ പറയും. ഈ 3 പോയിസൺസ് നേരത്തെ പറഞ്ഞ മോഹ എന്ന് പറഞ്ഞാൽ ഇഗ്നോറൻസ് അല്ലെങ്കിൽ ഡെലൂഷൻ, നമ്മുടെ പിഗ് ആണ് അതിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. റൂസ്റ്റർ റെപ്രസെന്റ് ചെയ്യുന്നത് അറ്റാച്ച്മെന്റ് അല്ലെങ്കിൽ ഡിസയറിനെയാണ്. സ്നേക്ക് റെപ്രസെന്റ് ചെയ്യുന്നത് അവേർഷൻ അല്ലെങ്കിൽ ഹേറ്റ്രഡിനെയൊക്കെയാണ്. ഇവരാണ് ഈ സെൻട്രലായിട്ട് വരുന്നത്. ഈ 3 വിഷാസാണ്, ഇവരാണ് നമ്മുടെ ഈ ഒരു സംസാരേനെ ഡ്രൈവ് ചെയ്യുന്നത് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ആൻഡ് ഈ 3 വിഷാസാണ് നമ്മുടെ സഫറിങ്ങിന്റെ ഏറ്റവും റൂട്ട് കോസ്. ആൻഡ് ഇതാണ് നമ്മുടെ ഈ ഒരു സൈക്കിൾ ഓഫ് റീബർത്തും കാര്യങ്ങളൊക്കെ കോസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അതിനെ ഏറ്റവും സെൻട്രലായിട്ട് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അതിന്റെ സെന്ററിൽ ഇപ്പോൾ ഈ 3 എലമെന്റ്സ് വന്നു. പിന്നെ അതിന്റെ തൊട്ട് പുറത്ത് വരുന്ന ലെയറാണ് സെക്കൻഡ് ലെയർ. ഈ സെക്കൻഡ് ലെയറിൽ നമ്മൾ കാണിക്കുന്നത് വോൾസം ആയിട്ടുള്ളതും അൺവോൾസം ആയിട്ടുള്ള ആക്ഷൻസിന്റെ ഔട്ട്പുട്ടാണ്. അപ്പം രണ്ടാമത്തെ ലെയർ ഇല്ലുസ്ട്രേറ്റ് ചെയ്യുന്നത് കർമ്മയാണ്. കർമ്മ എങ്ങനെയാണ് അഫക്റ്റ് ആവുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ചില സാധനങ്ങൾ മുകളിലോട്ട് മൂവ് ചെയ്യുന്നത് കാണാം, ആൻഡ് ചില സാധനങ്ങൾ താഴോട്ട് മൂവ് ചെയ്യുന്നത് കാണാം. ഇപ്പൊ ഇവിടെ ഇവരെങ്ങനെയാണ് മുകളിലോട്ട് മൂവ് ചെയ്യുന്നുണ്ട്, ആൻഡ് ഇവരെങ്ങനെയാണ് താഴോട്ട് മൂവ് ചെയ്യുന്നുണ്ട്. ഇതാണ് ഈ ഒരു ലെയറിൻ്റെ ഉള്ളിൽ വരിക. അപ്പൊ മുകളിലോട്ട് മൂവ് ചെയ്യുന്ന സാധനങ്ങളാണ് പോസിറ്റീവ് ആക്ഷൻസ്. അതായത് നമ്മൾ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുകയാണ്, ഗുഡ് കർമ്മയാണ് നമുക്കുള്ളതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, മുകളിലോട്ട് മൂവ് ചെയ്തിട്ട് നമുക്ക് ലിബറേഷൻ പോസിബിൾ ആകും. അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് നമുക്ക് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള റീബർത്ത് ആയിരിക്കും അടുത്ത ലൈഫിൽ പോസിബിൾ ആയിട്ട് വരിക. പിന്നെയുള്ളത് നെഗറ്റീവ് ആക്ഷൻസ് ആണ് താഴോട്ട് ഉള്ള ആ ഒരു കാര്യം റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ നെഗറ്റീവ് ആക്ഷൻസ് ലോവർ ആയിട്ടുള്ള റെയിൻസിലായിരിക്കും നമുക്ക് അടുത്ത ലൈഫിൽ ജന്മം കിട്ടാൻ വേണ്ടിയിട്ട് സാധ്യത ആവുക. അപ്പൊ നമ്മുടെ ഇത് മീൻ ചെയ്യുന്നത് കർമ്മയാണെന്ന് പറഞ്ഞു, രണ്ടാമത്തെ ലെയർ. അപ്പൊ നമ്മുടെ ഇന്റൻഷനൽ ആക്ഷൻസ്, നേരത്തെ പറഞ്ഞ പോലെ ബുദ്ധ ആൾക്കാരെ സംബന്ധിച്ച് നമ്മുടെ ആക്ഷൻസിന്റെ പിന്നിലുള്ള ഇന്റൻഷൻ ആണ് ഏറ്റവും ഇമ്പോർട്ടൻസ്. അപ്പൊ അവർ പറയുന്ന അനുസരിച്ചിട്ട് നമ്മുടെ ആ ഇന്റൻഷനൽ ആക്ഷൻസ് ആണ് നമ്മുടെ അടുത്ത റെൽമിൽ ഫ്യൂച്ചറിൽ നമ്മുടെ ലൈഫ് എങ്ങനെ ആയിരിക്കും എന്നുള്ളത് ചൂസ് ചെയ്യുന്നത്. നമ്മൾ ഏത് റെൽമിലായിരിക്കും ജനിക്കാൻ വേണ്ടി പോകുന്നത്, നമ്മുടെ ഒരു നേച്ചർ എന്തായിരിക്കും, ഇതൊക്കെ ഡിസൈഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഈ കർമ്മയായിരിക്കും എന്നാണ് സെക്കൻഡ് ലെയർ മീൻ ചെയ്യുന്നത്. സെക്കൻഡ് ലെയറിന് ശേഷം നമുക്ക് വരുന്ന തേർഡ് ലെയറിലുള്ളത് ഒരു 6 റെൽംസ് ഓഫ് സംസാരമാണ്. നമ്മൾ ഏതൊക്കെ തരത്തിൽ നമുക്ക് ലൈഫ് പോസിബിൾ ആയിരിക്കും എന്നാണ് ഈ ഒരു സർക്കിൾ, ആ ഒരു ലെയർ മീൻ ചെയ്യുന്നത്. അപ്പം പോസിബിൾ എക്സിസ്റ്റൻസ് ആയിട്ട് വരുന്നത് ഏറ്റവും അപ്പറായിട്ട് വരുന്നത് ഗോഡ്സ്, ദേവറെൽമാണ്. ദേവറെൽം എന്ന് പറയുമ്പോൾ നമ്മുടെ പ്ലഷർ, ഭയങ്കര അബൻഡൻസ് ഒക്കെ ആയിരിക്കും അവിടെ ഉണ്ടാവുക. പിന്നെ ഡെമി ഗോഡ്സ് ആയിട്ടുള്ള അസുരന്മാരുടെ റെൽം ഉണ്ടാവും, അവിടെ ഭയങ്കര ജലസിയും കോൺഫ്ലിക്റ്റ് ഒക്കെ ആയിരിക്കും ഉണ്ടാവുക. മൂന്നാമത്താണ് ഹ്യൂമൻസിന്റെ മനുഷ്യ റെൽം,
അവിടെയാണ് കുറച്ച് നമുക്ക് എൻലൈറ്റ്മെന്റിനുള്ള ഓപ്പർച്യൂണിറ്റി ഒക്കെ ഉള്ളത്. പിന്നെ ആനിമൽസിന്റെ റെൽം ഉണ്ട്. അതിനെയാണ് നമ്മൾ ത്രിയോഗിനി റെൽം എന്ന് പറയുന്നത്. അവിടെ നമ്മൾ ഇഗ്നോറൻസും ഇൻസ്റ്റിങ്ക്ട് ബേസിൽ, ഇപ്പം നമുക്ക് ഒരു സാധനം വേണം, ആ ഒരു പ്ലഷർ ബേസ് ചെയ്തിട്ടൊക്കെ ആയിരിക്കും ആക്ട് ചെയ്യുക. ആൻഡ് ഹംഗ്രി ഗോസ്റ്റിന്റെ റെൽം ഉണ്ട്, പ്രേത റെൽം എന്ന് പറയും. അവിടെ ക്രേവിങ്, ഡിസാറ്റിസ്ഫാക്ഷൻ ഒക്കെ ആയിരിക്കും ഉണ്ടാവുക. പിന്നെ ഹെൽപ്പ് ബീങ്സിന്റെ നരക റെൽം ഉണ്ട്, ഇന്റൻസ് ആയിട്ടുള്ള സഫറിങ് ആയിരിക്കും ഉണ്ടാവുക. ആൻഡ് പലപ്പോഴും ഈ റെൽംസ്, ഈ 6 റെൽംസ് എന്ന് പറയുന്നത് ഫിസിക്കലായിട്ട് പ്രസന്റ് ആയിട്ടുള്ള, ഇപ്പം സ്വർഗം, നരകം എന്നൊക്കെ പറയുന്ന പോലെ ഫിസിക്കലായിട്ടുള്ള പ്രസന്റ് ആയിട്ടുള്ള ഒരു പ്ലേസ് എന്ന് മാത്രമല്ല, ചിലപ്പോൾ നമ്മുടെ എക്സിസ്റ്റൻസിന്റെ, നമ്മളിപ്പോൾ മനുഷ്യന്മാരായിട്ട് ജനിക്കുമ്പോൾ തന്നെയുള്ള നമ്മുടെ സൈക്കോളജിക്കൽ കണ്ടീഷൻ ഉണ്ടാവുമല്ലോ. നമ്മളിപ്പോൾ ഓരോ ആൾക്കാരും ഇതുപോലെ ആയിരിക്കും. ചില ആൾക്കാർ ജനിച്ചു വീഴുന്നത് ഭയങ്കര പ്ലഷർ ആൻഡ് അബൻഡൻസിലോട്ടായിരിക്കും. ചില ആൾക്കാർ ഭയങ്കര ജലസി ആൻഡ് കോൺഫ്ലിക്റ്റ് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിരിക്കും ജനിച്ചു വീഴുന്നത്. അതുപോലെ ചില ആൾക്കാർ ഭയങ്കര ഇഗ്നോറൻ്റ് ആയിട്ടായിരിക്കും ജനിക്കുന്നത്. അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ടല്ലോ. ആ എലമെന്റ്സും കൂടെ ആകാം ഈ 6 റെൽംസ് എക്സ്പ്ലെയിൻ ചെയ്യുന്നതെന്ന് പറയാറുണ്ട്. അപ്പം നമ്മുടെ നേരത്തെ കർമ്മ, ഈ ഒരു കർമ്മ ഗുഡ് കർമ്മയാണോ ബാഡ് കർമ്മയാണോ എന്നനുസരിച്ചിട്ടായിരിക്കും അടുത്ത ലൈഫിൽ നമ്മളിപ്പോൾ കാണിക്കുന്ന സ്വഭാവം അനുസരിച്ചിട്ടായിരിക്കും അടുത്ത ലൈഫിൽ നമ്മൾ ഈ 6 റെൽമിൽ എവിടെയാണ് ജനിക്കാൻ വേണ്ടി പോകുന്നത് എന്ന് തീരുമാനിക്കപ്പെടുന്നത്. ഇതിൻ്റെ ഔട്ടർ ആയിട്ടുള്ള റിമ്മിൽ നമുക്ക് ഒരു 12 ലിങ്ക് കാണാൻ വേണ്ടി പറ്റും. ചെയിൻ പോലെയാണ് ഇത് ആക്ട് ചെയ്യാന്ന് പറയും. ഈ 12 ലിങ്കിനെയാണ് നമ്മൾ ഡിപ്പെൻഡന്റ് ഒറിജിനേഷൻ, നേരത്തെ പറഞ്ഞ കോസ് ആൻഡ് എഫക്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഓരോ കാര്യങ്ങൾ ഉണ്ടാകുന്നതിന് ഒരു കോസ് ഉണ്ടാവും. ഒന്നും ഇൻഡിപെൻഡന്റ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നില്ല, എല്ലാം ഡിപ്പെൻഡന്റ് ആണ് എന്ന് പറയുന്നതാണ് ഈ ഔട്ടർ റിമിന്റെ പാർട്ടായിട്ട് വരുന്ന 12 ലിങ്ക്സ്. ഇതിനെ നമ്മൾ നിദാനാസ് എന്ന് പറയും. അപ്പോൾ നിദാനാസ് ആണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഈ 3 പോയിസൺസ് എങ്ങനെയാണ് നമ്മുടെ പാസ്റ്റ് ആൻഡ് പ്രസന്റ് ആൻഡ് ഫ്യൂച്ചറിലേക്കുള്ള ഒരു ലിവ്ഡ് എക്സ്പീരിയൻസ് ആയിട്ട് മാറുന്നത്. അപ്പോൾ പാസ്റ്റിന്റെ പാർട്ടായിട്ട് വരുന്ന അല്ലെങ്കിൽ റൂട്ട് കോസ് ആയിട്ട് വരുന്ന നിദാനാസിലെ ഒന്നാണ് ഇഗ്നോറൻസ് അല്ലെങ്കിൽ അവിദ്യ. ഇത് റെപ്രസെന്റ് ചെയ്യുന്ന ഒരു ബ്ലൈൻഡ് ആയിട്ടുള്ള പേഴ്സണെ വെച്ചിട്ടായിരിക്കും. അപ്പോൾ ഇവരെ സംബന്ധിച്ച് അവർക്ക് ആ ഒരു വിസ്ഡം ഉണ്ടാവില്ല, എന്താണ് റിയാലിറ്റിയുടെ ട്രൂ നേച്ചർ എന്താണെന്നുള്ളതിന്റെ ഐഡിയ ഉണ്ടാവില്ല, എന്താണെന്നുള്ള ഒരു പ്രോപ്പർ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവില്ല. അങ്ങനത്തെ ആൾക്കാരാണ് ഇഗ്നോറൻസ്. ആൻഡ് ഈ ഇഗ്നോറൻസ് കാരണമാണ് ഇവർക്ക് ഈ വൊല്യൂഷണൽ ഫോർമേഷൻസ് ഫോം ചെയ്യാം, സംസ്കാര ഫോം ചെയ്യാം. ഇത് റെപ്രസെന്റ് ചെയ്യുന്നത് ഒരു പോട്ടറാണ്. ഈ പോട്ടറാണ് നമ്മുടെ കാർമിക് സീഡ്സ്, അല്ലെങ്കിൽ ഈ ആക്ഷൻ, ഈ സംസ്കാരമാണ് നമ്മുടെ കാർമിക് സീഡ്സ് ആയിട്ട് ആക്ട് ചെയ്യുക. നമുക്ക് ഈ ഒരു ഇഗ്നോറൻസ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ പലതരത്തിൽ ബിഹേവ് ചെയ്യും. ആ ഒരു ബിഹേവിയേഴ്സും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് അടുത്ത ലൈഫിലേക്ക്, നമ്മുടെ ഈ ഒരു പ്രസന്റിലേക്കുള്ള കാർമിക് സീഡ്സ് ആയിട്ട് ആക്ട് ചെയ്യാം. അപ്പോൾ പ്രസന്റിൽ നമ്മൾ വരുമ്പം കോൺഷ്യസ്നെസ് ഉണ്ട്. കോൺഷ്യസ്നെസ് റെപ്രസെന്റ് ചെയ്യുന്നത് മങ്കീനെയാണ്. നമ്മുടെ ഒരു ഇനീഷ്യൽ സ്പാർക്ക് ഉണ്ടാവല്ലോ, നമ്മുടെ ഒരു പുതിയ ലൈഫിൽ നമ്മൾ എൻ്റർ ചെയ്തു എന്ന ആ അവയർനെസ്, ആ ഇനീഷ്യൽ സ്പാർക്കിനെയാണ് നമ്മൾ കോൺഷ്യസ്നെസ് കൊണ്ട് മീൻ ചെയ്യുന്നത്. പിന്നെ നെയിം ആൻഡ് ഫോം ഉണ്ട്. നെയിം ആൻഡ് ഫോം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ റെപ്രസെന്റ് ചെയ്യുന്നത് കുറച്ച് ആൾക്കാർ ബോട്ടിൽ ഇരുന്നിട്ട് മൂവ് ചെയ്യുന്നതിനെയാണ്. അപ്പൊ ഇത് നമ്മുടെ മെന്റൽ ആൻഡ് ഫിസിക്കൽ ബോഡീന്റെ എമർജൻസിനെയാണ് നെയിം ആൻഡ് ഫോം റെപ്രസെന്റ് ചെയ്യുന്നത്. മൂന്നാമത്തതാണ് 6 സെൻസ് ബേസസ്. 6 സെൻസ് എന്ന് വെച്ചാൽ നമ്മുടെ 5 സെൻസസ് ഉണ്ടല്ലോ, കണ്ണ്, മൂക്ക്, ചെവി എന്നൊക്കെ പറഞ്ഞ 5 സെൻസസും അതിൻ്റെ കൂടെ മൈൻഡും കൂടെ ചേരുമ്പോഴാണ് ഈ 6 സെൻസസ്. ഇത് റെപ്രസെന്റ് ചെയ്യുന്നത് ഒരു എംപ്റ്റി ഹൗസ് ആണ്. 6 ജനലുകളുള്ള ഒരു എംപ്റ്റി ഹൗസ് ആണ് നമ്മുടെ 6 ബേസസിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. പിന്നെ കോണ്ടാക്ട് ആണ്. കോണ്ടാക്ട് ഒരു കപ്പിള് പരസ്പരം കെട്ടിപ്പിടിക്കുന്നത് വെച്ചിട്ടാണ് നമ്മൾ ഈ കോണ്ടാക്റ്റിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ സെൻസ് ഓർഗൻസും എക്സ്റ്റേണൽ വേൾഡും തമ്മിലുള്ള, ഇപ്പൊ നമ്മൾ കണ്ണിൽ നിന്ന് നമ്മളൊരു കാര്യം, പ്രകാശം കണ്ണിൽ എത്തുമെന്ന് ഓർത്തോ, ആ ഒരു കോണ്ടാക്റ്റ് ആണ് ഈ ഒരു നിദാല് പാർട്ടായിട്ട് വരുന്നത്. പിന്നെ സെൻസേഷൻസ് അല്ലെങ്കിൽ വേദന, നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ആ ഫീലിംഗ് ഉണ്ടാവില്ല, നമുക്ക് ഒരു കാര്യം എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ അതിൽ പ്ലഷർ ആണോ പെയിൻ ആണോ ന്യൂട്രാലിറ്റി ആണോ എക്സ്പീരിയൻസ് ചെയ്യുന്നത്, അതാണ് സെൻസേഷൻ. ഇത് റെപ്രസെന്റ് ചെയ്യുന്നത് നമ്മുടെ കണ്ണിലൊരു ആരോ ആയിട്ടാണ്, ഒരു ആരോ കുത്തിയിട്ടുള്ള കണ്ണായിട്ടാണ് സെൻസേഷൻ റെപ്രസെന്റ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് ക്രേവിങ് അല്ലെങ്കിൽ തൻഹ വരുന്നുണ്ട്. ഇത് നമുക്ക് പ്ലഷർ ഭയങ്കരമായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടും പെയിൻ എസ്കേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു തേഴ്സ്റ്റ്, ക്രേവിങ് ആണ് തൻഹ. അപ്പോൾ ഇതിനെ റെപ്രസെന്റ് ചെയ്യുന്നത് ഒരു കുടിക്കുന്ന പേഴ്സണെ വെച്ചിട്ടാണ് തൻഹേനെ റെപ്രസെന്റ് ചെയ്യുന്നത്. പിന്നെ ക്ലിങ്ങിങ് ഉണ്ട്, ഉപാദന എന്ന് പറയും. അപ്പോൾ നമ്മൾ ഒരു അറ്റാച്ച്മെന്റ് ഉണ്ടാവുമല്ലോ, നമുക്ക് ചില കാര്യങ്ങളോടുള്ള ഒരു ഡിസയർ ഉണ്ടാകും. അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് നമ്മൾ ഈ ക്ലിങ്ങിങ്ങിൽ വരുന്നത്. നമുക്ക് പ്ലഷറബിൾ ആയിട്ടുള്ള സാധനങ്ങൾ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വിട്ട് കളയാൻ വേണ്ടിയിട്ട് പറ്റില്ല, അതുമായിട്ട് നമ്മൾ ഭയങ്കര അറ്റാച്ച്ഡ് ആവും എന്നൊക്കെ പറഞ്ഞല്ലോ.
അപ്പം അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് ഈ ഒരു ലെവലിൽ വരിക. അപ്പം ഇത് റെപ്രസെന്റ് ചെയ്യുന്നത് ഒരു ആള് ഒരു ഫ്രൂട്ട് പിക്ക് ചെയ്യുന്നത് വെച്ചിട്ടാണ്. പിന്നെ വരുന്നതാണ് ബിക്കമിങ് ഭാവ. ഇത് ഒരു പ്രഗ്നന്റ് വുമണിനെയാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. ബിക്കമിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഒരു വിൽ ടു ബി ഉണ്ടാവുമല്ലോ, നമ്മുടെ ഒരു ആക്റ്റീവ് ആയിട്ടുള്ള എനർജി, നമുക്ക് അടുത്ത ലൈഫിലോട്ടുള്ള കണ്ടീഷൻസ് ക്രിയേറ്റ് ചെയ്യുന്ന, നമ്മൾ ആ ഒരു കുഞ്ഞ് വയറ്റിലിരിക്കുന്ന പോലെ നമ്മുടെ ലൈഫിൽ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ, ആ കാര്യങ്ങളൊക്കെയാണ് ഈ ബിക്കമിങ്ങിൽ വരുന്നത്. അങ്ങനെ നമ്മുടെ ഈ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മുടെ ഫ്യൂച്ചറിന്റെ പാർട്ടായിട്ട് ഉണ്ടാകുന്ന റിസൾട്ട് ഒന്ന് ബർത്ത് ആണ്. ബർത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ റെപ്രസെന്റ് ചെയ്യുന്നത് ഒരു വുമണ് കുട്ടിക്ക് ജന്മം നൽകുന്നത് വെച്ചിട്ടാണ്, ആ ഒരു ഇമേജിനാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ അടുത്ത റീബർത്ത് സംഭവിക്കുകയാണ്. നമ്മുടെ ഈ പ്രസന്റ് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത ലൈഫിലോട്ട് വീണ്ടും ജനിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. സൈക്കിൾ ഓഫ് എക്സിസ്റ്റൻസിലോട്ട് നമ്മൾ റീ എൻട്രി നടത്തുകയാണ്. അതുപോലെ ഫ്യൂച്ചറിന്റെ പാർട്ടായിട്ട് വരുന്നത് ഓൾഡ് ഏജ് ആൻഡ് ഡെത്ത് ആണ്. ഇത് റെപ്രസെന്റ് ചെയ്യുന്നത് ഒരു ശവം ഇങ്ങനെ ക്യാരി ചെയ്ത് പോകുമല്ലോ, ആ ഒരു സാധനം വെച്ചിട്ടാണ്. ഇത് നമ്മുടെ ബർത്തിന്റെ നാച്ചുറൽ റിസൾട്ട് ആയിട്ടാണ് ഈ ഓൾഡ് ഏജ് ആൻഡ് ഡെത്തിനെ കാണുന്നത്. വീണ്ടും ആ ചെയിൻ എങ്ങോട്ട് കണക്ട് ആകും? നമ്മുടെ ഇഗ്നോറൻസിലോട്ട് കണക്ട് ആകും. അപ്പൊ ഈ ചെയിൻ എന്നുകൊണ്ട് നമ്മൾ ഈ 12 നിദാസിനെ ചെയിൻ ആയിട്ട് കണക്ട് ചെയ്യുന്ന, അല്ലെ ചെയിൻ ആയിട്ട് റെപ്രസെന്റ് ചെയ്യുന്ന കാര്യം ഇതെന്താണ്? പാസ്റ്റ് ലിങ്കിൽ ഡിപ്പെൻഡന്റ് ആണ് അടുത്ത ലിങ്ക്. അപ്പൊ നമ്മൾ ഇഗ്നോറൻസിനെ റിമൂവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സംസ്കാരനെ റിമൂവ് ചെയ്യാൻ വേണ്ടി പറ്റും. നമുക്ക് ക്രേവിങ്ങിനെ റിമൂവ് ചെയ്താൽ നമുക്ക് ക്ലിങ്ങിങ്ങിനെ റിമൂവ് ചെയ്യാൻ വേണ്ടി പറ്റും. ക്രേവിങ് ഉള്ളത് കൊണ്ടാണ് നമുക്ക് ആ സാധനത്തിനോട് അറ്റാച്ച്ഡ് ആവാൻ വേണ്ടി തോന്നുന്നത്. അപ്പൊ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? പാസ്റ്റിലുള്ള ലിങ്കിനെ ബ്രേക്ക് ചെയ്താൽ അടുത്ത കണ്ണികളെ നമുക്ക് ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. നമ്മുടെ ഒരു വീൽ ഓഫ് ബിക്കമിങ്ങിലെ ലാസ്റ്റത്തെ എലമെന്റ് ആണ് നമ്മുടെ ബുദ്ധ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബുദ്ധ ഒരു മൂണിനെ ഇങ്ങനെ പോയിന്റ് ചെയ്തിട്ടായിരിക്കും നിൽക്കുന്നുണ്ടാവുക. അത് റെപ്രസെന്റ് ചെയ്യുന്നത് നമുക്ക് ആ സംസാരയിൽ നിന്നുള്ള ലിബറേഷൻ ആണ്. നമ്മൾ ഈ ബർത്ത് റീബർത്ത് എന്ന് പറഞ്ഞ് കറങ്ങിക്കൊണ്ടിരിക്കുന്നത് എൻഡ് ചെയ്യുന്നതാണ് അത് റെപ്രസെന്റ് ചെയ്യുന്നത്. നമുക്ക് നിർവ്വാണ പോസിബിൾ ആണ് എന്നാണ് ബുദ്ധ മീൻ ചെയ്യുന്നത്. അപ്പം ഈ ഒരു സൈക്കിള് നമ്മളെ റിമൈൻഡ് ചെയ്യുന്ന കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ലൈഫിനെ ലിബറേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. നമുക്ക് നല്ല ഇൻസൈറ്റ് കിട്ടിയാൽ, നമ്മൾ നല്ല രീതിയിൽ ബിഹേവ് ചെയ്താൽ, നമ്മൾ മെഡിറ്റേഷനും കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ നേരത്തെ പറഞ്ഞ ഈ സംസാരയുടെ സൈക്കിളിൽ നിന്ന് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ് ഈ ഭാവചക്ര പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പൊ ഈ നിർവ്വാണ എന്താന്ന് വെച്ചാൽ പാലിയില് നിബ്ബാന എന്നൊക്കെ പറയും. അപ്പൊ നിർവ്വാണ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഒരു ഫ്ലെയിം ഒക്കെ നമ്മൾ ഊതിക്കെടുത്തുമല്ലോ, അല്ലെങ്കിൽ ആ ഫ്ലെയിമിന് ആവശ്യമായിട്ടുള്ള ഫ്യൂവല് നിന്ന് കഴിയുമ്പോൾ, തീർന്നു കഴിയുമ്പോൾ അത് അണഞ്ഞു പോകുമല്ലോ, അതാണ് നമ്മുടെ ഈ ഒരു നിർവ്വാണ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളൊരു തീനാളം കെടുത്തുന്നത് പോലെ, അതല്ലെങ്കിൽ എക്സ്റ്റിങ്ക്യൂഷ് ചെയ്യപ്പെടുന്നത് പോലെയാണ് നിർവ്വാണ. അതായത് നമ്മുടെ ഉള്ളിലുള്ള ഈ ക്രേവിങ്സും അങ്ങനത്തെ ഈ 3 പോയിസൺസും ഈ കാര്യങ്ങളെല്ലാം ഇല്ലാണ്ടായി കഴിയുമ്പോൾ നമുക്കുണ്ടാവുന്ന ആ ഒരു എക്സ്പീരിയൻസ് ആണ് ഈ നിർവ്വാണ എന്ന് പറയുന്നത്. ആൻഡ് ഇതാണ് ബുദ്ധിസം ഫോളോ ചെയ്യുന്ന ആൾക്കാരുടെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഗോൾ. നിർവ്വാണയുടെ ക്യാരക്ടറിസ്റ്റിക്സിൽ ഒന്ന് ഇതെന്താണ്? അൺകണ്ടീഷൻഡ് ആണ്. ഇപ്പൊ നേരത്തെ പറഞ്ഞ അനുസരിച്ച് എല്ലാ സാധനങ്ങളും എന്താണ്? കണ്ടീഷൻഡ് ആയിരുന്നു. പക്ഷെ നിർവ്വാണ കണ്ടീഷൻഡ് അല്ല. ബാക്കിയുള്ള സാധനങ്ങൾ, വേൾഡിലുള്ള മറ്റുള്ള സാധനങ്ങൾ വെച്ച് കമ്പയർ ചെയ്യുമ്പം നിർവ്വാണ മറ്റു സാധനങ്ങളിലൊന്നും ഡിപ്പെൻഡന്റ് അല്ല. ഒരു കോസ് ഓർ അല്ലെങ്കിൽ ഒരു കണ്ടീഷൻസിലൊന്നും ഡിപ്പെൻഡന്റ് അല്ല. ആൻഡ് ഇത് പെർമനന്റ് ആണ്, അൺചേഞ്ചിങ് ആണ്. ബാക്കി എല്ലാ സാധനങ്ങളും ഇംപെർമനന്റ് ആയിരുന്നു, ചേഞ്ചിങ് ആയിരുന്നു. പക്ഷെ നിർവ്വാണ എന്താണ്? പെർമനന്റ് ആൻഡ് അൺചേഞ്ചിങ് ആണ്. ആൻഡ് ഇതിനെ നമ്മൾ ഡെത്ത്ലെസ് എന്ന് പറയാനായിട്ട് പറ്റും, അമാത. കാരണം നമ്മൾ നിർവ്വാണ എക്സ്പീരിയൻസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു ബർത്ത് ഇല്ല, അതുകൊണ്ട് തന്നെ പിന്നെ ഒരു ഡെത്തും ഇല്ല. പിന്നെ ഫ്രീഡം ആണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് ദുഃഖയിൽ നിന്നുള്ള, സഫറിങ്ങിൽ നിന്നുള്ള, തൻഹയിൽ നിന്ന്, ക്രേവിങ്സിൽ നിന്നുള്ള ഒരു ലിബറേഷൻ ആണ് നമുക്ക് ഈ ഒരു നിർവ്വാണ പ്രൊവൈഡ് ചെയ്യുന്നത്. 2 തരത്തിലുള്ള 2 ആസ്പെക്ട്സ് ഉണ്ട് നിർവ്വാണയുടെ. ഒന്നാമത്തതാണ് നിർവ്വാണ വിത്ത് റിമൈൻഡർ, ഉപദിശേഷ നിർവ്വാണ. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ നിർവ്വാണ എക്സ്പീരിയൻസ് ചെയ്യും, നമ്മുടെ ഒരു ലൈഫ് ടൈമിൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യും. ഇപ്പോൾ ബുദ്ധയുടെ കേസിൽ ബുദ്ധ 35 വയസ്സുള്ളപ്പം എക്സ്പീരിയൻസ് ചെയ്തു. പക്ഷെ ആളുടെ ബോഡി ഇപ്പോഴും ഒരു റെസ്യൂഡ് പോലെ അവസാനിക്കുന്നുണ്ടാവും, കീപ്പ് ചെയ്ത് പോകുന്നുണ്ടാവും. ആ ബോഡീൻ്റെ ഉള്ളിൽ പാസ്റ്റ് കർമ്മയും കാര്യങ്ങളൊക്കെ ഇപ്പോഴും ഉണ്ടാകും. ആളുടെ മരണം വരെ അതുണ്ടാകും. ഫിസിക്കൽ ബോഡി റിലേറ്റഡ് ആയിട്ടുള്ള സഫറിങ്ങും കാര്യങ്ങളൊക്കെ പുള്ളി എക്സ്പീരിയൻസ് ചെയ്യേണ്ടി വരും. അതാണ് നമ്മൾ നിർവ്വാണ വിത്ത് റിമൈൻഡർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്.
അതായത് ഒരു പേഴ്സൺ ഇങ്ങനെ ജീവിച്ചിരിക്കുന്ന സമയത്ത് അയാൾക്ക് നിർവ്വാണ എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ അത് നിർവ്വാണ വിത്ത് റിമൈൻഡർ. റിമൈൻഡർ ആയിട്ട് അവിടെ ഉള്ളത് നമ്മുടെ ബോഡിയാണ് ബാക്കിയായിട്ടുള്ളത്. അത് നിർവ്വാണ വിത്തൗട്ട് റിമൈൻഡർ എന്ന് പറയുന്നതാണ് അനുസപാദിശേഷ നിർവ്വാണ. ഇതുകൊണ്ടാണ് നമ്മൾ ഈ പരിനിർവ്വാണ, മഹാപരിനിർവ്വാണ എന്നൊക്കെ പറഞ്ഞില്ല, ആ ഒരു സംഭവം. എൻലൈറ്റഡ് ആയിട്ടുള്ള ഒരു ബീയിങ് മരിച്ചു കഴിയുമ്പോഴാണ് പരിനിർവ്വാണം സംഭവിക്കുന്നത്. അപ്പൊ അവരുടെ ബോഡിയിൽ നിന്നും അവർ എസ്കേപ്പായി, അവർക്ക് ഇനി ഒരു ബർത്തും ഇല്ല, അവർക്ക് ഇനി ഒരു ഡെത്തും ഇല്ല. അങ്ങനെ ആ ഒരു സംസാരയുടെ സൈക്കിളിൽ നിന്ന് അവർ എസ്കേപ്പ് ചെയ്യുന്ന, കംപ്ലീറ്റ് ആയിട്ട് എസ്കേപ്പ് ചെയ്യുന്നതിനെയാണ് നമ്മൾ നിർവ്വാണ വിത്തൗട്ട് റിമൈൻഡർ എന്ന് പറയുന്നത്. അപ്പൊ ഈ എൻലൈറ്റ്മെന്റിന്റെ സ്റ്റേജസ് നമ്മൾ പറയാറുണ്ട്, എങ്ങനെയാണ് ആൾക്കാർ നിർവ്വാണയിലേക്ക് എത്തുന്നത്. അപ്പൊ ഒന്നാമതാണ് നമ്മൾ സൊട്ടപ്പന്ന, സ്ട്രീം എൻറ്ററർ എന്ന് പറയും. അതായത് നിർവ്വാണയിലേക്കുള്ള ആ ഒരു സ്ട്രീമിലേക്ക് കയറിയിട്ടുള്ള പേഴ്സണാണ്. ഇയാളുടെ ഒരു അവേക്കനിങ്ങിന്റെ ഫസ്റ്റത്തെ സ്റ്റേജ് ആണെന്ന് പറയാം. ഈ ഫസ്റ്റത്തെ സ്റ്റേജിൽ ആള് എലിമിനേറ്റ് ചെയ്യുന്ന ചില ഫിറ്റേഴ്സ് ഉണ്ട്. അതിലൊന്നാണ് ഐഡന്റിറ്റി വ്യൂ. ഐഡന്റിറ്റി വ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു പെർമനന്റ് സെൽഫ് ഉണ്ട്, ഞാൻ കാണുന്നതും കേൾക്കുന്നതും എക്സ്പീരിയൻസ് ചെയ്യുന്നതുമായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ എന്നാ എൻ്റെ ഒരു വിശ്വാസം. ആ പെർമനന്റ് സെൽഫിലുള്ള വിശ്വാസം അയാൾക്ക് ഇല്ലാണ്ടാകും. പിന്നുള്ളത് ഡൗട്ട് ഇല്ലാണ്ടാകും. അതായത് ബുദ്ധ, ധർമ്മ, സംഘ എന്ന് പറഞ്ഞിട്ടുള്ള ത്രിരത്നാസ് ഉണ്ടല്ലോ, അതിലുള്ള ആളുടെ ഡൗട്ട് ഇല്ലാണ്ടാകും. പിന്നെ അറ്റാച്ച്മെന്റ്, ഈ റൈറ്റ്സിനോടും റിച്വൽസിനോടുള്ള അറ്റാച്ച്മെന്റ് ഇല്ലാണ്ടാകും. ചില ആൾക്കാർ മിസ്റ്റേക്കിലി വിശ്വസിക്കുക എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുറേ റിച്വൽസ് ഒക്കെ ചെയ്താൽ ഗ്രാജുവലി നമുക്ക് ലിബറേറ്റഡ് ആവാൻ വേണ്ടി പറ്റുന്നതാണ്. പക്ഷെ അങ്ങനെയല്ല എന്ന് ഈ സൊട്ടപ്പന്ന അല്ലെങ്കിൽ സ്ട്രീം എൻറ്ററർ മനസ്സിലാക്കും. അതിനുശേഷം പുള്ളി എന്ത് ചെയ്യും, ഇതുകൊണ്ട് ആൾ ഒന്നും അവസാനിച്ചില്ല, ആൾ വീണ്ടും ജനിക്കും, റീബോൺ ചെയ്യും. പക്ഷേ ലോവർ ആയിട്ടുള്ള റെൽംസിൽ, ഇപ്പൊ ഹെല്ല്, ആനിമല്, ഹംഗ്രി ഗോസ്റ്റിന്റെ ഒന്നും റെൽമിൽ ആള് ജനിക്കില്ല. ആള് ഹ്യൂമൻ്റെയോ അതിന്റെ മുകളിലോട്ടോ ഉള്ള റെൽമിലായിരിക്കും ജനിക്കുക. അങ്ങനെ ആള് വീണ്ടും 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 ഒരു 7 പ്രാവശ്യത്തോളം ചിലപ്പോൾ വീണ്ടും ജനിച്ചേക്കാം. എങ്ങനെയാണ് ആള് ആ നിർവ്വാണയിലോട്ട് പ്രോഗ്രസ് ചെയ്യപ്പെടുന്നത്. അതാണ് നമ്മുടെ സൊട്ടപ്പന്നയുടെ പാർട്ടായിട്ട് വരുന്നത്. രണ്ടാമത്തതാണ് സങ്കടഗാമി. അതായത് ആള് ഒരു പ്രാവശ്യം കൂടെ തിരിച്ചു വരും, വൺസ് റിട്ടേണർ എന്ന് പറയും. അപ്പം ഇയാൾ കുറേ പ്രാവശ്യം വീണ്ടും വീണ്ടും ജനിച്ചു, കാര്യങ്ങൾ മനസ്സിലാക്കി. ഈ ലൈഫിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം കൂടെ ആള് ഹ്യൂമൻ റെൽമിൽ ജനിക്കേണ്ടി വരും. ആൻഡ് ഈ ഒരു സ്റ്റേജിൽ ആള് 2 ഫിറ്റേഴ്സിനെ ആയിരിക്കും വീക്കൻ ചെയ്തിട്ടുണ്ടാവുക. മൊത്തമായിട്ട് കളയില്ല, വീക്കൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവുക. ഒന്ന് സെൻഷ്വൽ ഡിസൈസിനെ ആയിരിക്കും, രണ്ടാമത്തത് ഇൽവില്ലിനെ ആയിരിക്കും. ഈ 2 സാധനം ആള് വീക്കൻ ചെയ്തിട്ടുണ്ടാകും. ആൻഡ് ആളുടെ കർമ്മയൊക്കെ കുറേ പ്യൂരിഫൈ ചെയ്യപ്പെട്ടിട്ടുണ്ടാകും. ആൻഡ് ആൾക്ക് എന്നും കൂടെ വരണം, ഒരു പ്രാവശ്യം കൂടെ വരണം. അതുകൊണ്ടാണ് വൺസ് റിട്ടേണർ എന്ന് പറയുന്നത്. ഓക്കെ, വൺസ് റിട്ടേണർ ശേഷം വരുന്നതാണ് അനഗാമി. അനഗാമി എന്ന് വെച്ച് കഴിഞ്ഞാൽ നോൺ റിട്ടേണർ. അപ്പൊ ഇയാൾ എന്ത് വരില്ല, ഇനി ഹ്യൂമൻ റെൽമിലോട്ട് മരണത്തിന് ശേഷം തിരിച്ചു വരാത്ത ഒരാളാണ് നമ്മുടെ അനഗാമി. ഇപ്പൊ നമ്മൾ വൺസ് റിട്ടേണർ വീണ്ടും ഹ്യൂമൻ ആയിട്ട് ജനിച്ചു, ഹ്യൂമൻ റെൽമിൽ ജനിച്ചു, ഹ്യൂമൻ ആയിട്ടെന്നല്ല ഹ്യൂമൻ റെൽമിൽ ജനിച്ചു. അതിനുശേഷം അയാൾ ഈ കേസസിലൂടെയൊക്കെ ഒരു നോൺ റിട്ടേണർ ആയിട്ടുള്ള സ്റ്റേജസിലൂടെ കടന്നു പോയി കഴിയുമ്പോൾ അയാൾ പിന്നെ ഹ്യൂമൻ റെൽമിൽ ജനിക്കില്ല. ഈ തേർഡ് സ്റ്റേജ് ആണ് എൻലൈറ്റ്മെന്റിന്റെ. ഇവിടെ ആൾ എന്ത് ചെയ്യും, നേരത്തെ പറഞ്ഞ സെൻഷ്വൽ ഡിസയറും ഇൽവില്ലും ഇതിനെ കംപ്ലീറ്റ് ആയിട്ട് ഇല്ലാണ്ടാക്കിയിട്ടുണ്ടാകും. അതിന് ഒരു പ്രാവശ്യം കൂടെ അയാൾ ഹയർ ആയിട്ടുള്ള റെൽംസിൽ ജനിച്ചിട്ടുണ്ടാകും. അവിടെ നിന്നാണ് ആൾക്ക് പിന്നീട് നിർവ്വാണ അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ലോവർ ആയിട്ടുള്ള റീബർത്തിൽ നിന്ന് ആള് ഫ്രീ ആയിട്ടുണ്ടാകും. അങ്ങനെ പുള്ളി വീണ്ടും ജനിക്കുന്നതാണ് അർഹത്ത്. അർഹത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ളി എൻലൈറ്റഡ് ആയിട്ടുള്ള പേഴ്സൺ. ഈ സ്റ്റേജിൽ എത്തുന്ന സമയത്താണ് ആൾക്ക് കംപ്ലീറ്റ് ആയിട്ട് സംസാരയിൽ നിന്ന് ലിബറേഷൻ പോസിബിൾ ആകുന്നത്. ഇതാണ് നമ്മുടെ 4th സ്റ്റേജ് ആൻഡ് ഫൈനൽ ആയിട്ടുള്ള സ്റ്റേജ്. അപ്പം ആള് ബാക്കിയുള്ള ഫെറ്റേഴ്സിനെ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഇല്ലാണ്ടാക്കിയിട്ടുണ്ടാവും. അപ്പൊ അതിൽ നമ്മുടെ അറ്റാച്ച്മെന്റ് ഉണ്ടാവും, റിയൽ ആയിട്ടുള്ള എക്സിസ്റ്റൻസിനോടുള്ള അറ്റാച്ച്മെന്റ്, അതുപോലെ തന്നെ ഫോംലെസ് ആയിട്ടുള്ള റെൽമിലെ എക്സിസ്റ്റൻസിനോടുള്ള അറ്റാച്ച്മെന്റ്, ഇതൊക്കെ പുള്ളി ഓവർകം ചെയ്തിട്ടുണ്ടാകും. അതുപോലെ തന്നെ ഇഗോയിസത്തിന്റെ പാർട്ടായിട്ട് ഞാൻ ആ ഒരു തോട്ടിനെ ഇല്ലാണ്ടാക്കിയിട്ടുണ്ടാകും. റെസ്റ്റ്ലെസ്നെസ്സിനെ, അതുപോലെ ഇഗ്നോറൻസ്, ഇതൊക്കെ പുള്ളി കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കിയിട്ടുണ്ടാകും. അതാണ് നമ്മുടെ അർഹത്ത് ചെയ്യുക. അങ്ങനെ അർഹത്ത് എന്ത് ചെയ്യും, ഫൈനലി എല്ലാ റീബർത്തിൽ നിന്നും സഫറിങ്ങിൽ നിന്നൊക്കെ ആള് കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഫ്രീഡം, അതാണ് നമ്മുടെ നിർവ്വാണ എക്സ്പീരിയൻസ് ചെയ്യും. അങ്ങനെ ആള് ഈ ഒരു ലൈഫിൽ നിർവ്വാണ എക്സ്പീരിയൻസ് ചെയ്യും. ആൾക്ക് പിന്നെ എന്തില്ല, ഒരു ഫ്യൂച്ചർ ബർത്ത് ഉണ്ടാവില്ല. ആള് ആ ഒരു സൈക്കിളിൽ നിന്ന് ലിബറേറ്റഡ് ആയിട്ടുണ്ടാകും. അങ്ങനെയാണ് നമ്മുടെ സ്റ്റേജസ് വരിക. ആദ്യം നമ്മുടെ സ്ട്രീം എൻറ്ററർ വന്നു, ആള് വീണ്ടും 1-2 പ്രാവശ്യം 7 പ്രാവശ്യം വരെ ജനിച്ചേക്കാം. പിന്നെ വൺസ് റിട്ടേണർ എന്ത് ചെയ്യും, ഹ്യൂമൻ റെൽമിൽ ഒരു പ്രാവശ്യം കൂടെ ജനിക്കും. അനഗാമി എന്ത് ചെയ്യും, ഹയർ റെൽമിൽ ഒരു പ്രാവശ്യം കൂടെ ജനിക്കും. അർഹത്ത് പിന്നെ ജനിക്കില്ല, അയാള്
നിർവ്വാണം എക്സ്പീരിയൻസ് ചെയ്തിട്ട് ആ ഒരു റീബർത്തിൽ നിന്ന് എസ്കേപ്പ് ചെയ്തിട്ടുണ്ടാകും. പിന്നെയുള്ളതാണ് ഡോക്ട്രൈൻ ഓഫ് മൊമെന്ററിനെസ്, ക്ഷണികവാദ എന്ന് പറയും. ഇത് പറയുന്നതനുസരിച്ചിട്ട് എല്ലാ ഫിനോമിനയും കുറച്ച് നേരത്തേക്ക് മാത്രമേ എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ, കുറേ നേരത്തേക്ക് ഒന്നുമില്ല. എല്ലാം ടെമ്പററി ആണ്, കണ്ടീഷണൽ ആണ്, ഡിപ്പെൻഡൻ്റ് ആണ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ ഡോക്ട്രൈൻ ഓഫ് ഡിപ്പെൻഡൻ്റ് ഒറിജിനേഷൻ ഉണ്ടല്ലോ, ഈ ഡിപ്പെൻഡൻ്റ് ഒറിജിനേഷൻ്റെ പാർട്ടായിട്ട് തന്നെയാണ് ഈ ഒരു ക്ഷണികവാദ്യം വരുന്നത്. ഒരു സാധനം എന്തല്ല, പെർമനൻ്റ് അല്ല, ടെമ്പററി ആണ്. അപ്പം ഇത് അതുപോലെ തന്നെ അനിത്യവാദം, ഇംപെർമനൻസ് ഉണ്ട്, ഡോക്ട്രൈൻ ഓഫ് ഇംപെർമനൻസ്. ഇതുമായിട്ടും ക്ലോസ്ലി റിലേറ്റഡ് ആയിട്ടുള്ള ഐഡിയ ആണ് ഡോക്ട്രൈൻ ഓഫ് മൊമെന്ററിനെസ്. അപ്പം ഇവർ പറയുന്ന അനുസരിച്ചിട്ട് ഒരു കാര്യം എന്തല്ല, സ്റ്റേബിൾ അല്ല. വേൾഡ് എന്ന് പറയുന്നതേ സ്റ്റേബിൾ അല്ല, എല്ലാം ഫിക്സ്ഡ് ആയിട്ടുള്ള കണ്ടിന്യൂസ് സ്ട്രീം ഓഫ് ചേഞ്ച് ആണ്. നമ്മളൊരു സിനിമ കാണുകയാണെങ്കിൽ നമുക്കറിയാം അതിൽ കുറേ ഫ്രെയിംസ് ആണ്, അതിങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്കതൊരു കണ്ടിന്യൂസ് ആയിട്ടുള്ള സാധനമായിട്ട് ഫീൽ ചെയ്യുന്നുള്ളൂ. പക്ഷെ അത് ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള സാധനമല്ല. അതുപോലെയാണ് നമ്മുടെ വേൾഡിലുള്ള മിക്ക സാധനങ്ങളും. എല്ലാ സാധനങ്ങളും ടെമ്പററി ആയിട്ടുള്ള സാധനങ്ങളാണ്. ഇതിങ്ങനെ ഒന്ന് മാറി അടുത്തടുത്ത് വന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്കൊരു കണ്ടിന്യൂറ്റി ഫീൽ ചെയ്യുന്നു ഉള്ളൂ. പിന്നെയുള്ളത് ഡോക്ട്രൈൻ ഓഫ് കർമ്മയാണ്. ഈ കർമ്മയുടെ കേസ് എടുക്കുകയാണെങ്കിൽ ഇതും നമ്മുടെ ഡിപ്പെൻഡൻ്റ് ഒറിജിനേഷനുമായിട്ട് റിലേറ്റഡ് ആണ്. നമ്മുടെ ഈ ലൈഫിലുള്ള ബിഹേവിയേഴ്സ് ആണ് നമ്മുടെ കർമ്മിക് ചെയിനായിട്ട് അടുത്ത ലൈഫിലുള്ള നമ്മുടെ ലൈഫ് എങ്ങനെയാണെന്ന് ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഇത് നമ്മളിപ്പോൾ ചെയ്യുന്ന നമ്മുടെ തോട്ട്സ് ആയിക്കോട്ടെ, വേർഡ്സ് ആയിക്കോട്ടെ, ആക്ഷൻസ് ആയിക്കോട്ടെ, ഇതാണ് ആ ഒരു കോസ് ആയിട്ട് ആക്ട് ചെയ്യുക, അല്ലെങ്കിൽ ഒരു കാർമിക് ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യുക. ഇതിൻ്റെ ബേസിലാണ് നമ്മുടെ അടുത്ത ലൈഫ് കണക്ട് ആവുക. അപ്പം നമ്മുടെ പാസ്റ്റിൽ ഉണ്ടായിട്ടുണ്ടായിരുന്ന നമ്മുടെ ബിഹേവിയേഴ്സിൻ്റെ റിസൾട്ടാണ് നമ്മുടെ പ്രസൻറ്റ്. അപ്പം നമ്മളിപ്പോൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫിസിക്കൽ ട്രേറ്റ് ആയിക്കോട്ടെ, ഫാമിലി എൻവിറോൺമെൻറ്റ് ആയിക്കോട്ടെ, നമ്മുടെ ഇനീഷ്യൽ ടെൻഡൻസീസ് ആയിക്കോട്ടെ, ഇതൊക്കെ നമ്മുടെ പാസ്റ്റ് ആക്ഷൻ്റെ ഫലമാണ്. ആൻഡ് പ്രസൻറ്റിലുള്ള നമ്മളെ കാര്യങ്ങളായിരിക്കും നമ്മൾ ഫ്യൂച്ചറിനെ ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതായത് ഇന്ന് ഞാൻ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു, എൻ്റെ ഇൻറ്റൻഷൻസ് എന്താണ്, എൻ്റെ ആക്ഷൻസ് എന്താണ്, ഇതൊക്കെ എൻ്റെ ഫ്യൂച്ചറായിട്ടുള്ള റീബർത്തിനെ ഡിറ്റർമൈൻ ചെയ്യുന്ന സീഡ്സ് ആയിട്ട് ആക്ട് ചെയ്യും. അതാണ് ഇവരുടെ ഈ ഡോക്ട്രൈൻ ഓഫ് കർമ്മ പറയുന്നത്. അപ്പോൾ കർമ്മയുടെ കേസിൽ നേരത്തെ പറഞ്ഞതുപോലെ ഇൻറ്റൻഷൻ അല്ലെങ്കിൽ ചേതനാസ് ആണ് നമുക്ക് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ചേതനാസ് ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുമ്പം നമ്മളിപ്പോൾ ആക്ഷൻ മാത്രം ഫിസിക്കലായിട്ട് അയാൾ എന്ത് ചെയ്തു എന്ന് നോക്കിയാൽ പോരാ, അയാളുടെ മെൻ്റൽ ആയിട്ടുള്ള ആ ഒരു ഇൻറ്റൻഷൻ എന്തായിരുന്നു. അപ്പോൾ ആ ഇൻറ്റൻഷനാണ് നമ്മൾ കൂടുതൽ വെയിറ്റ് എടുക്കുക. അപ്പോൾ നമ്മൾ നടന്നു പോകുമ്പോൾ അറിയാതെ ഒരാൾ കാലിൽ ചവിട്ടി പോകുന്നതും നടന്നു പോകുമ്പോൾ ഇയാൾക്കിട്ടൊരു ചവിട്ട് കൊടുത്തേക്കാം എന്ന് വിചാരിച്ച് നമ്മൾ ഒരാളെ ചവിട്ടുകയും ചെയ്യുമ്പം രണ്ടാമത്തെ ആക്ടിനായിരിക്കും കൂടുതൽ കാർമിക് വെയിറ്റ് ഉണ്ടാവുക. അതാണ് ബുദ്ധിസ്റ്റിലെ ഒരു കർമ്മ ഐഡിയോളജി. പിന്നെ വരുന്നതാണ് ഈ നോൺ സോള്, അനാഥ അല്ലെങ്കിൽ അനാത്മ എന്ന് പറഞ്ഞിട്ടുള്ള ഐഡിയ. ഈ അനാഥ എന്നുള്ളത് നമ്മുടെ സംസ്കൃതിയിലെ ആത്മാൻ എന്നുള്ള അർത്ഥത്തിലാണ്. അതായത് നമുക്ക് ഈ ഒരു ആത്മാൻ ഇല്ല, നമുക്ക് ഒരു പെർമനൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമുക്കൊരു സോള് അല്ലെങ്കിൽ നമ്മുടെ സെൽഫ് എന്ന് പറയുന്ന സാധനങ്ങളൊന്നും പെർമനൻ്റ് അല്ല. നമുക്ക് അൺചേഞ്ചിങ് ആയിട്ടുള്ള ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു സോളൊന്നും ഇല്ല. നമ്മുടെ തോട്ട്സിൻ്റെയും ഫീലിങ്സിൻ്റെ ഒക്കെ പുറമെ നമുക്കൊരു സോളും എക്സ്പീരിയൻസും കാര്യങ്ങളൊന്നും ഇല്ല എന്ന് വിശ്വസിക്കുന്നതാണ് ഈ നോൺ സോൾ എന്ന് പറഞ്ഞിട്ടുള്ള ഐഡിയ. അപ്പോൾ നമ്മുടെ ഈ സെൽഫ് എന്താണ്, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള 5 അഗ്രിഗേറ്റ്സ്, ചേഞ്ചിങ് ആയിട്ടുള്ള 5 അഗ്രിഗേറ്റ്സ് ക്രിയേറ്റ് ചെയ്യുന്നതാണ് നമ്മുടെ ആ ഫീലിംഗ്. നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്ന ആ ഒരു ഐ എന്ന് പറഞ്ഞിട്ടുള്ള എക്സ്പീരിയൻസ് ആയിക്കോട്ടെ, അതൊക്കെ ആ ഒരു സെൻസേഷൻസും എക്സ്പീരിയൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. അതിനെയാണ് നമ്മൾ ഈ നോൺ സോൾ എന്ന് പറഞ്ഞിട്ടുള്ള ഐഡിയ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ബുദ്ധിസത്തിൽ നമുക്ക് കുറേ സ്കൂളുകൾ വരുന്നുണ്ട്. ബുദ്ധിസത്തിലെ സ്കൂളുകളിൽ ആദ്യത്തേതാണ് നമ്മുടെ ഹീനയാന സ്കൂൾ. അതിനെ നമ്മൾ തേരവാദ എന്നും പറയും. അപ്പോൾ ഹീനയാന കൊണ്ട് ഉദ്ദേശിക്കുന്നത് ലെസർ പാത്ത് എന്നുള്ളതാണ്. അത് പിന്നീട് വന്ന സ്കൂളുകളാണ് ഹീനയാനനെ ലെസർ പാത്ത് അല്ലെങ്കിൽ ഹീനയാന എന്നൊരു പേരിട്ട് വിളിക്കുന്നത്. സ്വന്തമായിട്ട് ആരും ഒരു ലെസർ പാത്ത് എന്നുള്ള പേരിടില്ലല്ലോ. തേരവാദ എന്നുള്ള വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അതിൻ്റെ ട്രാൻസ്ലേഷൻ വരുന്നത് ഡോക്ട്രൈൻ ഓഫ് എൽഡേഴ്സ് എന്നുള്ളതാണ്. അപ്പം ആദ്യം ഇവർ ക്രിയേറ്റ് ചെയ്യപ്പെട്ടതാണ് ഈ ഒരു തേരവാദ സ്കൂൾ. അതായത് ബുദ്ധിസ്റ്റിൻ്റെ ഒരു ഒറിജിനൽ സ്കൂളായിട്ടൊക്കെ നമുക്ക് ഹീനയാനയെ കൺസിഡർ ചെയ്യാൻ വേണ്ടി പറ്റും. ബുദ്ധയുടെ ഡയറക്റ്റ് ആയിട്ടുള്ള റോ ആയിട്ടുള്ള ടീച്ചിങ്ങിൽ നിന്നും അതുപോലെ തന്നെ ബുദ്ധ പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ള അങ്ങനത്തെ പാലിയിൽ എഴുതിയിട്ടുള്ള അവരുടെ ബുക്സിൽ നിന്നൊക്കെയാണ് ഈ ഒരു ഹീനയാന സ്കൂൾ ശരിക്കും ക്രിയേറ്റ് ആയിട്ടുണ്ടായിരുന്നത്. ഇവിടെ ബുദ്ധനെ നമ്മൾ ഒരു ഹ്യൂമൻ ബീങ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. ഒരു എക്സ്ട്രാ ഓർഡിനറി ടീച്ചർ, ഒരു ഗൈഡ്, നമ്മളെല്ലാം പഠിപ്പിച്ചു തരുന്ന ഒരു ടീച്ചറായിട്ട് മാത്രമാണ് കാണുന്നത്. അല്ലാതെ ഒരു ഗോഡായിട്ടോ സൂപ്പർ നാച്ചുറൽ ഡീറ്റി ആയിട്ടോ ഒന്നും നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ബുദ്ധനെ കാണുന്നില്ല. ആണ് തേരവാദയുടെ ഐഡിയ.
തീവ്രവാദക്കാർ പറയുന്ന അനുസരിച്ചിട്ട് ഇൻഡിവിജ്വലിന്റെ സാൽവേഷൻ അല്ലെങ്കിൽ ലിബറേഷൻ ആണ് ഇമ്പോർട്ടന്റ്. നമ്മൾ നമുക്ക് വേണ്ടി പണിയെടുത്തിട്ട് ഡിസിപ്ലിൻ ആയിട്ട് ജീവിച്ചിട്ട് മെഡിറ്റേഷൻ ഒക്കെ ചെയ്ത് അങ്ങനെ നമുക്ക് നിർവ്വാണ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി പറ്റും. അങ്ങനെ നമ്മൾ നിർവ്വാണ എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ, സ്വന്തമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുമ്പം അതിനെയാണ് നമ്മൾ അർഹത്ത് എന്ന് പറയുന്നത്. അപ്പൊ ഈ അർഹത്തിന്റെ ജോലി എന്താണ്? അയാളുടെ ലൈഫ് ബെറ്റർ ഇൻ ദ സെൻസ് പ്രോപ്പറായിട്ട് ബുദ്ധ പറയുന്ന രീതിയിൽ ജീവിച്ചിട്ട് അങ്ങനെ ഫൈനലി നമ്മുടെ ഒരു സംസാരയിൽ നിന്ന് എസ്കേപ്പ് ചെയ്യുക. അതാണ് ഹീനയാനക്കാരെ പറ്റി സംബന്ധിച്ചിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, സ്വന്തമായിട്ടുള്ള ലിബറേഷൻ. ഈ ഹീനയാനയുടെ പാർട്ടായിട്ട് വരുന്ന സബ് സെക്ടേഴ്സ് ആയിട്ട് വരുന്നതാണ് സർവസ്തിവാദം. സർവസ്തിവാദ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എല്ലാം എക്സിസ്റ്റ് ചെയ്യുന്നു, സർവം അസ്തി എന്ന രീതിയിൽ. സർവസ്തിവാദ ഇവരുടെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫിലോസഫിക്കൽ സ്കൂളാണ്. ഇവർ പറയുന്നതനുസരിച്ചിട്ട് എല്ലാ ധർമാസം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, യൂണിവേഴ്സിറ്റിയുടെ അല്ലെങ്കിൽ റിയാലിറ്റിയുടെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള എലമെന്റ്സ് ആണ് ഈ ധർമാസ്. ഈ ധർമാസ് എല്ലാ ധർമാസും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് പാസ്റ്റിലും പ്രസന്റിലും ഫ്യൂച്ചറിലും ഇത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. 3 ടെമ്പോറൽ ഡൈമെൻഷനിലും ഇത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നതാണ് സർവസ്തിവാദ. പാസ്റ്റ് ധർമ്മ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, പ്രസന്റ് ധർമാസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, ആൻഡ് ഫ്യൂച്ചർ ധർമാസും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ പ്രസന്റ് ധർമാസ് മാത്രമാണ് ആക്റ്റീവ്ലി ഫങ്ഷൻ ചെയ്യുന്നത് അല്ലെങ്കിൽ എഫക്ട്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പക്ഷെ 3 എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ എല്ലാം എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നവരാണ് സർവസ്തിവാദം. രണ്ടാമത്തെ ഒരു സെക്ടർ ആയിട്ട് വരുന്നതാണ് വൈഭേഷിക സ്കൂള്. ഈ വൈഭേഷിക സ്കൂള് പറയുന്നതനുസരിച്ചിട്ട് ഇവര് ഈ ഒരു പേരൊക്കെ കൊണ്ടുവന്നിട്ടുള്ളത് ഈ അഭിധർമ്മ മഹാവിഭാസ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടെക്സ്റ്റിൽ നിന്നാണ്. അഭിധർമ്മ ട്രഡീഷന്റെ പാർട്ടായിട്ട് വരുന്ന ഒരു ടെക്സ്റ്റാണിത്. അപ്പോൾ ഇവര് പറയുന്ന അനുസരിച്ചിട്ട് ഇവരുടെ പ്രധാനപ്പെട്ട പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ബുദ്ധിസ്റ്റ് മെറ്റാഫിസിക്സ് ഉണ്ടല്ലോ. ഈ ബുദ്ധിസ്റ്റ് മെറ്റാഫിസിക്സിലെ കാര്യങ്ങളൊക്കെ സിസ്റ്റമാറ്റിക് ഇന്റർപ്രിട്ടേഷനിലൂടെയാണ് ഈ വൈഭേഷിക സ്കൂൾ ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ വൈഭേഷിക ഫിലോസഫേഴ്സ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ഐഡിയ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, റിയാലിറ്റി എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് ഫ്ലെക്സ് ആണ്, അല്ലെങ്കിൽ ഒരു ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ഡോക്ട്രൈൻ ഓഫ് ഡിപ്പെൻഡന്റ് ഒറിജിനേഷൻ നമ്മൾ പറഞ്ഞല്ലോ. ഇത് റിയാലിറ്റി എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആയിട്ട് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ്. ആൻഡ് എന്താണ്? ഡിപ്പെൻഡന്റ് ആണ്. അപ്പോൾ ഈ സ്കൂള് പറയുന്ന അനുസരിച്ചിട്ട് എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒബ്ജക്ട്സ് ട്രൂലി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇതിനെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് പെർസീവ് ചെയ്യാൻ വേണ്ടി പറ്റുകയും ചെയ്യും. ഞാനിപ്പോൾ ഇങ്ങനെ ഒരു പേന കാണിച്ചാൽ ഈ പേന എക്സ്റ്റേണൽ വേൾഡിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഈ പേന എക്സ്റ്റേണൽ വേൾഡിൽ എങ്ങനെയാണോ എക്സിസ്റ്റ് ചെയ്യുന്നത് അങ്ങനെ തന്നെ എനിക്ക് പെർസീവ് ചെയ്യാൻ, എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുകയും ചെയ്യും എന്ന് വിശ്വസിക്കുന്നവരാണ് വൈഭേഷിക ഉള്ള ആൾക്കാർ. ഈ ഒരു ഐഡിയനെ വിളിക്കുന്ന പേരാണ് ബാഹ്യ പ്രത്യക്ഷവാദം. ഇതിനാണ് നമ്മൾ ബാഹ്യ പ്രത്യക്ഷവാദം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പുറത്ത് ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള വേൾഡ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് നമുക്ക് ആ എക്സ്പീരിയൻസിനെ നമ്മുടെ കണ്ണിൽ സെൻസറി എക്സ്പീരിയൻസിലൂടെ ഞാൻ പുറത്തുനിന്നൊരു പേന കാണുവാണെങ്കിൽ ഈ പേന എന്ത് ചെയ്യുന്നുണ്ട്? പുറത്ത് റിയൽ ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. എങ്ങനെ ഇത് എക്സിസ്റ്റ് ചെയ്യുന്നു അങ്ങനെ എനിക്കിതിനെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇവരുടെ വേറൊരു ഐഡിയ ആണ് ഈ പ്ലൂറലിസം. പ്ലൂറലിസം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് പല ഐഡിയാസും ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള എലമെന്റ്സ് വെച്ചിട്ടാണ്. പക്ഷേ ഈ ധർമാസ് ആണ് അൾട്ടിമേറ്റ് ആയിട്ടുള്ള റിയാലിറ്റീനെ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. അവിടുത്തെ ഒരു ഐഡിയ ആണ് ഈ നോമിനലിസം. നോമിനലിസം പറയുന്നത് ഈ ധർമാസ് എല്ലാം റിയൽ ആണ്, പക്ഷെ ചില യൂണിവേഴ്സൽ കോൺസെപ്റ്റ്സ് എന്തല്ല, റിയൽ എൻറ്റിറ്റി അല്ല. അതിലെ പർട്ടിക്കുലർ എലമെന്റ്സ് മാത്രമേ എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ. പക്ഷെ അത് വെച്ചിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ജനറൽ കാറ്റഗറീസ് ജസ്റ്റ് നെയിം മാത്രമാണ്. നമ്മൾ ഫോറസ്റ്റ് എന്ന് പറയുകയാണെങ്കിൽ ഈ ഫോറസ്റ്റ് എന്ന് പറയുമ്പം ഫോറസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാധനം എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ശരിക്കും കുറെ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള കുറെ മരങ്ങൾ മാത്രമാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്, അല്ലാതെ ഫോറസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എലമെന്റ് അവിടെ ഇല്ല എന്നുള്ളത്. അത് നമ്മൾ ഈ ഫോറസ്റ്റ് എന്ന് യൂസ് ചെയ്യുന്നത് ഒരു ഗ്രൂപ്പ് ഓഫ് ധർമാസിനെ വിളിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു പേര് മാത്രം, അല്ലെങ്കിൽ ഒരു കാറ്റഗറി മാത്രമാണ് എന്ന് പറയുന്നതാണ് ഈ നോമിനലിസം. പിന്നെ വരുന്ന ഒരു സെക്ടറാണ് ഈ സൗതാന്ത്രിക സ്കൂള്. സൗത്രാന്തിക സ്കൂളിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഇവര് ഈ സൂത്രപിട്ടിക്കയിൽ നിന്നാണ്, പിട്ടിക്ക എന്താന്നുള്ളത് പറയാം, ഈ സൂത്രപിട്ടിക്കയിൽ നിന്നാണ് ഈ ഒരു സൗതാന്ത്രിക സ്കൂള് വരുന്നത്. സൂത്രപിട്ടിക കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ കാലത്ത് ഈ ബുദ്ധനും ടീമൊക്കെ ഇരുന്നിട്ട് സംസാരിക്കും. അപ്പൊ ആ സംസാരിക്കുന്ന കാര്യങ്ങളിൽ നിന്നൊക്കെയാണ് നമ്മൾ ബുദ്ധിസത്തിന്റെ ഐഡിയോളജീസും കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പൊ ഈ സൗതാന്ത്രിക സ്കൂള് അങ്ങനെ ആ ഒരു ഐഡിയ ആണ് മുന്നോട്ട് വെക്കുന്നത്. അപ്പോൾ വൈഭേഷിക പോലെ തന്നെ ഇവര് 2 കാര്യങ്ങൾ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. മെന്റൽ റിയാലിറ്റീസും ഉണ്ട്, എക്സ്റ്റേണൽ ഫിസിക്കൽ റിയാലിറ്റീസും ഉണ്ട്.
പക്ഷെ ഇവർ ആർഗ്യൂ ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ എക്സ്റ്റേണൽ ഒബ്ജക്ട്സ് നമുക്ക് ഒരിക്കലും ഡയറക്റ്റ്ലി പെർസീവ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അതായത് പേന പുറത്ത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, പക്ഷേ പുറത്ത് എക്സിസ്റ്റ് ചെയ്യുന്ന ആ പേനേനെ ഞാൻ എക്സാക്റ്റ് ആയിട്ട് കാണുന്നില്ല, പക്ഷെ ഞാൻ പെർസീവ് ചെയ്യുന്നത് അതിൻ്റെ ഒരു മെൻ്റൽ റെപ്രസെൻറ്റേഷനെ മാത്രമാണ്. നമ്മുടെ കാൻറ്റിൻ്റെ സിനമന ആൻഡ് ന്യൂമന എന്ന് പറഞ്ഞിട്ടുള്ള ഐഡിയ ഉണ്ട്. അതിനോട് സിമിലർ ആണ് ഈ മെൻ്റൽ റിയാലിറ്റീസും എക്സ്റ്റേണൽ ഫിസിക്കൽ റിയാലിറ്റീസും എനിക്ക് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ ഒരു സ്കൂൾ ആർഗ്യൂ ചെയ്യുന്നത് അതുപോലെ പ്രസൻറ്റ് മൊമെൻറ്റ് മാത്രമേ എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ, അല്ലാതെ നമ്മുടെ പാസ്റ്റും ഫ്യൂച്ചറും ഒന്നും എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ആ ഒരു പ്രസൻറ്റ് മൊമെൻറ്റ് എന്താണോ അത് മാത്രമേ എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ. ഇത് നമ്മുടെ ഡോക്ട്രൈൻ ഓഫ് മൊമെൻ്ററിനെസ്സുമായിട്ട് കണക്റ്റഡ് ആണ്. പിന്നെ വരുന്ന സ്കൂളാണ് മഹായാന സ്കൂള്. മഹായാന കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ഗ്രേറ്റർ പാത്ത് അല്ലെങ്കിൽ ഗ്രേറ്റർ വെഹിക്കിൾ എന്നാണ്. അത് ഇംപ്ലൈ ചെയ്യുന്നത് ഒരു വലിയ ബോട്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹീനയാന ആൾക്കാർ സ്വന്തം ലിബറേഷനാണ് ഫോക്കസ് ചെയ്തതെങ്കിൽ മഹായാന ഫോക്കസ് ചെയ്യുന്നത് ഒരുപാട് ആൾക്കാരിനെ എൻലൈറ്റ്മെന്റിലോട്ട് എത്തിക്കുക, ഒരുമിച്ച് ഒരു ഗ്രൂപ്പായിട്ടൊക്കെ എൻലൈറ്റഡ് ആവുക എന്നുള്ളതാണ്. അപ്പോൾ ഇവർ ഹീനയാന ട്രഡീഷന് ശേഷമാണ് ഡെവലപ്പ് ചെയ്ത് വരുന്നത്. അപ്പോൾ ഇവരെ ഡിഫറെൻ്റ് ആക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പാലിയിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ട് സംസ്കൃതത്തിലൊക്കെയാണ് ഇവരുടെ പല ടെക്സ്റ്റ് ബുക്സ് ഒക്കെ ഡെവലപ്ഡ് ആയിട്ടുള്ളത്. മഹായാനയുടെ കേസ് എടുക്കുകയാണെങ്കിൽ ഇവർ ബുദ്ധനെ ഒരു സാധാരണ ഹ്യൂമൻ ടീച്ചർ എന്നതിൽ നിന്ന് മാറ്റിയിട്ട് ഒരു ഗോഡ് പോലെയാണ് കൺസിഡർ ചെയ്യാൻ വേണ്ടി തുടങ്ങിയത്. ഭയങ്കര ഇൻഫിനിറ്റ് ആയിട്ടുള്ള കമ്പാഷനുള്ള ഒരു സൂപ്പർ നാച്ചുറൽ ബീയിങ് ആയിട്ട് നമ്മൾ ബുദ്ധനെ കാണാൻ വേണ്ടി തുടങ്ങി. ഇവർ ഐഡൽ വർഷിപ്പ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ബുദ്ധയുടെ സ്റ്റാറ്റ്യൂസും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തു. ആൻഡ് ഈ ബോധിസത്വാസ് ഉണ്ട്. ബോധിസത്വ എന്താണെന്നുള്ളത് പറയാം. അപ്പം ബോധിസത്വയുടെ കേസിലോട്ട് വരുമ്പം ഈ മഹായാനക്കാരുടെ കേസിൽ നമ്മൾ പറഞ്ഞു ലിബറേഷൻ ഓഫ് ഓൾ ലിവിങ് ബീയിങ് എന്നുള്ളതാണ് അവരുടെ ഫോക്കസ്. ഹിനയാനക്കാരെ സംബന്ധിച്ച് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ലിബറേഷൻ ആണെങ്കിൽ മഹായാനയെ സംബന്ധിച്ച് എല്ലാ ആൾക്കാരുടെയും ലിബറേഷനാണ്. അപ്പോൾ ഈ നിർവ്വാണം കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് സ്വന്തമായിട്ടുള്ള പേഴ്സണൽ നിർവ്വാണം മാത്രമല്ല, ഒരു സ്പിരിച്വൽ അപ്ലിഫ്റ്റ്മെന്റ് ആണ് എൻ്റയർ യൂണിവേഴ്സിന്റെ. അപ്പം നേരത്തെ ഹീനയുടെ കേസിൽ അർഹത്താണെങ്കിൽ ഇവിടെ വരുന്നതാണ് ബോധിസത്വ. ബോധിസത്വ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻലൈറ്റഡ് ആയിട്ടുള്ള നിർവ്വാണം എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കും. പക്ഷേ ഈ ആൾ വേൾഡിൽ റിമൈൻ ചെയ്തിട്ട് മറ്റുള്ള ആൾക്കാരെയും കൂടെ ലിബറേറ്റഡ് ആക്കാൻ വേണ്ടിയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. സ്വന്തം കാര്യം എന്നുള്ളത് മാത്രമല്ല, ഗ്രൂപ്പായിട്ട് മറ്റുള്ളവരെയും കൂടെ എൻലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ശ്രമിക്കും. അങ്ങനത്തെ ആൾക്കാരാണ് ഈ ബോധിസത്വ. ഇപ്പോൾ ബോധിസത്വയുടെ വിർച്യൂസ് 6 വിർച്യൂസ് അല്ലെങ്കിൽ പരമിതാസ് പറയുന്നുണ്ട്. ഒന്ന്, അയാൾക്ക് വിസ്ഡം ഉണ്ടായിട്ടുണ്ടാവണം, റിയാലിറ്റീനെ പറ്റിയിട്ട്, റിയാലിറ്റിയുടെ ട്രൂ നേച്ചറിനെ പറ്റിയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവണം. അതുപോലെ തന്നെ ചാരിറ്റി, ദാന, ജനറോസിറ്റി ഉണ്ടാകണം. അതുപോലെ തന്നെ മൊറാലിറ്റി, ശീല, എത്തിക്കലായിട്ടുള്ള ബിഹേവിയർ ആയിരിക്കണം ഉണ്ടാവുന്നത്. പേഷ്യൻസ് അല്ലെങ്കിൽ ശാന്തി ഉണ്ടാകണം, അയാൾക്ക് എൻഡ്യൂറൻസ് ഉണ്ടാകണം, ക്ഷമ ഉണ്ടാവണം. ആൻഡ് വിഗർ, വീര്യ, ഭയങ്കര എനർജി എന്തൂസാസിയം ഒക്കെ ഉണ്ടായിരിക്കണം. പിന്നെയുള്ളത് മെഡിറ്റേഷൻ അല്ലെങ്കിൽ ധ്യാനം. നമുക്കൊരു മെൻ്റൽ കോൺസെൻട്രേഷൻ ആൻഡ് സ്റ്റെബിലിറ്റി ഉണ്ടായിരിക്കണം. ഈ 6 എണ്ണമാണ് ഒരു ബോധിസത്വയുടെ പരമിതാസ് അല്ലെങ്കിൽ വിർച്യൂസ് ആയിട്ട് നമ്മൾ 6 വിർച്യൂസ് ആയിട്ട് കാണുന്നത്. ഇതിൻ്റെ പാർട്ടായിട്ട് മഹായാനയുടെ പാർട്ടായിട്ട് വരുന്ന ഒരു സെക്ടറാണ് യോഗാചാര സ്കൂൾ. യോഗാചാര സ്കൂളിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ മൈത്രേയാനന്ദയാണ് ഇത് കൊണ്ടുവന്നിട്ടുള്ളത്, ഫൗണ്ടറായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഇപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ വിശ്വസിക്കുന്നത് കോൺഷ്യസ്നെസ് മാത്രമാണ് അൾട്ടിമേറ്റ്ലി റിയൽ ആയിട്ടുള്ളത്. അപ്പം ഇതുകൊണ്ട് നമ്മൾ അതിനെ വിജനവാദ എന്ന് പറയും, ഡോക്ട്രൈൻ ഓഫ് കോൺഷ്യസ്നെസ് എന്ന് പറഞ്ഞിട്ട്. അപ്പം ഇവർ പറയുന്നത് അനുസരിച്ച് എക്സ്റ്റേണൽ ഒബ്ജക്ട്സ് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന എന്ത് കാര്യമായിക്കോട്ടെ എക്സ്റ്റേണൽ വേൾഡിൽ, അത് നമ്മുടെ ഒരു പ്രൊജക്ഷനോ അല്ലെങ്കിൽ മൈൻഡിൻ്റെ കൺസ്ട്രക്ഷൻ മാത്രമാണ്. നമ്മുടെ ഐഡിയലിസം ഒക്കെ പറയുമല്ലോ വെസ്റ്റേൺ ഫിലോസഫിയിൽ, അതുപോലെ ഒരു ഐഡിയ ആണ് ഈ ഒരു വിജനവാദ പറയുന്നത്. അപ്പം നമ്മുടെ ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ ആയിട്ടുള്ള ഫിനോമിനാസ് എന്ന് പറയുന്നത് കോൺഷ്യസ്നെസ് ഫോം ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പം ഇവരിത് എക്സ്പ്ലെയിൻ ചെയ്യാൻ അല്ലെങ്കിൽ പെർസെപ്ഷൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് 6 ടൈപ്പ് ഓഫ് കോൺഷ്യസ്നെസ്സിനെ പറയുന്നുണ്ട്. 5 എണ്ണം നമ്മുടെ സാധാ 5 സെൻസസ് ഉണ്ടല്ലോ, കണ്ണ്, മൂക്ക്, ചെവി, കാത് എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ റിലേറ്റഡ് ആയിട്ട് വരുന്ന കോൺഷ്യസ്നെസ്. 6ാമത്തേത് മെൻ്റൽ കോൺഷ്യസ്നെസ് ആണ്. ഇവർ പറയുന്ന അനുസരിച്ചിട്ട് ഈ 6 ഫോംസ് ഓഫ് കോൺഷ്യസ്നെസ് നമ്മുടെ മെൻ്റൽ പ്രോസസ്സ് മനസ്സുമായിട്ട് ഇൻട്രാക്ട് ചെയ്തിട്ട് പെർസെപ്ഷൻസ് ജനറേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, വിജ്ഞപത്തി, മെൻ്റൽ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത്. വിജ്ഞപത്തി അല്ലെങ്കിൽ മെൻ്റൽ റെപ്രസെൻറ്റേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഈ കോൺഷ്യസ്നെസ്സിൻ്റെ ഫോംസ് നമ്മുടെ മെൻ്റൽ പ്രോസസ്സായിട്ട് ഇൻട്രാക്ട് ചെയ്ത് വഴി ഇൻഫർമേഷനെ ഓർഗനൈസ് ചെയ്തിട്ട് നമ്മൾ ജനറേറ്റ് ചെയ്യുന്ന പെർസെപ്ഷൻസും കാര്യങ്ങളാണ് വിജ്ഞപത്തി. അപ്പോൾ ഹ്യൂമൻസ് ഈ
ഈ റെപ്രസെൻറ്റേഷൻസുമായിട്ട് നമ്മുടെ മൈൻഡ് ക്രിയേറ്റ് ചെയ്യുന്ന ഈ റെപ്രസെൻറ്റേഷൻസായിട്ട് മിസ്റ്റേക്കൻലി അതിനെ ഒബ്ജക്റ്റീവ് റിയാലിറ്റി ആണെന്ന് പറഞ്ഞിട്ട് അറ്റാച്ച്ഡ് ആകും. അപ്പം അതാണ് നമുക്ക് ഈ സഫറിങ് ഒക്കെ കോസ് ചെയ്യുന്നതെന്നാണ് ഇവർ യോഗാചാര സ്കൂള് വിശ്വസിക്കുന്നത്. പിന്നെ നമുക്ക് വരുന്നത് മാധ്യമക സ്കൂളാണ്. മിഡിൽ വേ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇവരെന്ത് ചെയ്യും, ഈ മെറ്റാഫിസിക്കൽ പൊസിഷൻസിൻ്റെ ആയാലും എക്സ്ട്രീംസിനെ അവോയ്ഡ് ചെയ്യും. എറ്റേണലിസം എന്ന് പറയുമ്പോൾ എല്ലാ സാധനങ്ങളും പെർമനൻ്റ് ആയിട്ട് എല്ലാ കാലത്തും ഉണ്ടാകും എന്നുള്ളതാണ് എറ്റേണലിസം. അൻഹിലേഷൻ പറയുന്നത് അനുസരിച്ചിട്ട് അങ്ങനെയല്ല, സാധനങ്ങൾ നശിച്ച് വാനിഷായിട്ട് ഒന്നുമില്ലായ്മയിലോട്ട് പോകും. അപ്പോൾ ഇവരെന്ത് ചെയ്യില്ല, ഈ രണ്ട് എക്സ്ട്രീമിൽ നിൽക്കില്ല, അതിൻ്റെ ഒരു നടുക്ക് പിടിക്കും. അപ്പോൾ അതുപോലെ തന്നെ സെൽഫ്, നോൺ സെൽഫ്, മാറ്റർ, സ്പിരിറ്റ്, യൂണിറ്റി, പ്ലൂരലിറ്റി, ഇതിലൊക്കെ ഇവർ ഒരു മിഡിലായിരിക്കും ഫോളോ ചെയ്യുന്നത്. ആൻഡ് ഈ ഒരു മാധ്യമക സ്കൂൾ ക്രിയേറ്റ് ചെയ്തത് നാഗാർജുനയാണ്. അവരുടെ നാഗാർജുനയുടെ തന്നെ പ്രധാനപ്പെട്ട കോൺസെപ്റ്റാണ് ശൂന്യത, എംറ്റിനെസ്. ശൂന്യത കൊണ്ട് ഇവർ ഉദ്ദേശിക്കുന്നത് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന റിയാലിറ്റി എക്സിസ്റ്റ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അത് ഇല്യൂഷൻ ആണെന്നല്ല. പകരം അവർ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ഇൻഹെറൻ്റ് ആയിട്ട് അല്ലെങ്കിൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഒരു എക്സിസ്റ്റൻസ് ഇല്ല. അതായത് അതിനൊരു സ്വഭാവം ഇല്ല. അത് ഇൻഹെറൻ്റ് ആയിട്ട് അല്ലെങ്കിൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഒരു സാധനത്തിനും എക്സിസ്റ്റൻസ് ഇല്ല എന്നുള്ളതാണ് ശൂന്യത. ഇതും നമ്മുടെ ഈ ഒരു ഡിപ്പെൻഡൻ്റ് ഒറിജിനേഷനുമായിട്ട് റിലേറ്റഡ് ആണ്. അപ്പം നമ്മൾ പറയുന്ന അനുസരിച്ച് എല്ലാ സാധനങ്ങളും എക്സിസ്റ്റ് ചെയ്യുന്നത് റിലേഷനിലൂടെയും കണ്ടീഷൻസിലൂടെയും കൂടെയാണ്. അതുപോലെ ഇവർ കൺസിഡർ ചെയ്തിട്ടുള്ള 2 ലെവൽ ഓഫ് ട്രൂത്ത് ഉണ്ട്, സത്യ, ദ്വയ എന്ന് പറഞ്ഞിട്ട്. ഒന്നാമത്തതാണ് കൺവെൻഷണൽ ആയിട്ടുള്ള ട്രൂത്ത്, സമൃദ്ധി, സത്യം. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു ഫിനോമിനൽ റിയാലിറ്റി ഉണ്ട്. നമ്മൾ നമ്മുടെ പെർസെപ്ഷനിലൂടെ, ലാംഗ്വേജിലൂടെയൊക്കെ കൺവേ ചെയ്യുന്നതും എക്സ്പീരിയൻസ് ചെയ്യുന്നതുമായിട്ടുള്ള എവരിഡേ വേൾഡ് ഉണ്ട്. അതാണ് ഈ കൺവെൻഷണൽ ട്രൂത്ത്. അതേ സ്ഥാനത്ത് അൾട്ടിമേറ്റ് ട്രൂത്ത് അല്ലെങ്കിൽ പരമാർത്ഥ സത്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് റിയൽ ആയിട്ടുള്ള ഒരു കാര്യങ്ങളുണ്ടല്ലോ, ഒരു നേച്ചറിൻ്റെ ആയിക്കോട്ടെ അല്ലെങ്കിൽ റിയാലിറ്റിയുടെ എക്സിസ്റ്റൻസ് ഉണ്ടല്ലോ, അതാണ് ഈ അൾട്ടിമേറ്റ് ട്രൂത്ത് എന്ന് പറയുന്നത്. ഇത് നമ്മുടെ ഇൻറ്റ്യൂട്ടീവ് ആയിട്ടുള്ള ഒരു ഇൻസൈറ്റിലൂടെ മാത്രമാണ് നമുക്ക് റിയലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. പിന്നെ നമ്മുടെ മഹായാനയുടെ പാർട്ടായിട്ട് വരുന്നതാണ് സെൻ ബുദ്ധിസം. സെൻ ബുദ്ധിസംകാർ ഡയറക്റ്റ് ആയിട്ടുള്ള ആ ഒരു എൻലൈറ്റ്മെൻറ്റിൻ്റെ എക്സ്പീരിയൻസ്, മെഡിറ്റേഷൻ, ഇൻറ്റ്യൂട്ടീവ് ആയിട്ടുള്ള ഇൻസൈറ്റ്സിലൂടെയൊക്കെയാണ് നിർവ്വാണ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്. അല്ലാതെ കുറേ ബുക്സും മാത്രം ഫോളോ ചെയ്ത് ഫിലോസഫിക്കൽ റീസൺ മാത്രം ചെയ്തിട്ട് നമുക്ക് നിർവ്വാണയിലോട്ട് എത്താൻ വേണ്ടി പറ്റുമെന്ന് അവർ വിശ്വസിക്കുന്നില്ല. അതിനേക്കാളും ബെറ്ററായിട്ട് മെഡിറ്റേഷനിലൂടെ ഇൻറ്റ്യൂട്ടീവ് ആയിട്ടുള്ള ഇൻസൈറ്റ്സ് ഒക്കെയാണ് അവർ ഫോളോ ചെയ്യുന്നത്. ഒരു ടീച്ചർ കാര്യങ്ങളെ എക്സ്പ്ലെയിൻ ചെയ്ത് ഒരു ടീച്ചർ സ്റ്റുഡൻറ്റ് കോൺവെർസേഷൻ, അതൊക്കെയാണ് സെൻ ബുദ്ധിസം ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ സെൻ എന്ന വേർഡ് ജാപ്പനീസ് ആയിട്ടുള്ള വേർഡാണ്. ഇത് വരുന്നത് ചാൻ എന്ന് പറഞ്ഞിട്ടുള്ള ചൈനീസ് വേർഡിൽ നിന്നാണ്. അത് ഡിറൈവ് ചെയ്തിട്ടുള്ളത് നമ്മുടെ സംസ്കൃത ടേം ആയിട്ടുള്ള ധ്യാന, മെഡിറ്റേഷനിൽ നിന്നാണ്. നമ്മുടെ ബോധിധർമ്മേനെ അറിയാലോ, ഈ ബോധിധർമ്മയാണ് ചൈനയിൽ ഈ സെൻ ഇൻട്രൊഡ്യൂസ് ചെയ്തതെന്നാണ് പറയുന്നത്. അപ്പോൾ സെൻ ബുദ്ധിസം അനുസരിച്ചിട്ട് നമുക്കൊരു ഡയറക്റ്റ് റിയലൈസേഷൻ ഓഫ് എൻലൈറ്റ്മെൻറ്റ് ഉണ്ടാകും. അതിനെയാണ് സറ്റോറി എന്ന് പറയുന്നത്. ഇത് നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള ഇൻസൈറ്റിലൂടെയും മെഡിറ്റേഷനിലൂടെയും നമുക്ക് എൻലൈറ്റ്മെൻറ്റിനെ പറ്റിയിട്ടൊരു ഡയറക്റ്റ് റിയലൈസേഷൻ ഉണ്ടാവുക. ആ ഒരു എക്സ്പീരിയൻസിന് വേണ്ടിയിട്ടാണ് ഇവർ ആക്ട് ചെയ്യുന്നത്. ഇതിന് വേണ്ടിയിട്ട് ഇവർ യൂസ് ചെയ്യുന്നതാണ് സാസൻ. സാസൻ എന്ന് പറഞ്ഞാൽ സീറ്റഡ് മെഡിറ്റേഷൻ. അപ്പം ഇത് നമ്മുടെ ബുദ്ധയിലെ ഒരു പ്രൈമറി പ്രാക്ടീസ് ആയിട്ട് വരുന്നതാണ്. ആൻഡ് ഇവർക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്ന നമുക്കൊരു ട്രൂ നേച്ചർ കാണാൻ വേണ്ടി പറ്റുന്ന ഒരു മൊമെൻ്ററി എക്സ്പീരിയൻസ് ഉണ്ടാവും, ഒരു ഇനീഷ്യൽ അവേക്കനിങ് എന്ന് പറയും. അതിനെയാണ് നമ്മൾ കെൻഷോ എന്ന് പറയുന്നത്. അതായത് ഇവർ ഈ മെഡിറ്റേഷനും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പം ഒരു ഗ്ലിംസ് പോലെ ഇവർക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി പറ്റും ആ ഒരു എൻലൈറ്റ്മെൻറ്റിന്. അതാണ് കെൻഷോ. ആ മോട്ടിവേഷനിൽ അവർ വീണ്ടും വീണ്ടും വർക്ക് ചെയ്യുന്ന സമയത്ത് ഫൈനലി അവർക്ക് ഒരു എൻലൈറ്റ്മെൻറ്റ് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഒരു സഡൻ അവേക്കനിങ് അല്ലെങ്കിൽ റിയലൈസേഷൻ ആയിരിക്കും നമ്മുടെ ട്രൂ നേച്ചറിനെ പറ്റിയിട്ട്. അതിനെയാണ് സെറ്റോരി എന്ന് പറയുന്നത്. അതുപോലെ സെൻ ബുദ്ധിസത്തിൽ വരുന്ന ഒരു ഇമ്പോർട്ടൻസ് സാധനമാണ് ഈ ക്വാൻ. ക്വാൻ എന്ന് പറഞ്ഞാൽ പാരഡോക്സിക്കൽ ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് ആണ്. ഇത് സെൻ ടീച്ചേഴ്സ് അവരുടെ കുട്ടികളുടെ അല്ലെങ്കിൽ സ്റ്റുഡൻസിൻ്റെ ലോജിക്കൽ തിങ്കിങ്ങിനെ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ ഡീപ്പർ ഇൻസൈറ്റ് പ്രൊവോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ കോണിൽ ഒരു എക്സാമ്പിളാണ് നമ്മൾ ഒരു കൈ വെച്ച് ക്ലാപ്പ് ചെയ്യുകയാണെങ്കിൽ എന്തായിരിക്കും അതിൻ്റെ സൗണ്ട്. അപ്പോൾ അങ്ങനത്തെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ഇവിടെ നമ്മൾ ചോദിക്കുക. സെൻ ബുദ്ധിസം അനുസരിച്ച് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് മൈൻഡ്ഫുൾനെസ് അല്ലെ, പ്രസൻറ്റ് മൊമെൻറ്റിൽ ഫുള്ളി ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ വരുന്ന ഒരു സെക്ടറാണ് ഈ തദംഗത ഗർഭ. തദംഗത ഗർഭ പറയുന്നത് ലിറ്ററലി പറഞ്ഞ ദ വൂംബ് ഓർ എംബ്രിയോ ഓഫ് ബുദ്ധ എന്ന് പറയാൻ വേണ്ടി പറ്റും. അതായത് അതുകൊണ്ട് ഇവർ ഉദ്ദേശിക്കുന്നത് നമുക്ക് എല്ലാ ആൾക്കാർക്കും ഒരു ബുദ്ധഹുഡ്
നമ്മുടെ എല്ലാവരുടെ ഉള്ളിലുണ്ട്, അല്ലെങ്കിൽ ബുദ്ധ ആകാൻ വേണ്ടിയിട്ട് എൻലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു പൊട്ടൻഷ്യൽ നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ ഒരു ബുദ്ധ നേച്ചർ നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ് ഈ തദംഗത ഗർഭ പറയുന്നത്. അപ്പൊ ഈ ഒരു എൻലൈറ്റ്മെന്റ് അല്ലെങ്കിൽ ഇതിനുള്ള എൻലൈറ്റ്മെന്റിനുള്ള പൊട്ടൻഷ്യൽ യൂസ് ചെയ്തിട്ട് നമുക്ക് എല്ലാവർക്കും എൻലൈറ്റഡ് ആവാൻ വേണ്ടി പറ്റും എന്ന ആശയമാണ് തദംഗത ഗർഭ പറയുന്നത്. ആൻഡ് മൂന്നാമത്തെ സ്കൂളാണ് വജ്രയാന സ്കൂള്. വജ്രയാന എന്ന വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വെഹിക്കിൾ ഓഫ് തണ്ടർ ബോൾട്ട് അല്ലെങ്കിൽ ഡയമണ്ട് വെഹിക്കിൾ എന്നാണ്. അപ്പൊ ഇവരെ സംബന്ധിച്ച് ഇവർ കൂടുതലായിട്ടും ഫോക്കസ് ചെയ്യുന്നത് ഈ സ്പെൽസിലും റിച്വൽസിലൊക്കെയാണ്. അതുകൊണ്ട് മന്ത്രയാന, തന്ത്രയാന, താന്ത്രിക് ബുദ്ധിസം എന്നൊക്കെ ഈ ഒരു വജ്രയാന സ്കൂളിനെ വിളിക്കാറുണ്ട്. ആൻഡ് ഇവർ യൂസ് ചെയ്യുന്ന ഒരു ലാംഗ്വേജ് ആണ് ഈ സന്ധ്യഭാഷ. സന്ധ്യഭാഷ കൊണ്ട് ഒരു എന്തിനാണ് ഇവർ ഇങ്ങനത്തെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ലാംഗ്വേജ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ പ്രധാനമായിട്ടും മെറ്റഫോഴ്സും അതുപോലെ തന്നെ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള മീനിങ് ഒക്കെ ആയിരിക്കും. അതുവഴി അവരുടെ ടീച്ചിങ്സിനെയൊക്കെ അവർക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവർ ഇങ്ങനത്തെ ഒരു ഭാഷ യൂസ് ചെയ്യുന്നത്. ആൻഡ് ഇവർ ഇതിൽ കുറച്ചും കൂടെ ഗുരുവിനെ ഫോക്കസ് ചെയ്തിട്ടായിരിക്കും ഉണ്ടാവുക. ആൻഡ് ഈ ഗുരു ആണ് ഈ താന്ത്രിക് റിച്വൽസ് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റുഡൻറ്റിന് ആ ഒരു വേണ്ടിയിട്ടുള്ള ഇനീഷ്യേഷനൊക്കെ കൊടുക്കുന്നത്. ആൻഡ് ടിബറ്റൻ ട്രഡീഷനിലോട്ട് പോകുകയാണെങ്കിൽ ഈ ഗുരുവിനെ നമ്മൾ ലാമ എന്ന് വിളിക്കും. നമ്മൾ കേട്ടിട്ടുണ്ടാവും ലാമ എന്ന് പറഞ്ഞിട്ട്. അപ്പം അതുകൊണ്ട് ടിബറ്റൻ ഫോമായിട്ടുള്ള ഈ ഒരു വജ്രയാനയെ നമ്മൾ പലപ്പോഴും ലമൈസം എന്ന് പറയും. ലാമൈസം എന്ന് പറയും. ആൻഡ് പിന്നെ നമുക്ക് വരുന്നതാണ് നമ്മുടെ ബുദ്ധിസത്തിൻ്റെ ലിറ്റററി ഫൗണ്ടേഷൻസ്, അതായത് ബുക്സും അവരുടെ അങ്ങനത്തെ എലമെന്റ്സ് ഒക്കെയാണ്, ടെക്സ്റ്റ് ബുക്സും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിനെ നമുക്ക് രണ്ടായിട്ടാണ് പ്രധാനമായിട്ടും ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടി പറ്റുക. അതിൽ ഒന്നാമത്തേതാണ് ഈ കാനോണിക്കൽ ടെക്സ്റ്റ്. കാനോണിക്കൽ ടെക്സ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് ആ ഒരു എന്തൊരു ഐഡിയോളജി ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഫിലോസഫിക്കൽ ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ആയിക്കോട്ടെ, ഫിലോസഫിക്കൽ ആയിട്ടുള്ള ഒരു പെർസ്പെക്റ്റീവ് ആയിക്കോട്ടെ, അത് പ്രപ്പോസ് ചെയ്തിട്ടുള്ള ഒരു പേഴ്സൺ ഉണ്ടാവുമല്ലോ, അയാളുടെ നിന്നുള്ള ഡയറക്റ്റ് ആയിട്ടുള്ള വേർഡ്സ്, അങ്ങനെ ഇൻസ്പയർഡ് ആയിട്ടുള്ള കുറച്ചും കൂടെ അതോറിറ്റേറ്റീവ് ആയിട്ടുള്ള ബുക്സും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ കാനോണിക്കൽ ടെക്സ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ബുദ്ധിസ്റ്റിൻ്റെ കേസിൽ ഇതാണ് ഈ തിപിട്ടക. ഈ തിപിട്ടക കൊണ്ട് ഉദ്ദേശിക്കുന്ന 3 ബുക്സാണ് പ്രധാനമായിട്ട് വരിക. അപ്പോൾ 3 എന്നതിലാണ് പിട്ടക കൊണ്ട് ഉദ്ദേശിക്കുന്നത് ബാസ്ക്കറ്റ് എന്നാണ്. അപ്പം തിപിട്ടക എന്ന് പറഞ്ഞാൽ 3 ബാസ്ക്കറ്റ്സ് എന്നാണ്. അപ്പോൾ ഈ 3 ബാസ്ക്കറ്റ്സിനെ നമ്മൾ ബുദ്ധവചന അല്ലെങ്കിൽ ബുദ്ധൻ്റെ വേർഡ്സ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. അപ്പോൾ ബുദ്ധനിൽ നിന്ന് ഡയറക്റ്റ് കേട്ടിട്ട് അവർ എഴുതി വെച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഈ തിപിട്ടകയിൽ വരുന്നത്. ഇതിൻ്റെ ഈ ബാസ്ക്കറ്റ് എന്നുകൊണ്ട് നമ്മൾ മീൻ ചെയ്യാനുള്ള കാരണം, ബാസ്ക്കറ്റ് പോലെ ഇത് ഒരു 3ആയിട്ട് പ്രോപ്പറായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചേക്കാണ് ഓരോ കാര്യങ്ങളും. അതുപോലെ ഓരോരോ ഏരിയ വൈസ് ഇവർ അറേഞ്ച് ചെയ്ത് വെച്ചേക്കാണ്. പ്ലസ് ബാസ്ക്കറ്റ് എന്താ നമുക്ക് കൈമാറാൻ വേണ്ടി കുറച്ചും കൂടെ എളുപ്പമാണ്. അതുകൊണ്ടാണ് ഇതിനെ ഈ 3 ബാസ്ക്കറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നാമത്തേതാണ് സൂത്ര പിത്തക അല്ലെങ്കിൽ സൂത്ര പിത്തക എന്ന് പറയും. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതാണ് ദ ബാസ്ക്കറ്റ് ഓഫ് ഡിസ്കോഴ്സ്. ഡിസ്കോഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ബുദ്ധയുടെ വേർഡ്സ് ആണ് ഇതിലുണ്ടാവുക. ഇവരെല്ലാവരും കൂടി ഇങ്ങനെ വട്ടം കൂടിയിരുന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ നോട്ട് ഡൗൺ ചെയ്ത് വെച്ചിട്ടുള്ളതാണ് ഈ സൂത്ര പിത്തകയൊക്കെ വരുന്നത്. അത് റെസ്പോൺസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള പോലെയല്ല എഴുതുക. അതിനൊരു സ്ട്രക്ചർ ഒക്കെ ഉണ്ടാവും. എവിടെ വെച്ചിട്ടാണ് സംസാരിക്കുന്നത്, ആരൊക്കെ ഉണ്ടായിരുന്നു, ബുദ്ധ എന്താണ് പറഞ്ഞത്, ആൻഡ് ലാസ്റ്റ് എങ്ങനെയാണ് കൺക്ലൂഡ് ചെയ്തത്, എന്നിട്ട് പിന്നെ ബുദ്ധേനെ താങ്ക് ഒക്കെ ചെയ്തിട്ട് അങ്ങനെയായിരിക്കും ഇതിൻ്റെ ഒരു സ്ട്രക്ചർ ഉണ്ടാവുക. അപ്പം അങ്ങനത്തെ ബുക്കുകളാണ് ഈ സൂത്ര പിത്തകയിൽ വരുന്നത്. ആൻഡ് ഇവരുടെ ബുദ്ധിസ്റ്റ് കൗൺസിൽസ് ഉണ്ടാവും. ബുദ്ധിസ്റ്റ് കൗൺസിൽ എന്ന് പറയുമ്പം പണ്ടൊക്കെ ബുദ്ധിസം ഫോളോ ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ടാവുമല്ലോ. അപ്പോൾ ഈ ബുക്സും കാര്യങ്ങളൊക്കെ ഇല്ലാതിരിക്കുന്ന സമയത്ത് ഇവർ ഫോളോ ചെയ്യുന്ന ഐഡിയാസ് എല്ലാം പ്രോപ്പർ ആണല്ലോ എന്നൊക്കെ തീരുമാനിക്കാനൊക്കെ ആയിട്ട് ബുദ്ധിസ്റ്റ് കൗൺസിൽസ് നടത്തും. കൗൺസിൽസ് നടത്തുന്ന സമയത്ത് എല്ലാവരും കൂടെ വന്നിരുന്നിട്ട് ഇത് വാമൊഴിയായിട്ട് നമ്മൾ പറയുമല്ലോ, സംസാരത്തിൽ കൂടെയാണ് പല കാര്യങ്ങളും കൺവേ ചെയ്യുക. അപ്പം എല്ലാവരും കൂടി ഇരുന്നിട്ട് ഇങ്ങനെ പാടുവൊക്കെയാണ് ചെയ്യുക. അപ്പം ഈ കേസിൽ സൂത്രപിത്തക പലപ്പോഴും ഇങ്ങനെ പറയുന്നത് ആരാണ്, നമ്മുടെ ആനന്ദ എന്ന് പറഞ്ഞിട്ടുള്ള ആളായിരുന്നു. ബുദ്ധയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിസിപ്ലിനുള്ള ഒരാളായിരുന്നു. അതാണ് സൂത്രപിത്തകയുടെ കേസ്. പിന്നെ വരുന്ന രണ്ടാമത്താണ് വിനയ പിത്തക. വിനയ പിത്തക ഡിസിപ്ലിൻ ബാസ്ക്കറ്റ് എന്നാണ്. അതായത് സംഖ്യയിലെ ആൾക്കാർ ഫോളോ ചെയ്യേണ്ട ഡെയിലി ബിഹേവിയേഴ്സ്, എത്തിക്സ്, റൂൾസും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ വരിക. പിന്നെ വരുന്നത് അഭിധമ്മ പിത്തക്കയാണ്. ഇത് ഹയർ ടീച്ചിങ് ആണ്. അഭിധമ്മ പിത്തക്കയുടെ കേസ് എടുക്കുകയാണെങ്കിൽ ഈ സൂത്ര പിത്തക്കയിൽ എന്താണ്, നമ്മൾ പറയുന്ന കാര്യങ്ങൾ ആ ഒരു രീതിയിൽ എഴുതി വെച്ചിട്ടായിരിക്കും ഉണ്ടാവുക. അതിനെ നമ്മൾ കൂടുതലായിട്ട് അനാലിസിസ് ഒക്കെ ചെയ്ത് അതിനെ കുറച്ചും കൂടെ സയൻറ്റിഫിക് ക്വസ്റ്റ്യൻസ്, ആൻസേഴ്സ്, സമ്മറീസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഫോമിൽ ഒരു ബുദ്ധിസ്റ്റ് ഫിലോസഫി പോലെ അറേഞ്ച് ചെയ്തിട്ടുള്ളതാണ് അഭിധമ്മ പിത്തക.
അപ്പോൾ അതാണ് ഒരു ഹയർ ടീച്ചിങ്സ് എന്ന രീതിയിൽ അഭിധമ്മ പിതക്ക മാറുന്നത്. പിന്നെ നോൺ കാനോണിക്കൽ ആയിട്ടുള്ള ചില ടെക്സ്റ്റുകളുണ്ട്, അല്ലെങ്കിൽ സെമി കാനോണിക്കൽ എന്ന് പറയാം. അതിൽ ഒന്നാമത്തേതാണ് ഈ മിലിന്ദ പൻഹ. മിലിന്ദ പൻഹ എന്ന് പറഞ്ഞ ഒരു ഇന്റർ കൾച്ചറൽ ആയിട്ടുള്ള ഡയലോഗാണ്. രണ്ടാൾക്കാർ, ഗ്രീക്ക് കിങ് ആയിട്ടുള്ള മിലിന്ദയും അതുപോലെ തന്നെ നാഗേശന എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മോങ്കും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ ആണ് ഈ ഒരു ബുക്കിൽ പറയുന്നത്. പിന്നെ നേറ്റി പകർന്ന എന്ന് പറയുന്നത് ദ ബുക്ക് ഓഫ് ഗൈഡൻസ് ആണ്. ഇതാണ് ബുദ്ധയുടെ നേരത്തെ പറഞ്ഞിട്ടുള്ള ഡിസ്കോഴ്സസ് ഒക്കെ ഉണ്ടാവുമല്ലോ, അങ്ങനെ കുറേ സ്കാറ്റേർഡ് ആയിട്ട് കിടക്കുന്ന ഇവരുടെ ഡിസ്കഷൻസും കാര്യങ്ങളെല്ലാം കൂടെ അറേഞ്ച് ചെയ്തിട്ട് അതിനെ ഒരു ലോജിക്കൽ ഫ്രെയിം വർക്കിലോട്ട് കൊണ്ടുവന്നതാണ് ഈ നീതി പകർന്ന. പിന്നെയുള്ളത് വിശുദ്ധ മംഗയാണ്, വിശുദ്ധ മാർഗ എന്നും പറയാം. അതാണ് പാത്ത് ടു പ്യൂരിറ്റി. ഇത് ബുദ്ധഘോഷയാണ് എഴുതിയിട്ടുള്ളത്. നമ്മളെ നിർവ്വാണ റീച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു മാനുവലാണിത്. പിന്നെയുള്ളത് ഈ നിദാന കഥ. നിദാന കഥ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബുദ്ധയുടെ ആദ്യത്തെ ഒരു ക്രോണോളജിക്കൽ ഓർഡറിലുള്ള ബയോഗ്രഫി ആണ്. അതുപോലെ മഹാവസ്തു ആയാലും ഇത്തരത്തിലുള്ള ഒരു ബയോഗ്രഫിയാണ്. പിന്നെ ദീപവംസയും മഹാവംസയുണ്ട്, മഹാവമാസയുണ്ട്, ദിവാവമാസി മഹാവമാസയുണ്ട്. ഇത് രണ്ടും എന്താണ്, നമ്മുടെ ഹിസ്റ്ററിയും അതുപോലെ തന്നെ മിത്തും കൂടെ ചേർത്തിട്ടുള്ള ഒരു ബ്ലെൻഡ് ആയിട്ടുള്ളതാണ്. അതായത് എങ്ങനെയാണ് ബുദ്ധിസം ഡെവലപ്പ് ആയത്, അങ്ങനെയാണ് ബുദ്ധിസം ശ്രീലങ്കയിലോട്ടൊക്കെ എത്തിച്ചേരുന്നത്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറച്ച് മിത്തും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ ആണ് ഈ ബുക്സിലൊക്കെ വരുന്നത്. ആൻഡ് ബുദ്ധിസ്റ്റ് കൗൺസിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവർ ഒരുമിച്ചിരുന്നിട്ട് ഇവർ ഫോളോ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം കറക്റ്റ് ആണോ, എന്തെങ്കിലും പരസ്പരം ഒത്തുചേരായ്മകൾ ഉണ്ടെങ്കിൽ അത് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ ബുദ്ധയുടെ അവർ ടീച്ചിങ്സും കാര്യങ്ങളൊക്കെ പ്രിസർവ് ചെയ്യപ്പെടുന്നുണ്ടോ, ബുദ്ധ പറഞ്ഞു തന്ന പോലെ തന്നെയാണോ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുവന്നത് എന്നൊക്കെ എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ബുദ്ധിസ്റ്റ് കൗൺസിൽസ് ഉണ്ടാകുന്നത്. ഈ സംഗിതി എന്നുള്ള വേർഡ് ലിറ്ററലി മീൻ ചെയ്യുന്നത് ചാൻറ്റിങ് ടുഗദർ എന്നാണ്. നേരത്തെ പറഞ്ഞ പോലെ ഇവരെല്ലാവരും കൂടി ഇരുന്നിട്ട് ബുദ്ധയുടെ ഓരോ ഐഡിയാസ് ഒരുമിച്ചിരുന്നിട്ട് അങ്ങോട്ട് ചാൻറ്റ് ചെയ്യും. അപ്പോൾ അവർക്ക് എന്ത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും, എല്ലാവരുടെയും മെമ്മറി ഒരുപോലെയാണോ, എവിടെ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ എന്നൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാനൊക്കെ പറ്റും. അതാണ് ബുദ്ധിസ്റ്റ് കൗൺസിൽ. പ്രധാനമായിട്ട് വന്നിട്ടുള്ള ബുദ്ധിസ്റ്റ് കൗൺസിലിൽ 4 എണ്ണം. ഒന്നാമത്തത് രാജഗൃഹയിലാണ് നടക്കുന്നത്. അവിടെ വെച്ചിട്ടാണ് ഈ സൂത്തപിത്തക്കയും വിനയപിത്തക്കയൊക്കെ നമ്മൾ കമ്പൈലേഷൻ നടത്തുന്നത്. പിന്നെ രണ്ടാമത്തത് വൈശാലിയിൽ നടന്നു. അവിടെ നമ്മൾ ഈ 2 തരത്തിലുള്ള ഒരു ഐഡിയോളജീസിന് ഒരു സ്പ്ലിറ്റ് ഉണ്ടാവുകയാണ്. ഒന്നാമത്തെ ടീം പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ, ബുദ്ധ പറഞ്ഞതുപോലെ അതേ പാത്തിൽ നമ്മൾ ഭയങ്കര ഡിസിപ്ലിനോടുകൂടെ മുന്നോട്ട് പോകണം. അവരാണ് പിന്നീട് വന്ന് നമ്മുടെ ഹിനയാനായിട്ട് മാറുന്നത്. പിന്നെ മഹാസംഗികാസ് പറഞ്ഞ അനുസരിച്ചിട്ട് അല്ല, അങ്ങനെ വേണ്ട, നമുക്ക് കുറച്ചും കൂടെ ആൾക്കാരെയൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് ആ രീതിയിലോട്ട് ഡിസിപ്ലിൻസും കാര്യങ്ങളൊക്കെ കുറച്ചും കൂടെ ചേഞ്ചസ് ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്ത ആൾക്കാരായിരുന്നു ഇവർ. ആ ഐഡിയാസ് ഒക്കെയാണ് സെക്കൻഡിൽ വരുന്നത്. തേർഡില് പത്ലിപുത്രയിൽ നടന്ന സമയത്താണ് നമ്മുടെ അഭിധമ്മ പിത്തക്കയുടെ കമ്പൈലേഷൻ നടക്കുന്നത്. അതുപോലെ മിഷണറി എക്സ്പാൻഷനും ഇനീഷ്യേറ്റ് ചെയ്യപ്പെട്ടു. 4ാമത്തത് കാശ്മീരിലാണ് നടന്നത്. അവിടെ നമ്മൾ ഈ ഹീനയാന ആൻഡ് മഹായാന എന്ന് പറഞ്ഞിട്ടുള്ള 2 ഗ്രൂപ്പായിട്ടുള്ള ഡിവിഷൻ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ മഹാവിഭാഷ ശാസ്ത്ര എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബുക്കിൻ്റെ കമ്പൈലേഷനും നടന്നു. ഇത്രയാണ് ബുദ്ധിസത്തിൻ്റെ ഏരിയയിൽ പ്രധാനമായിട്ട് വരുന്നത്. ഓക്കെ, താങ്ക് യു.